സാറേ നെറ്റ് വർക്ക് ക്ലിയർ അല്ലേ? വരും നെറ്റ്വർക്ക് പ്രോബ്ലം. നാട്ടില് മഴക്കാലം നല്ലല്ലോ തന്നെ ചെയ്യാം നെറ്റ്വർക്ക് പ്രോബ്ലത്തിന്. ഇല്ല, വന്നു വന്നു. ഓക്കെ. പ്ലീസ് വെൽക്കം സർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇതിനിടയ്ക്ക് നെറ്റ് ഒന്ന് കട്ടായി പോയി. ഞാൻ ഉടനെ വേറെ ഡിവൈസിന് കയറി. നമ്മളെടുത്താ കളി അല്ല പിന്നല്ലേ. ഇപ്പോൾ 2 ഡിവൈസ് വെക്കും, കാരണം ഇൻ കേസ് എന്തെങ്കിലും ഒന്ന് പണി മുടക്കി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അതിൽ അടുത്തതിൽ ചാടി പിടിച്ചോളണം. ആ സമയത്ത് അയ്യോ എന്നെ നെറ്റ് പോയല്ലോ, മൊത്തം കിളി പോയല്ലോ എന്നൊന്നും ആലോചിച്ചിരിക്കരുത്. ആ രീതിയിൽ നമ്മൾ സെറ്റ് ആക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച് ജസ്മിയ. താങ്ക് യു. വളരെ തലശ്ശേരിയിൽ നിന്ന്, തലശ്ശേരി ആ ഒരു സ്ലാങ്ങിലുള്ള വളരെ മനോഹരമായ വാക്കുകൾക്ക് ഒരുപാട് നന്ദി. ഞാനിപ്പോ ഇങ്ങനെ ആലോചിക്കുന്നത് എന്താ അറിയോ, നമ്മുടെ ശിവസേട്ടാ ജസ്മി മേഡൊക്കെ എവിടെ എത്തി എന്നുള്ളതാണ്. കാരണം വളരെ ഷൈ ആയിട്ട് നമ്മുടെ അടുത്ത് വരികയും ഇപ്പൊ ഇന്നത്തെ ദിവസം വളരെ പ്രൗഡായിട്ടുള്ള മൊമെന്റ് ആണ്. കാരണം ആ ഒരു പ്രോഗ്രാം ഷെയർ ചെയ്യുന്ന ഒരു ആർജവത്തിലേക്ക് എത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഏവർക്കും അഭിമാനം നൽകുന്ന ഒരു സംഗതി തന്നെയാണ്. വൺസ് അഗൈൻ എക്സലന്റ് ജസ്മി മാം, എക്സലന്റ്. ഫസ്റ്റ് ഒക്കെ ആദ്യമൊക്കെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ക്യാമറ ഓൺ ആക്കൂല. അപ്പൊ ഒരിക്കൽ ഞങ്ങൾ സംസാരിച്ചപ്പോ ഞങ്ങളെ ഗ്രൂപ്പിലൊക്കെ നമ്മൾ ഈ പ്രോഗ്രാം കഴിഞ്ഞ കുറച്ചു നേരം ചർച്ച ചെയ്യലോ. ചർച്ച ചെയ്ത് കഴിയുമ്പോൾ പറഞ്ഞതെന്ന് വെച്ചാല്, സാറേ എനിക്ക് പേടിയാണ് ക്യാമറ ഓൺ ആക്കാന്നുള്ളത്. നജിലാമേ എനിക്ക് പേടിയാണെന്നാ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് പേടി? അല്ല, ഇന്നത്തെ കാലത്ത് ജിഷാമേ മോർഫിംഗ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. അഥവാ എന്റെ ഫോട്ടോ എടുത്തിട്ട് വെട്ടിയെടുത്ത് മോർഫ് ചെയ്ത് വേറെ വല്ല സംഗതിയൊക്കെ ഉപയോഗിച്ചാലെന്നാ പറഞ്ഞു വന്നത്. ജസ്മി മാം ഒരിക്കലും പേടിക്കണ്ട. അപ്പൊ നമ്മളിപ്പോ ജസ്മി മാം ഉൾപ്പെടെയുള്ള നജില മാം കാണുന്നത്, ലെനി മാഡം ഉണ്ട്, ശ്രീജ മാഡം ഉണ്ട്, 2 അതിഥികളുണ്ട് ഇന്ന് നമുക്ക് വന്നിട്ടുള്ളത്, സുമേത്ത് മാഡം, നെയ്മ മാഡം. ഓക്കെ, എക്സലന്റ്. 2 അതിഥികൾ നമുക്ക് വന്നിട്ടുണ്ട്, വടകരയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. 2 അതിഥികൾക്കും പ്രത്യേകത ഉണ്ട്. 2 അതിഥികളും ഭയങ്കര സുന്ദരികളാണ്. ആ സുന്ദരികളെ സാമീപ്യത്തോടു കൂടിയാണ് ഇന്ന് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അവരെ നമുക്ക് വഴിയെ പരിചയപ്പെടാം അല്ലെ. 2 പേർക്കും തിരക്കുണ്ടോ? അല്ല അത്യാവശ്യമുള്ള തിരക്കൊന്നുമല്ലോ ഉണ്ടോ? ഫുഡ് അടിക്കാൻ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ, അതിനിടയിൽ നമുക്ക് ഒരു എൻട്രി തരാം. നോ പ്രോബ്ലം. സുമയ്യ മാം, താങ്ക് യു സോ മച്ച്. അപ്പോ ഇവരെന്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ക്യാമറ ഓൺ ആക്കി വെച്ച ശിവസേട്ടാ, എന്റെ ഇന്നത്തെ കാലം ശ്രീ സാർ നിങ്ങൾ പറയുന്ന പോലൊന്നുമല്ല, കാലഘട്ടം വളരെ മോശമാണ്. ഞാൻ ഞെട്ടിപ്പോയി. എന്താണ് കാലഘട്ടത്തിന്റെ മോർഫിംഗ് വളരെ കൂടുതലാണ്. മോർഫിംഗ് അപ്പൊ എന്താ സംഭവം ചോദിച്ചു. അതെ, നമ്മൾ ഈ ക്യാമറയിലൊക്കെ ഓൺ ആയി കഴിഞ്ഞാൽ അത് ചിലർ എടുത്ത് റെക്കോർഡ് ചെയ്യും. റെക്കോർഡ് ചെയ്തിട്ട് നമ്മുടെ ഫോട്ടോ കട്ട് ചെയ്തിട്ട് വേറെ വീഡിയോയുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് അങ്ങനെ ഇറക്കിയിട്ട് ഒരുപാട്, ഞാൻ യൂട്യൂബ് നോക്കുമ്പോൾ അങ്ങനെ കുറെ എണ്ണം കാണുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ആകെ സത്യം ഞെട്ടിപ്പോയി. അങ്ങനെയുള്ള എന്റെ തലയും വേറെ ബോഡിയൊക്കെ വെച്ചിട്ട് എത്രയോ എണ്ണം ഇറങ്ങിയിട്ടുണ്ടാവും, എത്ര കഥാപാത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ടാവും. ഇന്നത്തെ കാലത്ത് AI വളരെ സജീവമാണ്. അപ്പോ ജസ്മി മാം അങ്ങനെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നല്ല ഞാൻ മുന്നേ പറഞ്ഞതാണ്. അതിന്റെ ഒരു ആവർത്തനം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ സൂമില് ഇപ്പൊ ഈ കാണുന്ന ഇതുണ്ടല്ലോ, എനിക്ക് ആക്ച്വലി എല്ലാവരും ഈ കാണുന്നത് ഞാൻ നമ്മുടെ കഴിഞ്ഞ ഗേദറിങ്ങിന് കണ്ടപ്പോഴാണ് ശരിക്കും ലിജി മേഡത്തൊക്കെ ശരിക്കുള്ള ലൈവ് കണ്ടത്. ലിജി മേഡം കാണുന്ന പോലെ ഒന്നല്ല, ഭയങ്കര ഗ്ലാമറാണ്. ഒരു കോഴിക്കോട് നിന്ന് യാത്ര കഴിഞ്ഞ് വരികയാണ്. പക്ഷേ ഈ സൂമിൽ വളരെ പിക്സലിൽ വളരെ കുറവാണ്. ഇത് കാരണം ഇത് മോർഫ് ചെയ്ത് വെട്ടിയെടുത്ത് ഒരു ഫോട്ടോ ഒട്ടിക്കുന്നതിനെക്കാട്ടും നല്ലത് ഇത് ചെയ്യുന്ന വിദഗ്ധന്മാർക്ക്, അതായത് സുമേത്ത് മാം, വിദഗ്ധന്മാർക്ക് എന്ത് ചെയ്യാം, തൊട്ടടുത്ത് ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് നമ്മളെക്കാട്ടും വളരെ സുന്ദരിമാരുണ്ട്. അവരവിടെ ഉണ്ടാകുമ്പോൾ നമ്മളെ ഫോട്ടോ ആരും എടുക്കൂല. അതുകൊണ്ട് ധൈര്യത്തിൽ ക്യാമറ ഓൺ ആക്കി വെച്ചിരിക്കുക. ഒരാൾ നമ്മളെ ഫോട്ടോ മോർഫ് ചെയ്തിട്ട് എടുക്കൂല. ഞാൻ 100% ഗ്യാരണ്ടി തരാം. അഥവാ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ലെനി മാം ഞാൻ ഏറ്റെടുത്തോളാം. നിങ്ങളുടെ ഈ സൂമിൽ കണ്ട ഈ ഫോട്ടോ ആണ്. മറ്റുള്ള വീഡിയോ കോളിലൊക്കെ പോയി ഞാൻ ഉത്തരവാദി അല്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് കുറച്ച് മുന്നേ ഒരു പ്രശസ്ത ഒരു വ്യക്തിയുടെ പേര് ഞാൻ പറയുന്നില്ല, ലിജി മാം, അതായത് ഒരു വീഡിയോ വന്നു. അതിലൊരു മന്ത്രിസഭയൊക്കെ ഇളക്കി മറിച്ച ഒരു വ്യക്തിയാണ്. ആ ഒരു വീഡിയോ ഫുള്ള് ലീക്കായിട്ട് വീഡിയോ വന്നു. ഉസ്മാൻജി മലേഷ്യയിൽ നിന്ന് എനിക്ക് അയച്ചു തന്നു. ശ്രീ സാർ ഇത് കണ്ടു വെച്ചിട്ട്. അപ്പോഴാണ് ഞാൻ ഞെട്ടിയത്. അപ്പൊ ആ സ്ത്രീ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളിപ്പോ പലരും ഒരു ചാനലിൽ അഭിമുഖം കൊടുത്താണ്. നിങ്ങൾ എന്റേതാണെന്ന് പറയപ്പെടുന്ന വീഡിയോ ഒരുപാട് കണ്ടു കാണും. ആക്ച്വലി അത് മോർഫിംഗ് ആണ്. മോർഫിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് തല മാറ്റി ഒട്ടിച്ചതാണ്. ആ കാണുന്നതിൽ എന്റെ ശരീരം മാത്രം എന്റേതുള്ളൂ, തല എന്റേതല്ല.
തല എന്റേതല്ല, ബോഡി മാത്രമേ എന്റേതുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടോ, ആരും അങ്ങനെ പേടിക്കൊന്നും വേണ്ട. ഈ സൂമിന്ന് വളരെ പിക്സലിൽ കുറഞ്ഞ ഒരു വീഡിയോ പോലും എടുത്ത ഒരാൾ മോർഫ് ചെയ്യില്ല. ധൈര്യത്തിൽ ക്യാമറ ഓൺ ആക്കി വെക്കാം. അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ജസ്മി ഒരു 4-5 മാസം മുതൽ പിന്നെ എന്നും വീഡിയോ ഓണാക്കും. ധൈര്യമായല്ലോ, അത് ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് ഇത്രത്തോളം വീഡിയോ ഓണാക്കിയത്. വൺസ് അഗൈൻ ഇത്രയും വളരെ ഭംഗിയായിട്ട് പ്രൗഢ ഗംഭീരമായിട്ട് ഷെയർ ചെയ്ത് ജസ്മി വേടുന്ന ഒരുപാട് നന്ദി. അതോടൊപ്പം തന്നെ കുറച്ച് ഇന്ന് മൊത്തം എനിക്ക് തോന്നുന്നു വടക്കൻ കേരളം മൊത്തത്തിൽ അടക്കി ഭരിക്കുക എന്ന് തോന്നുന്നത്. കാരണം ഉടനെ അടുത്ത നേരെ കാസർഗോഡിക്കാണ് പോയതല്ലേ വെൽക്കം സ്പീച്ച്. വളരെ മനോഹരമായിട്ടുള്ള വെൽക്കം സ്പീച്ചിൽ ശ്രദ്ധിച്ച ഒരു കാര്യം, ഇത് നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കാര്യം കേട്ടോ. നമ്മൾ ഒറ്റയടിക്ക് വെൽക്കത്തിലേക്ക് പോകണ്ട. ഇത് നമ്മുടെ ലേണിങ്ങിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും, അയ്യോ ഞാൻ കഴിഞ്ഞ കുറെ കാലമായിട്ട് ചെയ്തതൊക്കെ വലിയ അബദ്ധമാണോ? അബദ്ധമല്ല, ഇതൊരു ലേണിംഗ് ആണ്. ലക്ഷ്മി മാം, താങ്ക് യു. വളരെ കുളിയൊക്കെ കഴിഞ്ഞ് മനോഹരമായിട്ട് വന്നിരിക്കുന്നുണ്ട് അല്ലെ? അത് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കും, വൈകുന്നേരങ്ങളിൽ ഈവനിങ്ങിൽ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന ആളെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ഇന്ന് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തോട്, ഞാൻ എപ്പോഴും ഒരു നോട്ട് പാഡ് കയ്യിൽ വെക്കാറുണ്ട് കേട്ടോ. നമ്മുടെ ഈ സെഷന് സ്ഥിരമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും നോട്ട് പാഡ് കീപ്പ് ചെയ്യാറുണ്ട്. അതിൽ കുറച്ച് പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ചാൽ നമുക്ക് പിന്നീടുള്ള എവിടെയെങ്കിലും നമ്മളൊരു പ്രോഗ്രാമിനൊക്കെ പ്രസന്റേഷന് വിളിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എടുത്ത് അടിക്കാൻ പറ്റും, കുറെ പോയിന്റ് കിട്ടും. അപ്പൊ ഞാൻ എടുത്തു വെച്ച പോയിന്റ് ശരി. ആക്ച്വലി വെൽക്കം സ്പീച്ച് പറയുന്ന വ്യക്തി ആ പ്രോഗ്രാമിലേക്ക് കിടക്കുന്നതിന് തൊട്ട് മുന്നേ എന്ത് പറയും? 2 വാക്ക് പ്രോഗ്രാമിനെ കുറിച്ച് ഇൻട്രോ പറയും. 2 വാക്ക്. ഈ പ്രോഗ്രാം എന്നുള്ള നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും നിങ്ങൾ സ്വാഗത പ്രസംഗനാണെങ്കിൽ ആ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അല്ല, വെൽക്കം സ്പീച്ച് പറയുന്നത് ഈ പ്രോഗ്രാമിനെ കുറിച്ച് അറിയുന്ന ആളെ വിളിക്കില്ല, അല്ലാതെ വഴിയിലൂടെ പോണ ആളെ വിളിക്കില്ല. അപ്പൊ വെൽക്കം സ്പീച്ച് പറയുന്ന ആള് ഈ പ്രോഗ്രാമിനെ കുറിച്ച് 2-3 കാര്യങ്ങൾ, ഇതിന്റെ ഉദ്ദേശശുദ്ധി, ഒബ്ജക്റ്റീവ് പറയും, ഇൻസ്ട്രക്ഷൻ അയ്യോ കുഞ്ഞത് ഉൾപ്പെടുത്തും. അപ്പൊ ഇത്ര കാര്യം ഉൾപ്പെടുത്തി പറയുമ്പോൾ ഈ പ്രോഗ്രാം കടമെടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ സ്പീക്കറോ അല്ലെങ്കിൽ അധ്യക്ഷനോ ഉദ്ഘാടകനോ മറ്റ് ആരായിക്കോട്ടെ, കീനോട്ട് സ്പീക്കറോ മുഖ്യ അധ്യക്ഷനോ ആരെങ്കിലും ആയിക്കോട്ടെ, അവർ ഈ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ് സംസാരിക്കുക. അപ്പൊ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് ആയിരിക്കണം നമ്മുടെ വെൽക്കം സ്പീച്ചിൽ തുടക്കത്തിലുള്ളത്. വെൽക്കം സ്പീച്ച് പരമാവധി ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് അപ്പുറം പോണ്ടാട്ടോ, അത്ര ആവശ്യമുള്ളൂ. നമ്മുടെ ഉദ്ദേശം എന്നുള്ളത് വെൽക്കം പറയുക എന്നുള്ളതാണ്. ഈ പലരും ഞാൻ കണ്ടിട്ടുണ്ട്, ഈ വെൽക്കം സ്പീച്ച് വന്നിട്ട് ട്രെയിനിങ് ഒക്കെ എടുത്തുകളെ, വെൽക്കം എന്തിനാണ് വിളിച്ചത്, പിന്നെ ട്രെയിനറിലേക്ക് പിന്നെ ഞാൻ എന്തിനാ വന്നെന്നുള്ളത്. ഏറ്റവും വലിയ ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഒരു മുഖ്യമന്ത്രി ഒരു പ്രഗത്ഭനായ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം ചിരിക്കാത്തൊരു മുഖ്യമന്ത്രിയായിരുന്നു. ആളാരെന്ന് പറയുന്നില്ല ശിവസേട്ടാ. പുള്ളി കണ്ണൂർ ഒരു പ്രോഗ്രാമിന് പോയി. അപ്പൊ വെൽക്കം സ്പീച്ച് പറയുന്ന ആള് കണാരൻ വന്നിട്ട് വെൽക്കം സ്പീച്ച് ഒരു 20 മിനിറ്റിന് മുകളിലെടുത്ത് വെൽക്കം പറഞ്ഞു. അപ്പോ ഉദ്ഘാടനം വിളിച്ചു, മീൻസ് ഉദ്ഘാടനം മുഖ്യമന്ത്രി ചെയ്യുന്നു. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു, ഇനി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയില്ല, എല്ലാം കണാരൻ പറഞ്ഞ പോലെ തന്നെ. കാരണം കണാരന്റെ ഉദ്ദേശം എന്താ, വെൽക്കം പറയാം. പക്ഷെ കണാരൻ കിട്ടിയ ചാൻസ് കണാരൻ തകർത്ത് കളഞ്ഞ്. വെൽക്കം സ്പീച്ച് എന്നുള്ളത് ഷോർട്ട് ആയിരിക്കണം, പക്ഷെ അതിലെല്ലാം വേണം ചെയ്യണം. ഈ പ്രോഗ്രാമിനെ കുറിച്ച് കുറച്ച് അതിന് സംക്ഷിപ്ത രൂപം ഉൾപ്പെടുത്താം. ഇപ്പൊ ശ്രീജ മേഡം പറഞ്ഞു അല്ലേ, ഞാൻ തന്നെ മറന്നുപോയി, ഏത് മാസമായിരുന്നു ശ്രീജ മേഡം നമ്മൾ പ്രോഗ്രാം തുടങ്ങിയത്? മെയ് 17-ാം തീയതിയാണ് സാർ, 2 മാസമായി. എക്സലന്റ്. മെയ് 17-ാം തീയതി. ദാറ്റ് ഈസ്, അതാണ് ഒരാളുടെ ഡാറ്റ കളക്ഷൻ. നമ്മുടെ ഡാറ്റ വെച്ച് പറയുമ്പോൾ ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കൃത്യമായിരിക്കും. അപ്പൊ പറയും, ഓ ഇപ്പൊ എനിക്ക് തന്നെ വാ ഫാക്ടർ ക്രിയേറ്റ് ചെയ്തില്ലേ, ശ്രീജാമേഡ് ഇതൊക്കെ ഓർത്തിരിക്കുന്നില്ല, സത്യം ഞാൻ തന്നെ മറന്നു പോയിക്കണം. ഓക്കെ, എക്സലന്റ് ശ്രീജാമൻ, വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മൾ 2 കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഒന്ന് നമ്മുടെ അൻസാറേ, സന്തോഷം നിങ്ങളുടെ സാന്നിധ്യത്തിന്. അതായത് ഇന്നത്തെ സെഷൻ നമ്മൾ 2 കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത്. ഒന്ന്, നമ്മുടെ റൂട്ടീനായിട്ടുള്ള പ്രോഗ്രാം നടന്നു പോകും. ഞങ്ങൾ ഇതിൽ വന്ന് കുറച്ച് പുതുമുഖങ്ങളെ കാണുന്നുണ്ട്. അപ്പൊ പുതുമുഖങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറയുകയാണ്, നമ്മുടെ വെൽക്കം സ്പീച്ച് പറഞ്ഞ സംഗതി തന്നെയാണ്. എല്ലാ പ്രതിവാരത്തിലും എല്ലാ ബുധനാഴ്ചയും നമ്മൾ ഒരു പ്രോഗ്രാം നടത്തും. എല്ലാ ബുധനാഴ്ചയും പ്രോഗ്രാം നടത്തും. ആ ഒരു പ്രോഗ്രാമിൽ നമുക്ക് സെൽഫ് ഇംപ്രൂവ്മെന്റ് ആണ്. അതോടൊപ്പം കോഫി ടോക്ക് എന്നുള്ള നമ്മളെ മെയിൻ ഗ്രൂപ്പിൽ ഒരു അരമണിക്കൂർ നമ്മളെ 1000-ഓളം അടുത്ത സെഷനായി, 1000-ഓളം ഉള്ള സെഷനായി അത്. അപ്പൊ അതിൽ നമ്മൾ എല്ലാ സാറ്റർഡേ ആണ് പ്രോഗ്രാം നടത്താറ്. ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നങ്ങളുടെ മാത്രം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാറുള്ളൂ. കഴിഞ്ഞ സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു ഒരു യാത്ര ഉണ്ടാകാരം ചെയ്യാൻ സാധിച്ചില്ല. ഈ സാറ്റർഡേ നമുക്ക് ചെയ്യാം. അപ്പൊ അതിൽ നിന്നും എടുത്തിട്ടുള്ള കുറച്ച് ആളുകൾക്ക് കുറച്ചും കൂടി വർക്ക്ഔട്ട് ചെയ്യണമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് 2 കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, നമ്മുടെ സാധാരണ രീതിയിൽ പ്രോഗ്രാം കൊണ്ടുപോകും. കാരണം ഈ ഒരു പ്രോഗ്രാം ഈ ഈവനിങ് എന്നുള്ള സമയം തിരഞ്ഞെടുക്കാൻ കാരണം എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കും, കുറച്ച് ആളുകൾ വർക്ക് ചെയ്യുക, കുറെ ആളുകൾ സംസാരിക്കുക, അങ്ങനെ ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈവനിങ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗവാക്കാകാൻ ആഗ്രഹിക്കുന്നവർക്ക് അമ്പിളി മേഡം അല്ലെങ്കിൽ ഉസ്മാൻജി ലൈനിലുണ്ടോ, നമ്മുടെ സ്പീക്ക് വിത്ത് കോൺഫിഡൻസിന്റെ ലിങ്ക് കൊടുക്കാം. ആ ലിങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ
ലിങ്ക് കിട്ടിയേക്ക് എല്ലാവരും അമ്പിളി മാം ഇട്ടുണ്ട്. ഒറ്റ കാര്യം അതിൽ ക്ലിക്ക് ചെയ്യുന്ന കാര്യം ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. ആ ലിങ്കിൽ കയറുന്നതിനെക്കാട്ടി മുന്നേ ഞാൻ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ കേട്ടതിന് ശേഷം മാത്രം കയറിയാൽ മതി. അതിൽ വന്നാൽ പണി എടുക്കേണ്ടി വരും. ചുമ്മാ വെറുതെ മറ്റുള്ളവരൊക്കെ എന്താ പറഞ്ഞാൽ കേട്ടിരിക്കാന്ന് പറഞ്ഞാൽ നടക്കൂല. അത് പിടിച്ച് അമ്പിളി മാഡം ഒക്കെ ഒരു കോർഡിനേറ്റേഴ്സ് കുറച്ച് പേരുടെ അടുത്ത് പുറത്തേക്ക് ഇടും. എല്ലാ ദിവസവും നമുക്കതിൽ വർക്കൗട്ട് ഉണ്ടാവും. വർക്കൗട്ട് എന്താന്ന് ഇവിടെ ഓൾറെഡി ഇനി വരുന്ന ബാക്കിയുള്ളവർ പറയട്ടെ, ഞാൻ പറയുന്നില്ല. അപ്പോൾ അതിന് അതായത് നമുക്ക് സ്വയം ഒരു മാറ്റം വേണം. ആ മാറ്റത്തിൽ ഞാൻ തയ്യാറാണ് എന്ന് കരുതുന്നവർക്ക് ആ ലിങ്കിൽ ജോയിൻ ചെയ്യാം. ഒരു വലിയ സൗഹൃദ കൂട്ടായ്മ തന്നെയാണ്. കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ നമുക്ക് അതിൽ, എല്ലാവരും ഉണ്ടാവില്ല, കുറച്ച് പേരുണ്ടാവുള്ളൂ. അപ്പൊ ആ ഒരു സംഗതി ഇഷ്ടപ്പെടുന്നവർക്കും സെൽഫ് ഇംപ്രൂവ്മെന്റ്, ഇന്ന് ഇതിൽ 4 പേര് അവരുടെ ടോപ്പിക്ക് കഴിഞ്ഞ ആഴ്ച കൊടുത്തത് അത് ഇവിടെ ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് വർക്കൗട്ട് നടക്കുന്നവരാണ്. നമ്മൾ ജിമ്മിൽ പോണ പോലെ, ജിമ്മിൽ പോയി സാറേ മസിലൊന്നും വയ്ക്കുന്നില്ല, 2 മാസമായി പോയിട്ട് എന്താ ചെയ്യുന്നത്, അല്ല ജിമ്മിൽ അഡ്മിഷൻ എടുത്ത് പോയിട്ടുണ്ട്, ഞാനിന്ന് അവിടെ പോവും, അവിടെ പോയിട്ട് മറ്റുള്ളവരൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന കണ്ടിരിക്കും. ജിഷാമയും അത് നടക്കൂല. ജിമ്മിൽ പോകണം, എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. വർക്ക് ചെയ്ത് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, യെസ്, താങ്ക് യു. മോട്ടോറോള പ്ലീസ് ചേഞ്ച് യുവർ നെയിം. ഓക്കെ നമ്മളെ ഇവിടുത്തെ നിർദ്ദേശം മോട്ടോറോള എഡ്ജിലെ. ഓക്കെ, നമ്മൾ ആ ഒരു ബ്രാൻഡിന്റെ പേര് എന്തെങ്കിലും ആയിരിക്കും. യെസ്, പേര് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കുമായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, നമ്മൾ 25 പേര്, നമ്മൾ 20 പേരായിരുന്നു നമ്മളൊരു കോറം എല്ലാ ദിവസവും നമ്മൾ കൊണ്ടുപോകാറ്. 19, 20 ആ ഒരു അത്ര ആളുകൾ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആണ്. കഴിഞ്ഞ ഇതിപ്പോ എത്രാമത്തെ എപ്പിസോഡായി നമ്മുടെ ഈ സെഷൻ? എട്ട് ഇത് 9ാമത്തെയാണ്. ഇന്ന് 9ാമത്തെ, 9ാമത്തെ ആഴ്ചയില്ലേ? വെരി റൈറ്റ്. ഓക്കെ. അപ്പോ ഇന്ന് ആദ്യം നമുക്കൊരു പ്രസന്റേഷൻ ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാം, നമുക്കിത് മിക്സ് ചെയ്ത് പോകാം. അതായിരിക്കും അതിന്റെ ഭംഗി. അതായത് ഈ ഒരു കാര്യത്തെ കുറിച്ച് പ്രസന്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ ആദ്യം നമുക്കൊരു പ്രസന്റേഷൻ കണ്ടതിന് ശേഷം ഞാൻ തിരിച്ചു വരാം. ഇന്ന് ആദ്യം ആരാണ് ജസ്മി മാം പ്രസന്റ് ചെയ്യുന്നത്? ഷെയർ എല്ലാവരും അറിഞ്ഞിരിക്കണം. ആരാ? ലിനി മാഡത്തെ വിളിച്ചോളൂ. എന്നെ കൊണ്ട് തന്നെയാണോ തേങ്ങ ഉടപ്പിക്കുന്നത്? തേങ്ങ ഉടക്കി സ്വാമി, നിങ്ങൾ ആദ്യം. അതെ, ഓക്കെ, തുടങ്ങാറായോ? പ്ലീസ് വെൽക്കം ലിനി മാം. താങ്ക് യു. ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും വൈകിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണോ ഇരിക്കുന്നത്? ആയിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ നമ്മുടെ പള്ളിക്കൂടം കഥകളും അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും സാഹസികതയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും ആരുടെ അടുത്തായിരിക്കും പറയുന്നത്? ഞാനാണെങ്കിൽ എൻ്റെ മക്കളുടെ അടുത്തായിരിക്കും പണ്ടത്തെ നമ്മുടെ ചെറുപ്പത്തിലെ, എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ കഥകളൊക്കെ പറയാറ്. അതുപോലെ ഞാൻ പലപ്പോഴും എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുള്ള ഞാൻ നടത്തിയ ഒരു സാഹസികത എന്ന് പറയാം. അതാണ് ഇവിടെയും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ വീട്ടിൽ 3 മക്കളായിരുന്നു ഞങ്ങൾ. അതിൽ ഏറ്റവും ഇളയതായിരുന്നു ഞാൻ. ഇളയതായിരുന്നുകൊണ്ട് തന്നെ കുറച്ച് ലാളനയും അതിലേറെ സ്വാതന്ത്ര്യവും ഒക്കെ അനുഭവിച്ച് വളർന്ന ആളാണ് ഞാൻ. ഞാൻ MA പഠിക്കുമ്പോൾ എൻ്റെ ബ്രദറിന് പോലീസിൽ ടെസ്റ്റ് പാസ്സായി ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടി കാത്തിരിക്കുക. അദ്ദേഹം അന്നേരം ഈ എക്സർസൈസ് ഒക്കെ ചെയ്യുന്നു, അതുപോലെ ഗ്രൗണ്ടിൽ ഓടാൻ പോകുന്നു, ഷോട്ട് പുട്ട് എറിഞ്ഞു പഠിക്കുന്നു. പിന്നെ ഈ റോപ്പ് ക്ലൈംബിങ്, നമ്മുടെ ഒരു മുറ്റത്ത് നിൽക്കുന്ന മരത്തെ കയറ് കെട്ടിയിട്ട് റോപ്പ് ക്ലൈംബിങ്. അപ്പൊ ടെസ്റ്റ് 5 എണ്ണം പാസ്സാകണമല്ലോ, അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ എപ്പോഴും ഞാൻ എൻ്റെ ബ്രദറിന്റെ ഒരു വാലാട്ടിയായിട്ട് കൂടെ കാണും. അപ്പൊ ഒരു ദിവസം എന്നോട് പറഞ്ഞു, നീ ഈ റോപ്പ് ക്ലൈംബിങ് ഒന്ന് പ്രാക്ടീസ് ചെയ്യും. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല. അപ്പം അദ്ദേഹം ഇതിന്റെ ഐഡിയ പറഞ്ഞു തന്നു. നമ്മുടെ ഈ ബോഡി വെയിറ്റ് ബാലൻസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ പിടിച്ചു കയറിയാൽ മതി. ഒത്തിരി പൊക്കത്തിലോട്ട് ഇങ്ങനെ കയറ് പിടിച്ചാൽ കയറാൻ പറ്റില്ല. ഒരു വെയിറ്റ് ബാലൻസ് ചെയ്ത് കയറിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഇദ്ദേഹത്തിനോടൊപ്പം പല ദിവസവും ഇങ്ങനെ റോപ്പ് ക്ലൈംബിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്തു. പുള്ളിക്കാരൻ ജോലി കിട്ടി അങ്ങ് പോയി. ഒരു ദിവസം എൻ്റെ അയൽവക്കത്തെ ഒരു ചേച്ചി വൈകിട്ട് എന്നെ വിളിക്കുക, എടീ ലെനിയെ ഇങ്ങോട്ടൊന്ന് ഓടി വന്നേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തു എന്തോ ആവശ്യം ഉണ്ടെന്ന് മനസ്സിലായി. ഞാൻ ഓടി ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, അവരുടെ വീട്ടിൽ കിണറിന് തമിരടിച്ചുകൊണ്ടിരിക്കുക, കാരണം വെള്ളം കുറഞ്ഞതുകൊണ്ട് വീണ്ടും കിണർ കുത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്നോട് പറഞ്ഞു, എടി നമുക്ക് ഈ കിണറ്റിലിറങ്ങി ഒന്ന് നോക്കാം, ഉറവക്കണ്ണുണ്ടോ എന്ന് നോക്കാം, എനിക്ക് 2 ദിവസമായിട്ട് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, ഉറവയുണ്ടോ എന്ന് നോക്കാഞ്ഞിട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെ ഇറങ്ങും, അവര് വട വിട്ടിട്ടുണ്ട്, നമുക്ക് ആ വടത്തെ കൂടെ ഇറങ്ങാന്ന് പറഞ്ഞു. ചേച്ചി ആള് ഒരു പുലിയാണ്. ചേച്ചി എന്നാ ചെയ്തു, ചേച്ചി ആദ്യം കയറെ പിടിച്ച് കിണറ്റിലോട്ട് ഇറങ്ങി.
അപ്പൊ നമ്മൾ റോപ്പ് ക്ലൈംബിങ് പ്രാക്ടീസ് ചെയ്ത് നിൽക്കുന്ന ആളല്ലേ, ഞാനും രണ്ടും കൽപ്പിച്ച് ഞാനും ചേച്ചിയുടെ പുറകെ ഇറങ്ങി. അങ്ങോട്ടുള്ള ഇറക്കം വളരെ ഷൂന്ന് പാരച്ചൂട്ടിൽ ഇറങ്ങുന്ന പോലെ നമ്മൾ കിണറ്റി ചെന്നപ്പോൾ അവിടെ അതിലും നല്ല അന്തരീക്ഷം, എയർ കണ്ടീഷനാണ്, നല്ല തണുപ്പ്. ഞങ്ങൾ അവിടെ കുറച്ചു നേരം വർത്താനം പറഞ്ഞു, ഉറവക്കണ്ണുണ്ടോ എന്ന് നോക്കി, ഉറവുണ്ട്, എല്ലാം സമാധാനമായി. ചേച്ചി പറഞ്ഞു ഇനി നീ ആദ്യം കയറും എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം കയറുവാണ്. നമ്മൾ പ്രാക്ടീസ് ഉണ്ടല്ലോ, ആ ഒരു ധൈര്യത്തിന് ഞാൻ കയറി വരുക. 7 കോൽ താഴ്ചയുള്ള ഒരു കിണറാണ്. പിടിച്ച് നമ്മളെ ബ്രദർ പറഞ്ഞു തന്നിട്ടുള്ള ആ സിസ്റ്റം അനുസരിച്ച് തന്നെ ഞാൻ കയറി വരുക. ലാസ്റ്റ് ഒരാൾ പൊക്കവും കൂടെ ഉള്ളൂ. അവിടം വരെ വന്നു. പക്ഷേ എന്തായിരിക്കും സംഭവിച്ചത്? പക്ഷേ എനിക്ക്, നിങ്ങൾ ഉദ്ദേശിച്ചതല്ല, നിങ്ങൾ ചിലപ്പോൾ ഓർത്ത് കാണും കയറ് പൊട്ടിപ്പോയെന്ന്. കയറൊന്നും പൊട്ടിയിട്ടില്ല. പക്ഷെ എനിക്ക് പറ്റിയത്, ഈ കിണറിന്റെ വക്ക് നമ്മൾ ഒരാൾ പൊക്കത്തോളം സിമെന്റ് ഇട്ട് ശരിയാക്കുമല്ലോ. അപ്പൊ ഈ കിണറിന്റെ ഈ തൂണിന്റെ താഴെ ഭാഗത്താണ് ഈ കയറ് കിടക്കുന്നത്. അപ്പൊ ഇവിടം വരെ വരുമ്പോഴത്തേനും നമുക്ക് ഇങ്ങോട്ട് കടക്കണമെങ്കിൽ ഈ കയറ് ഇച്ചിരി മുകളിലാണെങ്കിൽ നമുക്ക് ഈസിയാണ് ഇങ്ങോട്ട് കടക്കാൻ. പോരാത്തന്നെ എനിക്ക് അധികം ഹൈറ്റ് ഇല്ലാത്ത ആളാണ് ഞാൻ. അവിടം വരെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്ത് ചെയ്താ ഇപ്പുറത്തോട്ട് കടക്കാൻ പറ്റുന്നില്ല. ആരെ വിളിക്കാൻ പറ്റില്ല, ദൈവത്തെ മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. ആൾക്കാർ വന്നവരല്ലേ ഇവർക്ക് ഇത് എന്ത് എന്ന്. മനസ്സറിഞ്ഞ് ദൈവത്തെ ഞാൻ അങ്ങനെ പറഞ്ഞു. ദൈവം പറഞ്ഞു, ഈ പ്രാവശ്യം നിന്നെ ഞാൻ ഇപ്പുറത്തിടാം, ഇനി മേലാൽ ഇത് കൂട്ട് പരിപാടിക്ക് പോയേക്കരുത്. അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു ധാരണയായി. ഞാൻ പറഞ്ഞു ഇനി മേലാലില്ല, ഈ പ്രാവശ്യം എന്നെ ഒന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞു. ദൈവം എന്നെ എടുത്തിട്ടതാണോ എങ്ങനെയാന്ന് നടത്തില്ല. അടുത്ത ഞാൻ ട്രൈ ചെയ്തപ്പോഴും ഞാൻ നേരെ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ആരോടും ഇതും പറഞ്ഞിട്ടില്ല ഇത്രയും പേടിച്ചു എന്നുള്ളത്. കാരണം അവസാനം വന്നപ്പോ കുറെ തുഴഞ്ഞു, എനിക്ക് കയറാൻ പറ്റുന്നില്ല. കൈവിട്ടു പോയ ആഴ്ചയിലോട്ട് ഞാൻ പോകും. പക്ഷെ ദൈവം അനുഗ്രഹിച്ച് അന്ന് ഞാൻ കയറി. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ ഈ വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചേച്ചി വാങ്ങിച്ചു. അപ്പൊ കിണർ തേകാൻ ആൾ വേണം. എല്ലാരെയും അന്വേഷിച്ചിട്ടും കിണർ തേകാൻ ആളെ കിട്ടുന്നില്ല. അപ്പൊ എൻ്റെ ചേച്ചി എന്നോട് പറയാ, എടി ഞാൻ മോട്ടർ അടിച്ച് വെള്ളമെല്ലാം പറ്റിച്ചു തരാം, നീ പണ്ട് ഇറങ്ങിയിട്ടുള്ളതല്ലേ, നീ ഒന്ന് ഇറങ്ങിയിട്ട് ഈ ചെളിയൊക്കെ ഒന്ന് കോരുത്താ, എനിക്ക് പറയാവോ ഞാൻ അന്ന് ഇങ്ങനെയാന്നുള്ളത്. ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ തന്നെ ഇറങ്ങത്തില്ല, അതിൻ്റെ അടി വല്ല പാമ്പും ഉണ്ടെങ്കിൽ എനിക്ക് പേടിയാവും എന്ന് പറഞ്ഞ് ഞാൻ തടി തപ്പി. അപ്പൊ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു സംഭവമായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്ന ഇതാണ്. അന്ന് ശരിക്കും റോപ്പ് ക്ലൈംബിങ് എന്താണെന്നും അതെല്ലാം മനസ്സിലായി, പേടിക്കുകയും ചെയ്തു. എന്നാൽ ഞാൻ കണ്ടിൽ ഇറങ്ങിയതിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം സാധാരണ പെമ്പിള്ളേര് ശ്രമിക്കാത്ത ഒരു മേഖലയാണ്. ഇതാണ് എനിക്ക് നിങ്ങളോട് എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു സംഭവമായിട്ട് പറയാനുള്ളത്. താങ്ക് യു. ഓക്കെ, താങ്ക് യു ലെനി മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു. വളരെ നർമ്മത്തിലൂടെ, എന്നാൽ നമ്മൾക്കൊരു കേട്ടിരിക്കാൻ ഒരു കൗതുകം. എൻ്റെ അമ്മോ, നജില മേഡൊക്കെ പൂവുകളും പുഷ്പങ്ങളൊക്കെ ഇട്ടിങ്ങനെ കയറി പൊട്ടിക്കുക. ഓക്കെ, എക്സലന്റ്. താങ്ക് യു സോ മച്ച്. വളരെ ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്തു അല്ലേ. ശരിക്കും നമ്മുടെ മുന്നിൽ ഈ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും ഒരു വിഷ്വലൈസ് ചെയ്ത് പറഞ്ഞാൽ കുറച്ച് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും അല്ലേ ലെനി മാം? അപ്പൊ ഈ കിണറിലൂടെ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ കൈ പിടിച്ച് ഇറങ്ങി പോയി എന്ന് പറയുമ്പോഴും കാരണം ആളുകൾക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കാൻ പറ്റും. ഓക്കെ, എക്സലന്റ്, വെരി ഗുഡ്. ഇതിനെക്കുറിച്ച് നമുക്ക് ഒരാൾക്കൊരു റിവ്യൂ പറയാം. ഇതിന് കിട്ടിയ പോസിറ്റീവ് ആരാണ് പറയുന്നത്? ചാടി എടുത്തോളാം കേട്ടോ, ഓപ്പർച്യൂണിറ്റി. ഇതിനെക്കുറിച്ച് റിവ്യൂ, പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂ ആരാ പറയുന്നു? യെസ്, ആരാണ്? പേര് പറയാതെ ഓപ്പൺ ആയിട്ട് എന്താ പേര് പറയുമ്പോൾ പ്രശ്നം? നമ്മൾ ആരാദ്യം വണ്ടി എടുക്കും പ്രശ്നമാണ്. ട്രാഫിക്കിലൊക്കെ വണ്ടി നിർത്തിയ പോലെ ആരാദ്യം എടുക്കണം? 4 ഭാഗത്ത് വണ്ടികൾ വരിക. യെസ്, ആരാ പറയുന്ന ഇപ്പൊ കേട്ടതിനെ കുറിച്ച്? നജില മാം പറഞ്ഞോളൂ, അൺമ്യൂട്ട് ചെയ്തതല്ലേ? ഞാനാണ്. ഓ, ലെനി ചേച്ചി ഇതല്ല ഇതിന്റെ അപ്പുറവും ചെയ്യുമെന്നുള്ള ഞങ്ങൾക്കറിയാം. ഏതായാലും ആ ഒരു സന്ദർഭത്തിൽ ലെനി ചേച്ചി അതിന് പുറത്ത് ചാടിയല്ലോ, അത് തന്നെ വലിയ കാര്യം. എന്തായാലും നല്ലൊരു സൂപ്പർ സെഷൻ ആയിരുന്നു ലെനി ചേച്ചിയുടെ ഒരു മറക്കാനാവാത്ത അനുഭവം എന്ന് പറയുന്നത്. വളരെ നല്ല സെഷൻ ആയിരുന്നു ലെനി ചേച്ചി. താങ്ക് യു സോ മച്ച്. നല്ല സെഷൻ ആയിരുന്നു. എന്തൊക്കെ കിട്ടിയെന്ന് പറയും പോയിന്റ് ആയിട്ട്? ഓ, അതിൽ എന്തൊക്കെ പോയിന്റുകൾ കിട്ടി? നമുക്ക് എന്തൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു? പോയിന്റുകൾ കിട്ടിയെന്ന് പറഞ്ഞാൽ എന്താണ്, ലെനി ചേച്ചി ശരിക്കും ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് ലെനി ചേച്ചി പുറത്തു കടന്നു.
അത് ലെനി ചേച്ചിയുടെ ഒരു എന്താണ് എല്ലാവരും ചിലപ്പോൾ അതിൽ നിന്ന് പുറത്ത് കടക്കണമെന്നൊന്നും ഇല്ലത്. ആ മനസ്സിന്റെ ഒരു കട്ടിയും ആ സമയത്ത് ലെനി ചേച്ചി കാണിച്ച ഒരു ആത്മധൈര്യം അതൊക്കെ തന്നെ. പിന്നെ ഒരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹം അതുകൂടെ പറയണം നമുക്ക്. എന്നാലും അത് തന്നെയാണ് ലെനി ചേച്ചിയുടെ ആ മനസ്സ് തന്നെയാണത്, ആ സമയത്തെ അതിജീവിക്കുക എന്നുള്ളത്. അതാണ്. പിന്നെ കരാറിലെ കരാറ് ലംഘിക്കാതിരിക്കുക അല്ലെ? ദൈവമായിട്ടുള്ള രണ്ടാമട്ടം കാറാത്തിന്റെ കരാർ ലംഘിച്ചിട്ടില്ല. ഓക്കെ, ഇനിയില്ല. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്, എക്സലന്റ് ലെനി മാഡം, എക്സലന്റ്. താങ്ക് യു. ഇനിയിപ്പോ ലെനി മാഡത്തിന് അടുത്തൊരു പ്രസന്റേഷൻ വരുമ്പോ അതിൽ കുറച്ചും കൂടി നമുക്ക് വിഷ്വൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചേർക്കാം. വിഷ്വൽ, അതായത് ഓഡിയൻസിന്റെ മനസ്സിൽ ഒരു വിഷ്വലൈസേഷൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കിണറിലേക്ക് ഞാൻ ഇറങ്ങിപ്പോയി. എനിക്ക് ടൈം ശ്രദ്ധിക്കാൻ പറ്റിയില്ല സാറേ, അല്ലെങ്കിൽ സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇച്ചിരി ഇതാക്കിയാണ്. പക്ഷെ എനിക്ക് സമയം ശ്രദ്ധിക്കാൻ പറ്റില്ല. പെട്ടെന്ന് എന്നോട് പറഞ്ഞപ്പോ എനിക്ക് സമയം ഇവിടെ ടൈം എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല പെട്ടെന്ന്. അപ്പൊ എത്ര മിനിറ്റ് ആയി എന്ന് എനിക്കൊരു ഡൗട്ട് ഇന്ന്. അതുകൊണ്ട് ഞാൻ ആണോ? കുഴപ്പമില്ല, നോ പ്രോബ്ലം, കുഴപ്പമില്ല. ശിവദാസേട്ടൻ കൃത്യമായി നോക്കിയിട്ടില്ല. ശിവദാസേട്ടാ എത്ര സമയം എടുത്തു? 8:28 മുതൽ 8:33 വരെ കറക്റ്റ് 5 മിനിറ്റ്. 5 മിനിറ്റ്. ഓ വെരി ഗുഡ് 5 മിനിറ്റ് ധാരാളം. അപ്പൊ നമുക്ക് ഇത്തരത്തിലുള്ള സ്പീച്ചുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ടൈം എന്നുള്ള വലിയൊരു ഘടകമാണ്. കാരണം നമ്മൾക്ക് എവിടെയെങ്കിലും സദസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കണം എത്ര മിനിറ്റ് എടുക്കാം. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ്. അപ്പൊ 10 മിനിറ്റ് 15-നുള്ളിൽ നമ്മൾ അത് തീർക്കണം. അത് 10 മിനിറ്റ് തന്നാൽ അരമണിക്കൂർ സംസാരിച്ച് എന്താവും, ബാക്കിയുള്ളവർക്ക് അവസരം നഷ്ടപ്പെടും. അപ്പൊ ലിനി മാം ഇന്ന് വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു. എക്സലന്റ്, വളരെ പ്രൗഡായിട്ട് നന്നായിട്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. റൈറ്റ്, യെസ്. അപ്പൊ നമ്മളിനിപ്പോ ഈ 26-ന് പ്രോഗ്രാം നടക്കുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഇതിൽ ഒരുപാട് പേര് ആ പ്രോഗ്രാമിന് വരുന്നുണ്ട്. അപ്പൊ ആ പ്രോഗ്രാമിന് വരുമ്പോ എന്ത് നമുക്ക് ലഭിക്കും? പലരും ചോദിച്ചിട്ടുണ്ട്, തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ലഭിക്കും? തലേ ദിവസം വരുന്നവർക്ക് തൃശ്ശൂർ പൂരം നടക്കുന്ന നഗരിയൊക്കെ കാണാം. നമ്മുടെ രാധാകൃഷ്ണ സാറൊക്കെ ഉൾപ്പെടെ തൊട്ടടുത്താണ് അതിന്റെ, ഏകദേശം ചെറിയ ഡിസ്റ്റൻസിലാണ് അദ്ദേഹത്തിന്റെ വീട്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്കല്ല ഞാൻ വിളിക്കുന്നത്, അദ്ദേഹം ആകെ ഇതാകും, ഇനിയിപ്പോ എല്ലാരും കൂടി എന്റെ വീട്ടിലേക്ക് വരും എന്നുള്ളത് പുള്ളിയെ സംബന്ധിച്ച് സന്തോഷം. ഏതാ 30 കിലോമീറ്റർ 30 കിലോമീറ്റർ അല്ലേ? ഓക്കെ. ഇനി അതിന് നീളം ഇനി അതിന് 26-ാം തീയതി ആകുമ്പോൾ നീളം കൂടാൻ ഞാൻ ഭാഗ്യം, 3 നീളം കൂടാതിരുന്നാ മതി. ഓക്കെ. അല്ല സാറ് തൊട്ടടുത്തൊക്കെ പറയുമ്പോഴേ അല്ല, മറ്റുള്ളവരൊക്കെ വെച്ച് നോക്കുമ്പോഴേ ഇപ്പൊ നമ്മളെ ഇപ്പൊ ജില്ല വരുന്നത് മറ്റേ കോട്ടയം, ആലപ്പുഴ, കാസർഗോഡ് എന്നൊക്കെ ഉള്ളവരൊക്കെ വെച്ച് നോക്കുമ്പോ കുറച്ച് അടുത്താന്നുള്ള ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോ നമ്മുടെ ഈ സ്പീക്ക് വിത്ത് കോൺഫിഡൻസ് എന്നുള്ള പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് നമ്മൾ ആ പ്രോഗ്രാമിന് വരുന്നതിനെക്കാട്ടി മുന്നേ നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്താൽ നമുക്ക് എന്ത് ലഭിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളുടെ ശബ്ദത്തിന് ശക്തി ലഭിക്കുമെന്നതാണ്. നിങ്ങളുടെ ശബ്ദത്തിന് തീർച്ചയായിട്ടും രാവിലെ വരുന്ന ആ ഒരു ശബ്ദമാകില്ല അവിടുന്ന് വൈകിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങളുടെ ശബ്ദത്തിന് ശക്തി ലഭിക്കും. വ്യക്തമായും ആത്മവിശ്വാസത്തോടും കൂടിയിട്ട് നമുക്ക് സംസാരിക്കാൻ പഠിക്കും. നമ്മൾ വളരെ വ്യക്തമായിട്ടും ആത്മവിശ്വാസം നിറഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് സംസാരിക്കാൻ നമ്മൾ പഠിക്കും. സംസാരത്തിന്റെ മടിയും ഭയവും നമുക്ക് മാറുമെന്നുള്ളതാണ്. പൊതുവെ നമ്മൾ പ്രശ്നമുണ്ടല്ലോ, സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അയ്യോ മറ്റുള്ളവർക്ക് എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, അതാ പറഞ്ഞാൽ സീനാവോ. ഇതൊക്കെ ഓവർ കോൺഫിഡൻസ് ആണെങ്കിലോ ചിലർ കത്തിച്ച് കയറും. അവസാനം പറയും അയ്യോ ഞാൻ പറഞ്ഞതൊക്കെ വലിയ അബദ്ധമായില്ലേ, ഞാൻ ഇത്രയൊന്നും പറയേണ്ടിയില്ല. അങ്ങനെ പല ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടാവും നമുക്ക് പലപ്പോഴും. അപ്പൊ അത്തരത്തിലുള്ള ആളുകളൊക്കെ മാറും. അതോടൊപ്പം തന്നെ ആളുകളുടെ മുന്നിൽ നിൽക്കാനുള്ള ധൈര്യം വർദ്ധിക്കും. ഇപ്പൊ ഈ സൂമില് വെച്ചുള്ള കത്തിക്കലൊക്കെ അന്ന് കണ്ടാൽ മതി എന്ന് ഞാൻ മാത്രമേ പറയുന്നുള്ളൂ. സൂമിലൊക്കെ വെച്ച് എല്ലാം തകർക്കുകയാണ്. ശിവസേട്ടാ, ഇതിനെ കത്തിക്കല ഊർജ്ജം അന്ന് കണ്ടാൽ മതി എന്ന് മാത്രമുള്ളൊരു കാര്യം മാത്രമേ എനിക്കുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം എന്നുള്ളത്, സ്റ്റേജ് ഫിയറിനെ മറികടക്കാൻ നമുക്ക് സാധിക്കും. കൃത്യമായിട്ടുള്ള സ്റ്റേജ് ഫിയർ ഇതിൽ അത്ര ഒന്നുമില്ല, ഓൾമോസ്റ്റ് സൂമിലൂടെ മാത്രമേ നമ്മൾ പലരും കണ്ടിട്ടുള്ളൂ. സ്റ്റേജ് ഫിയറിനെ നമുക്ക് മറികടക്കാൻ സാധിക്കും. ടെൻഷൻ നിയന്ത്രിക്കുന്ന കുറച്ച് മാർഗങ്ങൾ നമ്മൾ പഠിക്കും. എങ്ങനെയായിരിക്കും ടെൻഷൻ മറികടക്കാം? പൊതുവെ എല്ലാവർക്കും ഒരു സംഗതി എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു 30 സെക്കൻഡ് 30 സെക്കൻഡ് മാത്രമേ ഉള്ളൂ നമുക്കൊരു ഭയം എന്നുള്ളത്. ഈ ഭയത്തെ ഓവർകം ചെയ്യാം. അപ്പൊ ലിനി മാഡം പറഞ്ഞു ആദ്യം തന്നെ ഞാൻ വേണമെന്നുള്ളത്. പിന്നെ ആദ്യത്തെ 30 സെക്കൻഡിനെ കൃത്യമായിട്ട് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നിർത്താൻ പറ്റില്ല. പിന്നെ മറ്റുള്ളവർ പിടിച്ചുകൊണ്ട് ആവേശം കൊണ്ട് നിർത്തണം അല്ലെ? നമ്മൾ കുറെ വീഡിയോസ് ഒക്കെ മുന്നേ കണ്ടു കഴിഞ്ഞതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു 30 സെക്കൻഡ് ഓവർകം ചെയ്യാനുള്ള കുറച്ച് ടൂൾസ് കിട്ടും. മൂന്നാമതായിട്ട് അതിൽ വരുന്ന അടുത്തൊരു കാര്യം, തെറ്റുപറ്റിയാലും ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകാൻ
നമുക്ക് കിട്ടുന്ന കുറച്ച് രീതികളുണ്ട്. അതായത് നമ്മൾ കാര്യം പറയുമ്പോൾ തെറ്റുപറ്റി, പക്ഷെ തെറ്റ് പറ്റിയാലും ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകുന്ന കുറച്ച് രീതികൾ നമുക്ക് ലഭ്യമാകും. മൂന്നാമതൊരു മെയിൻ പോയിന്റ് എന്നുള്ളത് കോൺഫിഡൻസ് നമുക്ക് എന്ത് ചെയ്യും വളർത്തുന്ന ശീലങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പോസിറ്റീവ് സെൽഫ് ടോക്ക്, പോസിറ്റീവ് സെൽഫ് ടോക്ക് എന്ന് ഉദ്ദേശിച്ചത് ബോഡി ലാംഗ്വേജ്, ഐ കോണ്ടാക്ട്, സ്മൈലിന്റെ പവർ വർദ്ധിപ്പിക്കാൻ പറ്റും. വോയിസ് കൺട്രോൾ, ശബ്ദത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ശബ്ദം ഞാൻ പറയാറുണ്ട്, എപ്പോഴും നമ്മുടെ ശബ്ദം എന്നുള്ളത് സ്പീച്ചിലായാലും ഒരേ ടോണിൽ സംസാരിക്കരുത്. സംസാരം പലപ്പോഴും ആരോഹണ അവരോഹണ ആയിരിക്കണം. കയറ്റമിറക്കം വേണം. ആവശ്യം കയറേണ്ട വാക്കുകൾ കയറ്റി എംബസിസ് ഊന്നി പറയാന്നുള്ള അറിയാം. എംബസിസ് എന്ന് പറയാം, ഊന്നി പറയുക. ആരോഹണ അവരോഹണ രീതിയിൽ നമുക്ക് സംസാരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആളുകൾ നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യും വരും നമ്മളെ കയ്യിലെടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ പ്രാക്ടീസ് കുറച്ച് ടെക്നിക്സുകൾ നമുക്ക് കിട്ടും. ടെക്നിക്സ് അത് നമുക്ക് സൂമിലൂടെ ആകുമ്പോൾ പബ്ലിക് സ്പീക്കിംഗ് ഒരു പരിധിയുണ്ട്, റൈറ്റ്. പിന്നെ നമുക്ക് നാലാമതൊരു പോയിന്റ് എന്നുള്ളത് പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് ലഭിക്കും. പബ്ലിക് സ്പീക്കിങ്ങിന്റെ സ്കിൽ ലഭിക്കും. എങ്ങനെ ഒരു പ്രസംഗം തയ്യാറാക്കാം, ഓഡിയൻസിനെ ആകർഷിക്കുന്ന ഓപ്പണിംഗ് നമുക്ക് എങ്ങനെ നടത്താൻ പറ്റും, സ്റ്റോറികൾ, എക്സാമ്പിൾസ്, കോഡ്സ് എന്നിവ ഉപയോഗിക്കുന്ന രീതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്റ്റോറികളുണ്ട്, നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു സ്റ്റോറികളൊക്കെ ഇട്ടെടുത്ത് നോക്കിയേ. അതേപോലെ ഇനിമയൊക്കെ സംസാരിച്ച പോലെ ആ ഒരു കിണറിലേക്ക് ഇറങ്ങുന്നത് സ്വന്തം അനുഭവങ്ങൾ. ഏറ്റവും നല്ല ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം സ്വന്തം അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നന്നായിട്ട് ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കുന്ന അഞ്ചാമത്തെ സ്കിൽ എന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. വ്യക്തമായി സംസാരിക്കൽ, ശ്രദ്ധയോടെ കേൾക്കാൻ, ലിസണിങ് ആസ് എ ലിസണർ. കേൾവിക്കാരാകുന്ന വലിയൊരു കാര്യം. ശരിയായ വാക്കുകൾ തിരഞ്ഞെടുക്കുക, വാക്കുകൾ കൃത്യമായി തിരഞ്ഞെടുക്കുക. ഇമ്പാക്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മൾ സംസാരം ഒരു ഇമ്പാക്റ്റ് ആയിരിക്കണം. മറ്റുള്ളവരുടെ ഉള്ളിൽ ഒരു തരംഗം സൃഷ്ടിക്കാൻ, ഇമ്പാക്റ്റ്, അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാൻ സാധിക്കണം. ആറാമത്തെ മറ്റൊരു സ്കിൽ എന്ന് പറഞ്ഞത് ലീഡർഷിപ്പാണ്. ഒരു നേതാവിന്റെ ആശയവിനിമയ ശേഷി എന്തായിരിക്കും എന്നുള്ളത്. എന്നാലും നമുക്ക് നമ്മുടെ ബിസിനസ് ആയാലും നമ്മളെ എന്റർപ്രണർഷിപ്പ് ആയാലും മറ്റുള്ള എന്തുമായിക്കൊള്ളട്ടെ, യു ആർ എ ടീച്ചർ, യു ആർ എ ബിസിനസ് വുമൺ ഓർ എന്റർപ്രണർ, എന്തുമായിക്കോട്ടെ, നമ്മളെ പ്രൊഫഷൻ എന്തുമായിക്കോട്ടെ, ആ പ്രൊഫഷണലിൽ ഒരു നമ്മൾക്ക് മികച്ച നേതാവാൻ സാധിക്കും. നേതാവായിട്ടില്ലെങ്കിൽ പ്രശ്നം നമ്മൾ ഏത് ബിസിനസ്സിലായിക്കൂടെ നമ്മൾ എന്തായിരിക്കും ഏറ്റവും താഴേക്കടയിൽ ജോലിയാവും ചെയ്യുക. നമുക്ക് ലീഡർഷിപ്പ് കഴിവുണ്ടെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉയർന്നു വരാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ ആ തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ശിവദാസ് ഏട്ടനെ സംബന്ധിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ്, അദ്ദേഹം ഒരു ലീഡർഷിപ്പിൽ ഇരിക്കുന്ന വ്യക്തിയാണ്. ലീഡർഷിപ്പിൽ പഞ്ചായത്തിനുള്ള ജോലി കഴിഞ്ഞു, ഇനി അദ്ദേഹത്തിന് എന്താ കൃത്യമായിട്ട് പെൻഷൻ കിട്ടും, അത്യാവശ്യം നല്ല പെൻഷൻ ഉണ്ട്. അത് മേടിച്ചൊരു ഭാഗത്ത് വീട്ടിലിരുന്ന് ടൂർ അടിച്ച് നടക്കാം. പക്ഷെ അദ്ദേഹം ചെയ്യുന്നത് എന്താ, അദ്ദേഹം അവിടെ സ്ഥാപനം നടത്തുന്നു. ആ സ്ഥാപനത്തിലേക്ക് ഒരുപാട് നൂറുകണക്കിന് ആളുകൾക്കുള്ള എന്ത് ചെയ്യുന്നുണ്ട്, അവർക്കുള്ള സർവീസ് കൊടുക്കുന്നുണ്ട്. ഈ ടെൻഡർ ഉൾപ്പെടെയുള്ള സർവീസുകൾ അദ്ദേഹം കൃത്യമായി നൽകുന്നുണ്ട്. ദാറ്റ് ഈസ് എ ലീഡർ, ലീഡർഷിപ്പാണ്. അതായത് തൻ്റെ താഴെ ആളുകളെ നയിക്കാനുള്ള ശേഷി, ആ ലീഡർഷിപ്പ് നമുക്ക് ലഭിക്കും. ആളുകളെ പ്രചോദിപ്പിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. തീരുമാനങ്ങൾ ആത്മവിശ്വാസത്തോടുകൂടി അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കും. നമ്മളെടുത്ത തീരുമാനങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തോട് പോയിട്ട് നമ്മളെടുക്കുന്ന തീരുമാനത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു കോൺഫിഡൻസും ഇല്ല എങ്കിൽ കേൾക്കുന്ന ആളുടെ എന്തായിരിക്കും, ഇപ്പൊ നജിയമ്മയുടെ ഒക്കെ താടിക്ക് കൈ കൊടുത്തിരിക്കുന്ന പോലെയാണ്. ഇങ്ങനെയൊക്കെ കിട്ടുമോ പടച്ചോനെ, ഇതൊക്കെ നടക്കുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മളെ ഈ നജിയമ്മയോടും നജിലമ്മയോടും നമുക്ക് രണ്ടാൾക്ക് നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ. അപ്പൊ മീര എന്ന ഷോർട്ട് പേരിൽ അറിയപ്പെടാം അല്ലെ, മീരാമേൻ. മറ്റേത് ഇവിടെ കൊള്ളേണ്ട അടി അവിടെ കൊള്ളും, അവിടെ കൊള്ളേണ്ട അടി ഇവിടെ കൊള്ളും. രണ്ടാമത് ചിലപ്പോൾ ഇടയ്ക്ക് നമ്മളടുത്ത് അടിക്കും ചെയ്യും. അപ്പൊ നമുക്ക് അത് ഒഴിവാക്കാം, ഒരു പേരിന്റെ കൺഫ്യൂഷൻ കൊണ്ട്. ടീമിനെ നയിക്കാനുള്ളൊരു നല്ലൊരു കഴിവ് കിട്ടും. ഒരു ഏഴാമത്തെ ഒരു പോയിന്റ് എന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു ഇൻഫ്ലുവൻസ് സ്കില്ല് നമുക്ക് ലഭിക്കും. ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സ്കില്ല് നമുക്ക് ലഭിക്കും. അതെങ്ങനെ? ഈ പരിശീലനത്തോടെ നമുക്ക്, ഈ പരിശീലനത്തിന് ശേഷം നമുക്ക്, അതായത് അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ നിലനിൽക്കും. ആളുകൾ സ്വാധീനിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് കഴിക്കും. യു ആർ എ ഗുഡ് ഇൻഫ്ലുവൻസർ. മറ്റുള്ള എപ്പോഴും ഇൻഫ്ലുവൻസർ നമുക്ക് സാധിക്കണേ. നമ്മുടെ വാക്ക്, അതിന് തുടക്കം നമ്മുടെ വാക്കാണ്. പക്ഷെ വാക്ക് മാത്രം പോരാ, ആ വാക്ക് പ്രവൃത്തി തലത്തിൽ കൊണ്ടുപോകാൻ എന്നിലെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ കണ്ടില്ലേ, നാട്ടിലെ പല ബിസിനസ് സ്ഥാപനങ്ങളും വളർന്നു വരുന്നുണ്ട്. അതിന്റെ വലിയ വലിയ സ്ഥാപനങ്ങൾ, ഇപ്പൊ തൃശ്ശൂരൊക്കെ ഒരുപാട് വലിയ വലിയ തുണിക്കടകളൊക്കെ വന്ന് 8 നില പൊട്ടിപ്പോയിട്ടുണ്ട്. ഭയങ്കര പരസ്യം ചെയ്തിട്ടാണ് വരുന്നത്. പക്ഷെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, വിശ്വാസത്തിന് കുറെ കാര്യങ്ങളുണ്ട്. അതിൽ വീണ്ടും സബ് പോയിന്റ് ആയിട്ട് കുറെ എണ്ണം വരുന്നുണ്ട്. ഞാനിപ്പോ പറയുന്നില്ല എന്നുള്ളൂ. അതായത് ട്രസ്റ്റ് മാത്രം പോരാ, എന്ത് ചെയ്യണം, എത്തിക്സ് വേണം.
ചെയ്യുന്ന തൊഴിലിൽ ഒരു അർപ്പണ മനോഭാവം, അത് 100% സത്യമായി ചെയ്യേണ്ടായിരിക്കണം. ഈ ചെയ്യുന്ന തൊഴിൽ 100% സത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഗ്രോത്ത് വളരെ ലോ ഗ്രോത്ത് ആയിരിക്കും. അത് കുഞ്ഞു കുഞ്ഞു ചെറുതായിട്ട് നമ്മളതിങ്ങനെ വലുതാവുള്ളൂ. പക്ഷെ അതിലൊരു സുസ്ഥിരത ഉണ്ടാവും, സ്ഥിരത ഉണ്ടായിരിക്കും, ആർക്കും തകർക്കാൻ പറ്റില്ല. ഉസ്മാൻജി ഇവിടുന്ന് 18 വർഷം മുന്നേ മലേഷ്യയിൽ പോയപ്പോൾ അദ്ദേഹത്തിന്റെ അനുഭവം ഒരിക്കൽ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഹോട്ടലിൽ പാത്രം കഴുകുന്നത് അവിടുത്തെ ക്ലീനിങ് ബോയ് ആയിട്ട് അദ്ദേഹം ജോലി ചെയ്ത ഒരാളാണ്. മറ്റൊരു ഹോട്ടലിൽ ക്ലീനിങ് ബോയ് ആയിട്ടും പാത്രം കഴുകുന്നു, മറ്റെല്ലാ ജോലികളും ചെയ്തിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തിന് 3 ഹോട്ടലുകൾ ഉണ്ട് അവിടെ. എത്ര പോര ആളുകൾ അപ്പോൾ സ്റ്റാഫായിട്ടുണ്ട്. ദാറ്റ് ഈസ് എ ലീഡർ, ദാറ്റ് ഈസ് എ ഗുഡ് ലീഡർ. അപ്പൊ അത്തരത്തിലുള്ള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആശയങ്ങൾ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാനും മറ്റുള്ള അംഗീകരിക്കാനും സാധിക്കുന്ന വലിയൊരു ഘടകം. അതോടൊപ്പം തന്നെ മോട്ടിവേഷൻ നൽകാൻ നമുക്ക് സാധിക്കണം. മോട്ടിവേഷൻ മീൻസ് സുസ്ഥിരത വേണം. ജസ്റ്റ് നമുക്ക് ചില മോട്ടിവേഷൻ കിട്ടിയ ചില ട്രെയിനിങ് ക്ലാസ് കിട്ടി നമ്മൾ അല്ലേ. എൻ്റെ ഒരു ട്രെയിനിങ് ക്ലാസ് ഞാൻ ഇവിടെ എടുത്തു, എവിടെയെന്ന് അറിയോ, കൊണ്ടോട്ടി ട്രെയിനിങ് ക്ലാസ് എടുത്ത് ഭയങ്കര ആളുകളാണ് മോട്ടീവായിട്ട് ഭയങ്കര ഇങ്ങനെ സെറ്റായി. ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഞാൻ ചോദിച്ചു ഒരുത്തനോട് എന്താ റോട്ടിലെന്താ നിൽക്കുന്നത്, വലിയ ലോറി പോകണമെന്ന് ജില്ല വലിയ റോഡിൽ പോകണമെന്ന് ഹൈവേ ആണ്. പറഞ്ഞു ഞാൻ ഭയങ്കര മോട്ടിവേറ്റഡ് ആണ്, ഞാൻ റോഡിന് നടുക്കുള്ളേ നടക്കുള്ളൂ. എതിരെ വരുന്ന പാണ്ടി ലോറിക്കാരൻ അറിയില്ല രാധാകൃഷ്ണൻ സാറേ ഈ ചെങ്കാതി മോട്ടിവേഷൻ കഴിഞ്ഞിട്ട് ആ റോഡിന് നടുക്കിൽ നിൽക്കുന്നത്. അടുത്ത് നിന്ന് കഴിഞ്ഞാൽ അയാൾ ബ്രേക്ക് ചവിട്ടി അദ്ദേഹത്തെ എടുക്കുക, അതല്ലെങ്കിൽ വടിച്ചെടുക്കുക. ദാറ്റ് ഈസ് മോട്ടിവേഷൻ. അതൊരു എക്സ്റ്റേണൽ മോട്ടിവേഷൻ ആണ്. അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണ് നമ്മുടെ ലൈഫിൽ നമുക്ക് വേണമെന്നുള്ളതാണ് പറഞ്ഞു വന്നത്. അപ്പൊ മോട്ടിവേഷൻ കൊണ്ട് കാര്യമില്ല, അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് വേണമെന്നുള്ളതാണ്. 8ാമത്തെ ഒരു കാര്യം എന്നുള്ളത് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. നമ്മളൊക്കെ വിചാരിക്കും ഇനിയിപ്പോ എന്തിനാണ് ഇനിയിപ്പോ ഈ പ്രായത്തിലൊക്കെ ഇനിയിപ്പോ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് കിട്ടാൻ, ഇതൊക്കെ ഇത്രയും കാലം ജീവിച്ചു പോയി വലിയ കുഴപ്പമില്ല എന്നുള്ളത്. ഈ പ്രായം എന്നുള്ളത് ഞാൻ എന്താണോ നമ്മുടെ പ്രായം അതാ ഉദ്ദേശിക്കും കേട്ടോ, അല്ല ഏജ് അല്ല. ഏജ് ഇസ് ജസ്റ്റ് ലൈക്ക് എ നമ്പർ എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇത്രയും കാലം ജീവിച്ച ചുറ്റുപാട്. പേഴ്സണാലിറ്റി എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും? സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം വളർത്താൻ പറ്റും. സെൽഫ് ഇമേജ്, സ്വന്തമായിട്ടുള്ള ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, നമ്മളെ ഒരു പോസിറ്റീവായിട്ടുള്ള മനോഭാവത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാധിക്കും. അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ ബിഹേവിയർ, നമ്മുടെ ജോലി സ്ഥലത്തുള്ള നമ്മുടെ ബിഹേവിയർ സാധിക്കും. ഇമോഷണൽ കൺട്രോൾ, പലപ്പോഴും നമ്മുടെ പ്രശ്നം വെച്ചാൽ ആരെങ്കിലും ഒന്നുമില്ല. ഇപ്പൊ ഏകദേശം നമ്മുടെ ഈ ഫ്ലോറിൽ 26 ഒരാളും കൂടി കൂടിയിട്ടുണ്ടല്ലേ, ഏകദേശം 1/2 മണിക്കൂറായിട്ട് നമ്മൾ 26 ആളിരിക്കുന്നുണ്ട്. ഞാൻ ഇതിൽ എന്തെങ്കിലും ഒരാളെ ഞാനിപ്പോ നജില മേഡത്താണ് ഫുൾ വഴക്ക് പറയാം പലതിനായിട്ട്, അത് വഴക്ക് പറയാം. എന്ത് വെച്ച് നജിലം പ്രത്യേകിച്ച് കാര്യമാണ്. നജില മേഡത്തിന്റെ മുഖം എന്തിനെ തന്നെ എന്നെ ഫോക്കസ് വഴക്ക് പറയുന്നത്. നജിലമ്മ ഒരു കാര്യമില്ല ഞാൻ വഴക്ക് പറയാന്ന് കൂട്ടുക, ഊട്ടിക്കോടി കഴിഞ്ഞാൽ ഇമോഷണലി കംപ്ലീറ്റ് കണ്ടോൾ. എന്നാലും ശ്രീസാറെ നിങ്ങൾ എന്നോട് പറഞ്ഞല്ലോ, ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ബാക്ക് ചാനൽ എനിക്ക് മെസ്സേജ് അയക്കും. എന്നാലും എത്ര എണ്ണം ഉണ്ട്, 26 എണ്ണത്തിൽ എന്നെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഇനി ഞാൻ കേറൂല എന്ന് പറഞ്ഞാൽ കേറൂല. എനിക്ക് സ്പീക്ക് വിത്ത് കോൺഫിഡൻസ് വേണ്ട, ഒന്നും വേണ്ട, ഞാൻ ഇനി വരൂല എന്ന് പറഞ്ഞ് വരൂല. ഇതല്ല നജിലമായി വേണ്ടത്. ആരെങ്കിലും എന്ന് പറഞ്ഞാൽ തിരിച്ച് അടിക്കണം. അതെങ്ങനെ തിരിച്ചറിയുന്ന ആള് നെഞ്ചത്ത് കയറിയിട്ടല്ല, വളരെ മാന്യമായിട്ട് നമ്മള് സംയമനം അല്ല ഉദ്ദേശിക്കുന്ന വാക്ക്, ആത്മസംയമനം പാലിച്ചുകൊണ്ട് അതിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ സാധിക്കുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ ഇമോഷൻ കൺട്രോൾ ചെയ്യുന്നത്. കരയാൻ ആർക്കും പറ്റും, പൊട്ടിത്തെറിക്കാൻ അല്ലെ, ആരെങ്കിലും എന്ത് പറഞ്ഞാൽ പൊട്ടിത്തെറിച്ചു, അതും ഒരു വൈകാരികമായ പ്രകടനമാണ്. അതൊന്നും ശ്വാസമല്ല. ഇത്തരത്തിലെ കാര്യങ്ങൾ അല്ലെ. ഇപ്പൊ വീട്ടിലൊരു ഹസ്ബൻഡായിട്ട് വഴക്കുണ്ടായി ആകെ സീനായി ഭയങ്കര പ്രശ്നമായി കഴിഞ്ഞാൽ എന്താ, ആ പൊട്ടിത്തെറിക്കാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ ഇമോഷൻസിനെ വ്യക്തമായി കൺട്രോൾ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ആ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു പാറ്റേണിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് സംസാരിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഇമോഷൻ കൺട്രോൾ. മറ്റൊന്ന് നമുക്ക് ചെയ്തിരിക്കുന്നത് പ്രാക്ടിക്കൽ ആക്ടിവിറ്റി. സ്റ്റേജിലെ ആക്ടിവിറ്റീസ് നമുക്ക് കിട്ടും, പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്താൻ പറ്റും, ഐസ് ബ്രേക്കിംഗ്, ലീഡർഷിപ്പ് ആക്ടിവിറ്റികൾ നമുക്ക് കിട്ടും, സ്പീച്ച് ചെയ്യാനുള്ള ആക്ടിവിറ്റി, സ്പീച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഫീഡ്ബാക്ക് സെഷൻ വലിയൊരു ഘടകാട്ടോ. പൊതുവെ എല്ലാവരും എന്താ വെച്ചാൽ ഫീഡ്ബാക്ക് എടുക്കൂല, കാരണം അത് പേടിച്ചിട്ടാ. അഥവാ എന്റെ സെഷനെ കുറിച്ച് ആരെങ്കിലും നെഗറ്റീവ് അടിച്ചാലോ, അതുകൊണ്ട് ആരും ഫീഡ്ബാക്ക് പറയണ്ട, ഞാൻ സെഷൻ കഴിഞ്ഞ് അപ്പം നിർത്തി പോകും. അതല്ല, ഓരോ ഫീഡ്ബാക്കിൽ നിന്നും നമുക്ക് കിട്ടുന്നത് ഓരോ എനർജി ആയിരിക്കണം, പോസിറ്റീവ് മാത്രമല്ല. ഞാൻ മുന്നേ സെഷനിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഫീഡ്ബാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോറിൽ വെച്ച്, പ്രത്യേകിച്ച് JC അല്ലെങ്കിൽ PC-യിലൊക്കെ ആണെങ്കിൽ, PC-യുടെ ഫ്ലൈറ്റ് ആണെങ്കിൽ നമ്മളാണ്ട് പുകഴ്ത്തി വഴിക്കാക്കും. സാറ് പൊളിച്ച്, സാറ് പൊളിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. സെഷൻ കഴിഞ്ഞാൽ പറയും ആ ചെങ്ങാതി എന്തൊക്കെ പറഞ്ഞു കൂട്ടി. ഞാൻ പിന്നെ സ്റ്റേജിൽ വെച്ചിട്ട് എങ്ങനെ പറയാച്ചിട്ട് എങ്ങനെയൊക്കെ പറഞ്ഞത്. ഒരൊറ്റ കാര്യം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇന്ന് അമ്പിളി മാഡം ലൈനിലുണ്ടോ? അപ്പൊ അമ്പിളി മാഡം ലൈനിലുണ്ടോ? അമ്പിളി മാഡം യെസ്. അമ്പിളി മാം ഫ്രീ ആയി കഴിഞ്ഞാൽ ക്യാമറ ഓൺ ആക്കിയാൽ മതി. അമ്പിളി മാം ഇന്ന് ഒരു പുതിയ സെഷൻ എടുക്കാൻ പോയിരുന്നു.
അപ്പൊ ഈ സെഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ഞാൻ അംബ്ലിമാൻ എന്ന പേര് വിളിച്ച് നിങ്ങൾ എല്ലാവരും ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. നമ്മൾ എടുക്കുന്ന സെഷൻ, നമ്മൾ എടുക്കുന്ന പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ആഫ്റ്റർ ഫീഡ്ബാക്ക് നല്ല കിട്ടി, അതൊക്കെ നിങ്ങൾ ഹൃദയത്തിൽ നമ്മൾ മനസ്സിലേക്ക് കേൾക്കുമ്പോഴൊക്കെ ഒരു കുളിർമയാണ്. ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെച്ചോളാം. മറിച്ച് രണ്ടാമത് നമ്മളെ ആ പ്രോഗ്രാമിന് നിയമമയം വിളിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിപ്പോ നമ്മൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. വലിയ കുഴപ്പമില്ലാതെ നമ്മൾ തട്ടിമുട്ടി പോകുന്നുണ്ട്. അതല്ല സമയത്ത് മാം അവിടെ സലാം പറഞ്ഞു, ഒരാൾ സലാം, നമ്മളെ പള്ളിക്കാട്ടിലേക്ക് നോക്കി സലാം പറഞ്ഞ പോലെ ഇങ്ങോട്ട് ആരും വരണ്ട, അവിടെ നിന്ന് തിരിച്ചു വന്ന് നമ്മൾ മാത്രമേ പറയുന്നുള്ളൂ. അതേപോലെയാണ് അവസ്ഥ എങ്കിൽ നമ്മൾ സെൽഫ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യണം. അത് വലിയൊരു ഘടകമാണ്. ഫീഡ്ബാക്ക് സെഷനിൽ നമ്മൾ രണ്ടാമത് വിളിക്കുന്നുണ്ടെങ്കിൽ എല്ലാം ശ്രദ്ധിക്കുക. രണ്ടാമത് വിളിക്കുന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അതല്ല എങ്കിൽ നമ്മൾ വീണ്ടും ചെയ്യണം. അതോടൊപ്പം തന്നെ റിയൽ ലൈഫ് ബെനിഫിറ്റ് നമുക്ക് ഒരുപാട് കിട്ടും. നമ്മുടെ റിയൽ ലൈഫ് കണക്ട് ചെയ്ത ഒരു ബെനിഫിറ്റ് കിട്ടും. ഇത് പബ്ലിക് സ്പീക്കിംഗ് വർക്ക്ഷോപ്പ് എന്നുള്ളത് ഒരിക്കലും ഒരു പബ്ലിക്കിന്റെ മുന്നിൽ ഒരു കവലയിൽ പോയി പ്രസംഗിക്കുന്നത് മാത്രമല്ല, നമ്മുടെ സെൽഫായിട്ട് ഡെവലപ്മെന്റ് ആണ്. ഇതുമൂലം നമ്മളെ ബിസിനസ് നമുക്ക് എന്ത് ചെയ്യും, ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. യു ആർ എ ടീച്ചർ, നിങ്ങളുടെ ലേണിംഗ് സ്കില്ല്, കുട്ടികളായിട്ടുള്ള ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കാൻ സാധിക്കും. നിങ്ങളൊരു നേഴ്സാണോ, അല്ലെങ്കിൽ നിങ്ങൾ എനി ജോബ്, എന്ത് ജോബാണ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഞാൻ പറയുമ്പോൾ ഇത്തരത്തിലുള്ള പരിപാടിയിൽ പങ്കെടുക്കേണ്ടത് പെൺകുട്ടികൾ മെയിനായിട്ട് പങ്കെടുപ്പിക്കണം. നമ്മൾ പങ്കെടുത്തിട്ട് അതിന്റെ ബെനിഫിറ്റ് പെൺകുട്ടികളെ പങ്കെടുപ്പിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാനടാന്ന് പറയുന്ന ഒരു മനോഭാവമാണ്. ആ മനോഭാവം എന്ന വലിയൊരു ഘടകം. പലപ്പോഴും നമ്മൾ ഷൈ ആയി പോകുന്നു, അല്ലെങ്കിൽ മുഖം തിരിച്ചു നടക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ പുറകോട്ട് വലിക്കുന്നത് എന്ന ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് കിട്ടും. സെമിനാറും പ്രസന്റേഷനും കിട്ടും. കോളേജ് പരിപാടികൾ ഭംഗിയായി അവതരിപ്പിക്കാൻ പറ്റും. ഓഫീസിലെ മീറ്റിങ്ങുകൾ ഭംഗിയാക്കാൻ പറ്റും. ബിസിനസ് പ്രസന്റേഷൻ നന്നാക്കാൻ പറ്റും. ടീച്ചിങ് ടെക്നിക്ക് നമുക്ക് നന്നാക്കി വളർത്താൻ പറ്റും. സോഷ്യൽ ലീഡർഷിപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. JC NSS ക്ലബ്ബുകൾ, അങ്ങനെ ഒരുപാട് PC ഉൾപ്പെടെയുള്ള പല സംഘടനകളിലും നമുക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഈ ഒരു പരിശീലന പരിപാടിയിലൂടെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ സംസാരം വളരെ വ്യക്തമായിട്ടുള്ള സംസാരിക്കാനുള്ള കഴിവുണ്ട്. വ്യക്തമായ സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നതിൽ എന്തൊക്കെ കാമ്പുണ്ട് എന്ന് കരുതി ആളുകൾ കേട്ടിരിക്കണം അല്ലേ? ഞാനിപ്പോ പറയുന്നത് മൊത്തം നെജിലമ്മയോട് നോട്ട് ചെയ്യുന്നതിന് എനിക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ട്. അത് കുഴപ്പമില്ല, അത് തെറ്റല്ല, അതൊരു തെറ്റല്ല, ചെയ്തോളൂ. ഇതിൽ ഏറ്റവും രസം ഞാൻ മുന്നേ പറഞ്ഞതാണ്. ഇതിൽ ഏറ്റവും രസം സുമേത്ത് മേഡം, സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഞാൻ പാലക്കാട് സെഷൻ എടുക്കാൻ പോയി. അപ്പൊ പാലക്കാട് സെഷൻ എടുക്കാൻ പോയപ്പോൾ ഞാൻ മുന്നേ ഇവർക്ക് വേണ്ടി പറഞ്ഞതാണ്, ഇതിലറിയാത്ത 1-2 പേര് അവർക്ക് വേണ്ടി മാത്രമാണ് പറയുന്നത്. സെഷൻ എടുക്കാൻ പോയപ്പോൾ എന്റെ മുന്നിലിരിക്കുന്ന ആള് ഭയങ്കര എഴുത്ത്. എനിക്കും ആവേശം കൂടിയില്ല. നമ്മൾ പറയുന്ന കണ്ടന്റ് മൊത്തം എഴുതിയെടുക്കും, നമുക്കൊരു ആവേശം കൂടുതൽ അല്ലേ? സുമേത്ത് മേഡം ഒരു അധ്യാപികയെന്നാണ് അല്ലെ, ടീച്ചറായിട്ട് വർക്ക് ചെയ്യാം. അപ്പൊ ടീച്ചർ പറയുന്ന കണ്ടിട്ട് മൊത്തം പിള്ളേരിങ്ങനെ നോക്കാതെ നമ്മളങ്ങനെ വായിലേക്ക് നോക്കി കംപ്ലീറ്റ് എഴുതുമ്പോൾ നമുക്കൊരു ആവേശം കയറും. ഈ ചങ്ങാതി ആദ്യത്തെ നോട്ട്ബുക്ക് കഴിഞ്ഞ് അടുത്ത ബുക്ക് മേടിച്ചു. അപ്പൊ എനിക്ക് വീണ്ടും ആവേശം കൂടി. അടിപൊളി, ഞാൻ പറയുന്ന കണ്ടന്റ് മൊത്തം എഴുതിയെടുക്കുന്നുണ്ട്, ഞാൻ ഒന്ന് പൊളിക്കുന്നു അല്ലെ, നമുക്ക് അങ്ങനെ ഒരു ആവേശം കയറുമല്ലോ. ഇത് കഴിഞ്ഞ് ടീ ബ്രേക്കിന് ശേഷം 3ാമത്തെ ബുക്ക് മേടിച്ചു ഒരു ചങ്ങാതി. ആദ്യമായിട്ടാണ് 3ാമത്തെ ബുക്ക് മേടിക്കുന്നത്. കംപ്ലീറ്റ് എഴുത്ത്. ഈ എഴുതുന്ന 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, ട്രെയിനറെ മുഖത്ത് നോക്കണ്ട. ട്രെയിനറെ മുഖത്ത് നോക്കിയ ചോദ്യം ചോദിക്കും, അപ്പോൾ ഇങ്ങനെ കുനിഞ്ഞിരുന്ന് എഴുതാം. അപ്പൊ ഞാനും അദ്ദേഹം എഴുതി അതും അന്ന് ഞാൻ ടെക്നിക്ക് പഠിച്ചതാ കേട്ടോ. ട്രെയിനർ ക്ലാസ്സിൽ ഇങ്ങനെ എഴുതുക, അപ്പൊ നമ്മളെ വിളിക്കൂല. നമ്മൾ ആത്മഹത്യക്കാൻ നോക്കുന്ന ഒരാൾ നമ്മളെ വിളിക്കുക, അപ്പൊ നമ്മൾ കുനിഞ്ഞ് നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുക, അപ്പൊ നമ്മളെ വിളിക്കൂല. അങ്ങനെ എനിക്ക് സന്തോഷമായി. എൻ്റെ ഒരു സെഷൻ കഴിഞ്ഞപ്പോൾ 3 ബുക്കാണ് അദ്ദേഹം മേടിച്ചത്. 3 കുറച്ച് പേജുകളാട്ടോ, വലിയ 200 പേജൊന്നും കരുതണ്ട. 3 കുഞ്ഞു നോട്ട് പാഡ്, 10 രൂപയുടെ നോട്ട് പാഡ് കൊടുക്കുക ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞാൽ. അതാണ് എല്ലായിടത്തും അവസ്ഥ. അപ്പൊ എന്താ, അത് 3 മേടിച്ചു എഴുതി. എനിക്ക് ഭയങ്കര ആവേശമായി. എനിക്ക് എന്നെ കുറിച്ച് ഇനിമേ ഒരു അഭിമാനം തോന്നി. ഞാൻ പറയുന്ന മൊത്തം കണ്ടന്റ് ആണ്, മൊത്തതാണെന്നുള്ളത്. ഈ സെഷനൊക്കെ കഴിഞ്ഞില്ല. ഇനി സെഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. ട്രെയിനർക്ക് അവസാനല്ലേ ഇറങ്ങാൻ പറ്റും. കുറച്ച് പേര് സെൽഫി എടുക്കും, ഫോട്ടോ എടുക്കും. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ആ ഫ്രണ്ട് റോയില് അദ്ദേഹം ഇരുന്ന സീറ്റിൽ എന്തോ ഒരു കവർ ഇരിക്കുന്നുണ്ട്. ആ കവർ എടുത്ത് നോക്കിയപ്പോ ഈ 3 നോട്ട് ബുക്ക് അവിടെ ഇട്ടച്ച് പോയിരിക്കുന്നത്. ഈ 3 നോട്ട് ബുക്ക് അവിടെ ഇട്ടച്ച് പോയിരിക്കുക. ആ ചങ്ങാതി അതോടുകൂടി എനിക്ക് മനസ്സിലായി എന്റെ സെഷൻ എന്തായിരുന്നു. ഞാനൊരു കാര്യം ചെയ്തു. ഞാൻ പറഞ്ഞതിന്റെ നോട്ട്ബുക്ക്, നോട്ട് പാഡ് നമുക്കിട്ട വലിയ ആശ്വാസം. ഞാൻ ഈ 3 നോട്ട്ബുക്കും വീട്ടിലെടുത്തോളാം. ഇപ്പോഴും നമ്മുടെ വീട്ടില് എന്റെ പുറകിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഈ 3 ബുക്കും. റിച്ച് കണ്ടന്റ് ആണ്. അപ്പൊ അങ്ങനെ ഗുണങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു തന്ന കാര്യം ഇത്രയേ ഉള്ളൂ. വ്യക്തമായി സംസാരിക്കുക എന്നുള്ളതിന് നമ്മൾ ആശയങ്ങൾ ഉണ്ടായിരിക്കണം. അത് ഓഡിയൻസ് കൃത്യമായി ക്യാച്ച് ചെയ്യാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ ഒന്ന് സ്പീക്കിംഗ് ആണ് പറഞ്ഞത്. രണ്ടാമത് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ പോയിന്റുകളൊക്കെ കഴിഞ്ഞു. ഇനി 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന് സ്പീക്കിംഗ് ആണ് നമ്മുടെ സെഷനിൽ വരുന്നത്. അടുത്തത് കോൺഫിഡൻസ് ആണ്. ആത്മവിശ്വാസത്തോടെ സ്വയം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ നമുക്ക് പഠിക്കണം, നിറഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി. അതോടൊപ്പം തന്നെ നമുക്ക് ലീഡർഷിപ്പ് നമുക്ക് ലഭിക്കും. വാക്കുകളിലൂടെ ആളുകളെ നയിക്കാനും പ്രചോദിപ്പിക്കാനും നമുക്ക് സാധിക്കണം. ലീഡർഷിപ്പിൽ വരുന്ന വാക്കുകളിലൂടെ
ആളുകളെ നയിക്കാനും പ്രചോദിപ്പിക്കാനും. രണ്ടാണ്. ഒന്ന് ലീഡറാണ്, മറ്റൊന്ന് ലീഡർഷിപ്പാണ്. ലീഡർ വേറെയാണ്, ലീഡർഷിപ്പ് വേറെയാണ്. അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല എന്താ ലീഡർ എന്നുള്ളത്. ഇന്ന് അതിലേക്ക് കിടന്നാൽ നമ്മുടെ സമയം പോകും, അതിനാവശ്യമില്ല. ഞാൻ ഉദ്ദേശിച്ച സമയത്തിനുള്ളത് ഞാൻ നിർത്തും. അതിനുശേഷം നമുക്ക് 3 പ്രസന്റേഷൻ ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ പബ്ലിക് സ്പീക്കിംഗ് ഈ വരുന്ന 26-ാം തീയതി നടക്കുന്ന പ്രോഗ്രാമിൽ, ഈ പ്രോഗ്രാമിനെ കേൾക്കുന്ന എല്ലാവരും വരണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് നമുക്കിപ്പോൾ 26-ാം തീയതിയുള്ള പ്രോഗ്രാം പലർക്കും പല പ്രോഗ്രാം ഉണ്ട്, എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുണ്ട്, വരാനല്ല ഞാൻ പറയുന്നത്. മറിച്ച് നമുക്ക് ലഭിക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഇൻട്രോ മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഒരു നല്ലൊരു സ്പീക്കർ ഉണ്ടല്ലോ, ആ സ്പീക്കർ ജന്മന ഉണ്ടാകുന്നതല്ല ജസ്മി. ജസ്മി എന്ന വ്യക്തി എന്ത് ചെയ്തു, ജന്മന ഉണ്ടായതല്ല, അല്ലേ? ഇപ്പൊ ശിവദാസേട്ടൻ എന്നുള്ളൊരു വ്യക്തി ജന്മല ശിവദാസേട്ടൻ ഉണ്ടായതല്ല. ശിവദാസേട്ടൻ ജനിച്ചു വീണപ്പോ ശിവദാസേട്ടന്റെ അമ്മയും അച്ഛനും പറഞ്ഞു, അയ്യോ എനിക്കൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്, ഇവൻ എഞ്ചിനീയർ ആണ്. ആരും പറഞ്ഞിട്ടുണ്ടോ? അല്ല. ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഒരു എഞ്ചിനീയറെ കിട്ടിയ തോളിട്ട് വാവോ വാവോ എഞ്ചിനീയർ വാവോ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലേ. ഒരു കുഞ്ഞ് വാവേ വാവോ എന്ന് പറഞ്ഞില്ല, അല്ലാതെ എന്ത് എഞ്ചിനീയർ വാവോ എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പിന്നീട് ഒരു സർക്കാർ തലത്തിലുള്ള എഞ്ചിനീയർ ആയത് എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ട് അദ്ദേഹം ആർജിച്ചെടുത്താണ്, അല്ലേ? ഉസ്മാൻജിയെ പ്രസവിച്ച് വീട്ടിൽ നിന്ന് ഡെലിവറി കഴിഞ്ഞ് ഉമ്മ കയ്യിലേക്ക് ലഭിക്കുമ്പോൾ എന്ത് ചെയ്തു, ഒരു ബിസിനസ്മാനെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നാട്ടുകാർ മണ്ണാർക്കാടൊക്കെ വിളിച്ചതാ, എന്റെ വീട്ടിൽ ബിസിനസ്മാൻ ജനിച്ചിട്ടുണ്ട്, കണ്ടോ എല്ലാവർക്കും എടുത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം പിന്നീട് ആർജിച്ചെടുത്തൊരു കഴിവാണ്. അദ്ദേഹം ആ ഡെലിവറി എടുത്തു കഴിഞ്ഞപ്പോൾ ആ ഡെലിവറി എടുത്ത നേഴ്സിന്റെ മോതിരം അടിച്ചു മാറ്റി പോകുന്നതാണ് പിന്നീട് വന്ന കഥ. അദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പുണ്ട്, അത് പിന്നീട് വന്ന കഥ. പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും എന്താണ്, നമ്മൾ സ്വയം ആർജിച്ചെടുക്കുന്നതല്ല. നല്ലൊരു സ്പീക്കർ ജന്മന ഉണ്ടാകുന്നതല്ല, മറിച്ച് പരിശീലനത്തിലൂടെ നിരന്തരമായിട്ടുള്ള പരിശീലനം, നിരന്തരം എന്ന വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, നിരന്തരമായ പരിശീലനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. ആത്മവിശ്വാസത്തോടുകൂടി സംസാരിക്കുക എന്നത് പഠിക്കുന്ന ഒരാൾക്ക് ആളുകളുടെ മനസ്സിൽ ഇടം നേടാൻ സാധിക്കും. ആത്മവിശ്വാസത്തോടുകൂടി സംസാരിക്കുക എന്നുള്ളത് മറ്റുള്ളവരുടെ മനസ്സിൽ ഇടം നേടാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ അവരെന്ത് ചെയ്യുക, പ്രചോദിപ്പിക്കുക, ഒരു മികച്ച നേതാവാക്കി വളരാൻ സാധിക്കും. ഈ പരിശീലനം വെറും ഒരു സംസാരിക്കാനൊരു മാത്രമല്ല നമ്മൾ കൊടുക്കാവുന്നത്, ഒരു ചുമ്മാ സംസാരിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് ആ സംസാരത്തോടൊപ്പം തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ നയിക്കാനുള്ള ഒരു യാത്രയാണ് ഈ വരുന്ന 26-ാം തീയതി നമ്മൾ നടത്താൻ പോകുന്നത്. ഒരുപാട് പേര് ഈ ഫ്ലോറിൽ എനിക്ക് കാണുന്ന ഒരുപാട് മുഖങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ചോദിച്ചിട്ടുണ്ടോ, അല്ല ഞാനിപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, എന്തിനാ രജിസ്റ്റർ ചെയ്ത്? അല്ല, എന്നെ തൊട്ടടുത്തിരിക്കുന്ന ആൾ എന്നോട് പറഞ്ഞു രജിസ്റ്റർ ചെയ്തു, നല്ല കാര്യം പോവാം, തൃശ്ശൂർ പോവാ, അല്ലെങ്കിൽ തൃശ്ശൂർ റൗണ്ടൊക്കെ ഒന്ന് കറങ്ങി വരാം, പറ്റുകയാണെങ്കിൽ ജസ്മിൻ സഫയർ എന്നൊരു ബിരിയാണി കഴിക്കണം. എന്റെ വളരെ നാളത്തെ ആഗ്രഹമാണ്. സഫയർ തൃശ്ശൂരാണുള്ളത്, ഒരു ബിരിയാണി കഴിക്കുന്നത് എന്റെ വളരെ നാളത്തെ ആഗ്രഹമാണ്. തലേ ദിവസം പോവുകയാണെങ്കിൽ ക്ഷേത്ര ദർശനം ആവാം, കുറച്ചും കൂടി തലേദിവസം രാവിലെ വരികയാണെങ്കിൽ എന്താണ്, തൊട്ടടുത്തുള്ള നമ്മുടെ ഒരു വെള്ളച്ചാട്ടല്ലേ അവിടെ, ആ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു, തൃശ്ശൂരിനടുത്ത് ആതിരപ്പള്ളി വാഴച്ചാൽ. ആതിരപ്പള്ളി വാഴച്ചാൽ തലേദിവസം വരെ അവിടേക്ക് പോകാം. അങ്ങനെയുള്ള പ്ലാനിംഗ് ഒക്കെ ഉണ്ടെങ്കിലും ഈ ഒരു പ്രോഗ്രാമിന് വരുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും എന്നുള്ള കാര്യത്തെ കുറിച്ചുള്ള ഒരു ലഘു വിവരണമാണ് പറഞ്ഞത്. അതായത് നമ്മുടെ വാക്കുകൾ ഉണ്ടല്ലോ, വാക്കുകൾ എപ്പോഴും ഒന്നിന് പുറകെ മറ്റൊന്നായിട്ട് വന്നുകൊണ്ടേയിരിക്കും. പണ്ട് എഴുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട്, വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീ പദാവലി തോന്നിടണം കാലേ കാലേ എന്നാണ്. അതായത് വാരിധി എന്നാണ് നമുക്കറിയാം, വാരിധി പറഞ്ഞാൽ കടലിലെ തിരമാലകൾ എന്ന പോലെയാണ് വാക്കുകൾ നിർഗളമായി തൊണ്ടിൽ നിന്ന് പ്രവഹിക്കേണ്ടത്. ഇതെങ്ങനെ സാധ്യമാകും എന്നുള്ളത് ഈ വർഷാപ്പിലൂടെ നമുക്ക് സാധിക്കും, അല്ലെ? അല്ല കടലിൽ തിരമാല അടിച്ചു, അല്ലെ സുമേത്ത് മേഡം, ഒരു തിരമാല അടിച്ചു, അഞ്ഞിട്ട് കടല് പറയാണ് ഇനി ഞാൻ തിരമാല അടിക്കൂല, എനിക്കിന്ന് ഒരൊറ്റ ഉണ്ടേ ഞാൻ അടിക്കുള്ളൂ, ഏതെങ്കിലും കടല് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒരു തിരമാല അടിച്ചു കഴിഞ്ഞാൽ അതിന് പുറകെ മറ്റൊന്നിനെ വന്നുകൊണ്ടേയിരിക്കണം. അത്തരത്തിലായിരിക്കണം വാക്കുകൾ. അപ്പൊ അതാണ് ആക്ച്വലി ഈ സ്പീക്ക് വിത്ത് കോൺഫിഡൻസ് എന്നുള്ള നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാമിന്റെ ഒരു ഒബ്ജക്റ്റീവ്. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പൊ ഏതായാലും വളരെ സന്തോഷം. ഇന്ന് നമുക്കൊരു അതിഥിയായിട്ട് വന്നിട്ടുള്ളത് സുമേത്ത് മേഡം വന്നിട്ടുണ്ട്. സുമേത്ത് മേഡം നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനുശേഷം ഇനി നമുക്ക് 3 പ്രസന്റേഷൻ ഉണ്ട്, 3 പേര് പ്രസന്റേഷൻ ഉണ്ടായിരിക്കും. സുമേത്ത് മാം ഇന്നലെ വളരെ യാദൃശ്ചികമായിട്ടാണ് നമ്മുടെ നിങ്ങൾ ഒരുവിധം ആളുകൾ കണ്ട് ഉണ്ടായിരുന്നു, നമ്മുടെ പോസിറ്റീവ് കമ്മ്യൂൺ വടകര ചാപ്റ്റർ നയിച്ചൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് സുമേത്ത് മേഡം എത്തിച്ചേർന്നിട്ടുള്ളത്. സുമേത്ത് മേഡത്തിനെ കുറിച്ച് ഒരു ജസ്റ്റ് സെൽഫ് ഇൻട്രോ, ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വിളിക്കുന്നു. സുമേത്ത് മാം, വെൽക്കം പ്ലീസ്. താങ്ക് യു ശ്രീ സർ.
ആദ്യം തന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചത് സാർ ലിങ്ക് അയച്ചിട്ടാണ് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് എത്തിയത്. എൻ്റെ പേര് സാർ പറഞ്ഞു സുമയ്യത്ത്. ഞാൻ എൻ്റെ പ്രൊഫഷൻ ഞാൻ ടീച്ചറാണ്. ഞാൻ വടകര പോസിറ്റീവ് കമ്മ്യൂണിലെ കൺവീനർ കൂടിയാണ്. പിന്നെ ഈ ഒരു പ്രോഗ്രാമിൽ സാർ പറഞ്ഞ രീതിക്ക് കയറിയാണ്. ഇന്നലെ ഞങ്ങളെ ഷീസ്പെയർ പ്രോഗ്രാമിൽ സാറായിരുന്നു നമ്മുടെ ഫെസിലിറ്റേറ്റർ വന്നത്. പിന്നെ ഇന്നലെ കണ്ടൊരു മുഖാണ് ഉസ്മാൻ സാർ, മലേഷ്യയിലുള്ള. പിന്നെ എനിക്കറിയാവുന്ന വേറൊരു മുഖമാണ് നമ്മുടെ ലിജിമോൾ മാൻ. ഞങ്ങള് കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യം കണ്ടത് യൂട്യൂബിലാണ്. വളരെ മനോഹരമായിട്ട് കുട്ടികളെ മാത്സ് പഠിപ്പിക്കാനുള്ള ട്രിക്കും കൊണ്ട് വരുന്നതാണ് നമ്മുടെ യൂട്യൂബിലേക്ക്. അങ്ങനെ മാമിനെ അറിയാം. വേറെ ആരെയും എനിക്ക് പേഴ്സണലി അറിയില്ല. പിന്നെ സാറ് പറഞ്ഞ ഈ പബ്ലിക് സ്പീക്കിംഗ് കോൺഫിഡൻസ്, അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. എനിക്ക് പറയാനുള്ളത് പുറത്തേക്ക് വരൂല. അങ്ങനെ ഒരു പ്രശ്നമുള്ള ആളാണ് ഞാൻ. ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഇപ്പൊ തന്നെ നമുക്ക് സാറിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ആയിക്കൂടാന്നുള്ളത് ചിന്തിക്കാൻ തോന്നുന്നുണ്ട്. ഇങ്ങനെയൊന്നല്ലായിരുന്നു ഞാനും. ഈ പോസിറ്റീവ് കമ്മ്യൂണിൽ വന്നതിന് ശേഷമാണ് ഇതുപോലെയുള്ള സാർമാറും മാഡം ഒക്കെ അവരെ ബാക്കിലുള്ള സപ്പോർട്ട് കൂടിയാണ് ഞാനും ഈ ഒരു രീതിയിലായിട്ട് മാറിയത്. സാറ് പറഞ്ഞത് കോൺഫിഡൻസോട് കൂടി സംസാരിക്കാൻ കഴിയാന്ന് പറയുന്നത് തന്നെ നമ്മൾ മാറാൻ തുടങ്ങുന്നതാണ്. നമ്മൾ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് മാറ്റം ഉണ്ടാവും. നമുക്ക് കുറച്ച് ആൾക്കാരെ മുമ്പിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ആ ഒരു ധൈര്യം കിട്ടുക എന്ന് പറഞ്ഞത് വലിയൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ആയി തീരാൻ വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടുമ്പോൾ അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. അപ്പൊ തന്നെ സാറ് എനിക്ക് പറയാൻ അവസരം തന്നു. അത് ഞാൻ ഇല്ലാന്ന് പറഞ്ഞു മാറി നിന്നാൽ അതെന്റെ അവസരം നഷ്ടമാകുന്നു. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ മുതലെടുക്കാന്ന് തന്നെ പറയാം. അവസരങ്ങൾ നമ്മൾ എവിടെയും കളയാൻ പാടില്ല. അപ്പോൾ എല്ലാവരും ഈ സാറിന്റെ തൃശ്ശൂരാണല്ലേ നടത്തുന്നത്, അവിടത്തേക്കൊക്കെ പോകാനുള്ള ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. പക്ഷേ നമുക്ക് മാറണമെന്ന്, അതായത് നാലാളെ മുമ്പിൽ നിന്ന് സംസാരിക്കണം എന്ന് തോന്നുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു സെഷന് വലിയൊരു പറയാ ഒരു കാര്യം തന്നെയായിരിക്കും. ഇത് തന്നെ പറയാനുള്ളൂ. പിന്നെ ഇതിൽ കാണുന്ന പുതുമുഖങ്ങളൊക്കെ സ്വാഗതം പറഞ്ഞതായാലും ക്ലാസ് എടുത്ത മേമായതൊക്കെ നല്ല അടിപൊളിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. സാറിന് പറയാനുള്ളൂ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സുമേത്ത മാം. ഒരു കാര്യം കൂടി സുമേത്ത മാം, ഇന്നലെ പ്രസന്റ് ചെയ്തതെന്നും ഇന്ന് ഇവിടെ വന്ന് എല്ലാവരും മുന്നിൽ പ്രസന്റ് ചെയ്തതെന്നും ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാമോ? ഇന്നലെ ഇരുന്നതും ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഒരു എക്സ്പീരിയൻസിൽ വ്യത്യാസം. എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോ ഇന്നലെ ഞങ്ങൾ നടത്തുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. അത് ഞങ്ങളാണ് അത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ചെയ്തത് ഈ വന്നവരൊക്കെ സ്വാഗതം ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഡ്യൂട്ടി. അപ്പൊ അതെനിക്ക് പറയുമ്പോൾ ഞങ്ങൾ സ്വീകരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഇതായിട്ടുണ്ട്. പക്ഷെങ്കിൽ ആ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം എന്നെ സാറ് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സാറ് തന്ന ഒരു ഫീഡ്ബാക്ക് വെച്ചിട്ട് എനിക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എനിക്ക് വീഡിയോ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പോൾ ഞാൻ നടത്തുന്ന പരിപാടി ആയതുകൊണ്ട് അത് ഞാൻ വീഡിയോ കാണണം, അല്ല എന്നെ കാണിക്കണം. അതുകൊണ്ട് ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ ഇങ്ങനെ കേൾക്കുന്ന ക്ലാസ്സുകൾക്ക് ഞാൻ എന്ത് ചെയ്യാറില്ല, വീഡിയോ ഓൺ ആക്കിയിരിക്കാറില്ല. ഞാനത് കേൾക്കുമായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ കയറി ഉടനെ തന്നെ വീഡിയോ ഓൺ ആക്കിയിട്ടാണ് ഞാൻ ഇരുന്നത്. അത് സാറിന്റെ ഇന്നലത്തെ ഞങ്ങൾക്ക് തന്ന ഒരു കോൺഫിഡൻസ് ലെവലാണ്. സാർ ഒരു മെസ്സേജ് ആയിട്ടാണ് ഇട്ടത്. പക്ഷെ സാർ ഇന്നലെ ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പറയുമ്പോൾ ഫസ്റ്റ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും സാർ പേഴ്സണലി എന്നോട് പറഞ്ഞിട്ടുണ്ട് അടിപൊളിയായിരുന്നു. അപ്പൊ അടിപൊളിയായിരുന്നു കേൾക്കുമ്പോ തന്നെ ഞാൻ കൊള്ളാലോ എന്ന് നമുക്ക് തോന്നും. കുഴപ്പമില്ല, നല്ലതാണെന്നല്ലേ പറയുന്നത്, കുറച്ചും കൂടി ബെറ്റർ ആക്കണം എന്നാ തോന്നുന്നത്. പക്ഷെ എനിക്ക് ഇന്നലത്തേലും തോന്നുന്നത്, ഇന്ന് ഞാൻ വീഡിയോ ഓണാക്കി ഫസ്റ്റ് തന്നെ ഇരിക്കുന്നതിന്റെ കാരണം തന്നെ നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ആയി എന്നാണ് തോന്നുന്നത്.
എനിക്ക് അതാണ് ഇന്നലത്തെ ഇന്നും തമ്മിലുള്ള വ്യത്യാസം തോന്നുന്നത്. ഓക്കെ, താങ്ക് യു. ഞാൻ എടുത്തു പറയാം, രണ്ടാമത് ചോദിക്കാൻ കാരണം ഇന്നലെ കണ്ട വ്യക്തിയല്ല ഇന്ന് സംസാരിക്കുക എന്നുള്ള. ഇന്നലെ ബേസിക്കലി കുറച്ച് ഷൈ ഒക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ഷൈ, ഒരു നാണം കുണുങ്ങി ആയിരുന്നു. പക്ഷേ നമ്മളെ വീഡിയോ ഓണാക്കി വെച്ചിരിക്കുമ്പോൾ നമ്മൾ കേൾവിക്കാരായിട്ട് ഒരുപാട് അപ്രിസിയേഷൻ ഇന്ന് സമയത്ത് മേഡത്തിന് വാരി കോരി കിട്ടുന്നുണ്ട് കേട്ടോ. കയ്യടികളൊക്കെ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ചാനൽ ഇവിടെ, അതായത് നമ്മുടെ സൂമിലൊക്കെ എങ്ങനെ വർക്ക് ചെയ്യിക്കുന്ന എല്ലാവർക്കും നന്നായിട്ട് അറിയാം. എല്ലാവരും ഒരുപാട് അപ്രിസിയേഷൻ കിട്ടുന്നുണ്ട്. നമ്മുടെ കോട്ടയ്ക്കൽ നിന്ന് വിളംബരം, അസീസ് വിളംബരം ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. വളരെ സന്തോഷം. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇന്നലെ കണ്ട വ്യക്തിയല്ല എന്ന് വളരെ നിറഞ്ഞ കോൺഫിഡൻസോടുകൂടി ഇനി ഈ ക്യാമറ ഓൺ ആക്കി വെക്കുമ്പോൾ ഒരു ഗുട്ടൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ച് കിച്ചണിൽ ഒരുപാട് ജോലി ഉണ്ടാവും കേട്ടോ. പെട്ടെന്ന് വന്ന് നമുക്ക് നമ്മൾ നിങ്ങളെ പുരുഷ പ്രജകളെ പോലെ ഒറ്റയടിക്കും കയറി ഇരിക്കാൻ പറ്റില്ല. വീട്ടിലെ ജോലികളും മറ്റുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. അതൊക്കെ ഒന്ന് നിയന്ത്രിച്ച് കൊണ്ടുവന്നിരുന്ന് സംസാരിക്കുകയാണ് നമുക്കറിയാം. അപ്പോൾ ക്യാമറ ഓൺ ആക്കി വെച്ചിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നമുക്ക് സ്ഥാനം കിട്ടും. ഹൃദയത്തിൽ കാഴ്ചയ്ക്ക് ഈ കേട്ട് കഴിയുമ്പോൾ എത്ര നന്നായി കേട്ടാലും ആ ഒരു കേൾവിക്ക് ഒരു പരിധി ഉണ്ട് വാക്കുകൾക്ക്. അത് നമ്മൾ കുറച്ച് മറന്നു പോകും. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം ലഭിക്കണമെങ്കിൽ കഴിഞ്ഞ ക്യാമറ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇന്ന് സുമേത്ത് മേഡം പറഞ്ഞ ഒരൊറ്റ പോയിന്റ് ഞാൻ പറയാം. എനിക്കിവിടെ പരിചയമുള്ളത്, ഇന്നലെ ഞാൻ കണ്ടൊരു മുഖങ്ങൾ നമ്മുടെ ഉസ്മാൻജിയുടെ മുഖമായിരുന്നു. യൂട്യൂബിൽ മാത്രം കണ്ടിരുന്ന ലിനി മേഡത്തെ കണ്ടു, ലിജി മേഡത്തെ കണ്ടു. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളെ പിക്ക് ചെയ്തെടുക്കാൻ എന്താ കാരണം? ഇന്നലെ ഉസ്മാൻജി എന്ത് ചെയ്തു? ക്യാമറ ഓഫാക്കി വെച്ചിരിക്കുക. അറിയോ? കാണില്ല. അപ്പൊ ഇനി നാളെ ആളുകൾ പറയണം, വടകരയിൽ നിന്ന് സുമേത്ത് മേം കയറി. എത്ര മനോഹരമായിട്ട് അവർ ഇരുന്നു. ആ മുഖം നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു. പിന്നീട് നമ്മൾ വേറെ എവിടുന്നെങ്കിലും ഒക്കെ കാണുന്നതെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് ക്യാച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. അതല്ലെങ്കിലോ ഈ ശബ്ദം എവിടെയോ കേട്ടു, ഒരാളെ കാണുമ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ ശബ്ദമല്ലല്ലോ ക്യാച്ച് ചെയ്യുന്നത്, നമ്മുടെ ഫേസ് അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ആ ഒരു ക്യാമറ ഓൺ ആക്കി വെക്കുന്നതിന്റെ ആ ഒരു ഗുണവും മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചത്. ഓക്കെ സുമേത്ത് മാം, താങ്ക് യു സോ മച്ച്. യെസ്, ഇനി നമ്മൾ നേരെ നേമ മാഡത്തിലേക്ക് എത്താം. അതിന് മുന്നേ ഒരു ആക്ടിവിറ്റിയിലൂടെ നമുക്ക് അടുത്ത ഷാനോട് എത്താം. ലിജി മാം റെഡി? ഓക്കെ ആണോ? ലിജി മാം ഓക്കെ ആണോ? തിരക്ക് റെഡിയാണോ? ഓക്കെ, ഞങ്ങളൊരു വ്യത്യസ്തമായിട്ടൊരു സംഭവം പരീക്ഷിക്കാൻ പോവാണ് ലിജി മാഡത്തിനെ സംബന്ധിച്ച്. കാരണം എന്താ വെച്ചാൽ ലിജി മാഡം ഈ ഗ്രൂപ്പില് എന്ത് കാര്യം, ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഡാൻസ് ഒക്കെ കളിച്ച് നമുക്ക് സ്പീക്ക് വിത്ത് കോൺഫിഡൻസ് ഡാൻസ് ഒക്കെ വെച്ച് തകർക്കാൻ, ഡാൻസ് പാടുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, വെച്ച് തകർക്കാൻ. നമ്മളൊരു ഫാമിലി ആയിട്ടാണ് പോകുന്നത്, ഒരു ഫാമിലിയിലുള്ള മെമ്പേഴ്സാണ്. കാരണം ഒരു ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ പിള്ളേർ ആരുമില്ല, എല്ലാവരും അഡൾട്ടാണ്, എല്ലാവരും മക്കളായത് പേരക്കുട്ടികളായത് ആ റേഞ്ചിലുള്ളവരാണ്. അപ്പൊ പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ എല്ലാം മെച്ചൂർഡ് ആയിട്ടുള്ളതാ. ഓക്കെ, നമ്മുടെ ഉസ്മാൻജി മാത്രമാണ് കുഞ്ഞുള്ളൂ എന്ന് പറയുന്നുള്ളത്. അദ്ദേഹം മാത്രമേ കുഞ്ഞുള്ളൂ, ബാക്കി എല്ലാവരും അഡൾട്ടാണ്. യെസ്, റൈറ്റ്. പക്ഷെ കുഞ്ഞാണെങ്കിലും കയ്യിലിരിപ്പാണ് പ്രശ്നം അല്ലേ? നമ്മളെ ഗ്രൂപ്പിലൊക്കെ ഏറ്റവും കൂടുതൽ തകർത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. താങ്ക് യു. അപ്പോ ഇപ്പൊ എന്ത് ചോദിച്ചാല് ഒന്നൊരു ട്രൈ ചെയ്യണേ. നമുക്ക് സക്സസ് ആവില്ല എന്നൊക്കെ പിന്നീട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാന്നുള്ളൂ. ലിജി മാം, ഞാൻ ഈ മ്യൂസിക് ഇട്ട് തരും. കാരണം നന്നായിട്ട് നമുക്ക് ലിജി മാം ഡാൻസ് കളിക്കുന്ന ആളാണ്. ആ മ്യൂസിക് അനുസരിച്ച് ആക്ട് ചെയ്യണം. സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള ഒരു പാട്ടാണ് ഞാൻ ഇട്ട് തരുന്നുണ്ട്. ഓക്കെ, ഇരുന്നോണ്ട് മതി. റൈറ്റ്. അതായത് അച്ഛാ കുറച്ചു പൈസ തായോ അർജന്റാ, ജോലിക്കൊന്നും വയ്യത്തും അതിന്റെ ഒരു ദൃശ്യാവിഷ്കാരം നമ്മൾ സൂമിലൂടെ നടത്തി നോക്കുകയാണ്. ഒരു വെറൈറ്റി അല്ലേ ശ്രീജ മാം? അപ്പൊ എന്ത് ചെയ്തു, എന്നെ അച്ഛനായി കണ്ടോളൂ. ഞാനാണ് അച്ഛൻ, എന്നെ അച്ഛനായി കണ്ടോളൂ. ശ്രീജ മാം കാസർഗോഡ് നിന്ന് അച്ഛമ്മയായിട്ട് ഇരുന്നോട്ടെ. ഒരു കാലത്ത് ശ്രീജ മാം അച്ഛമ്മ ആവുമല്ലോ. അച്ഛമ്മ അല്ല എനിക്കറിയാം, എന്നാലും ആകട്ടെ, നമുക്ക് പരീക്ഷിച്ച് നോക്കാം. ജിമ റെഡി അല്ലേ? സ്പോട്ടിലിട്ടോളൂ 3 പേരെയും സ്പോട്ടിലേക്ക്. ഉസ്മാൻജി ഒന്ന് ഒരു സ്പോട്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ 3 പേരും സ്പോട്ടിലേക്ക് ഇട്ട മുകളിലേക്ക് കയറും. ഇപ്പൊ നിങ്ങളുടെ സ്ക്രീൻ ഷെയറിംഗ് നിങ്ങൾ ശ്രദ്ധിക്കണ്ട കേട്ടോ. അതിൽ വോയിസ് മാത്രമേ ഉള്ളൂ, ഒരു മ്യൂസിക് മാത്രമേ ഉള്ളൂ. ഞാൻ സ്ക്രീൻ ഷെയറിംഗിലേക്ക് 3 പേര്. ശ്രീജ മാഡം കാസർഗോഡ്. ശ്രീജ മാഡം വിചാരിക്കും പടച്ചോനെ എന്തൊക്കെയാണ്, ഞാൻ കാസർഗോഡ് ജോലിയൊക്കെ കഴിഞ്ഞ് വളരെ സുഖമായിട്ട് വീട്ടിൽ വന്നിരിക്കുന്നു, ഈ നേരത്തിന് എന്നെ കൊണ്ട് ചെയ്യിക്കണം. നമ്മുടെ ഗ്രൂപ്പില് അതെ, ഞാനാണ് അച്ഛൻ, ലിജി മേഡം ആണ് മോള്, ശ്രീജ മേഡം ആണ് അച്ഛമ്മ. ക്ലിയർ ആണല്ലോ? ഒന്ന് ആക്ട് ചെയ്ത് നോക്കുകയാണ്. എത്ര സക്സസ് ആവും നമുക്ക് നോക്കി നോക്കാം. ഇതൊക്കെ ഒരു ലേണിംഗ് അല്ലേ, ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങളല്ലേ. ഓക്കെ, ഞാനിപ്പോൾ സ്ക്രീൻ ഷെയറിലേക്ക് നോക്കണം കേട്ടോ. ആരും സ്ക്രീൻ ഷെയറിംഗ് മ്യൂസിക് മാത്രമേ ഉള്ളൂ. ഇവിടെ ഓഡിയൻസിന്റെ
അതായത് ഒരു പബ്ലിക് സ്പീക്കർക്ക് വേണ്ടത് നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് സംഗതി കൊടുത്ത് കൃത്യമായിട്ട് ആക്ട് ചെയ്യാൻ കഴിവ് വേണം. റീജാമാണ് പടച്ചോനെ പെട്ടല്ലോ എന്ത് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ 3 പേര് സ്പോട്ട് ലൈറ്റ് ആള്, നമ്മുടെ 3 പേരെ മൊബൈലിൽ ഏറ്റവും ആദ്യം നമ്മളെ 3 മുഖങ്ങൾ ആളുകൾ കാണുന്നത് ആ ലെവലാക്കി വെച്ചിട്ടുണ്ട്. സൂമിന്റെ പരിമിതികളൊക്കെ നമ്മൾ പരമാവധി എന്ത് ചെയ്യുന്നുണ്ട്, പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു മ്യൂസിക് ഷെയർ ചെയ്യുന്നുണ്ടേ. ആ മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ലിജി മാം എന്ത് ചെയ്യും, കളിക്കും. ഞാനും ആക്ട് ചെയ്യാൻ ശ്രമിക്കാം. ശരീരത്തെ ഒഴിവാക്കി ഒന്ന് ഫ്രണ്ടിലേക്ക് ഇരിക്കട്ടെ ഞാൻ, എന്നാലാണ് എനിക്കും ഒരു ആക്റ്റീവ് മൂഡ് വരത്തുള്ളൂ. ഓക്കെ, ശ്രീജ മാഡം ആകെ സീനായിട്ട് ഇരിക്കുന്നത്. എന്തൊക്കെയോടെ സംഭവിക്കും ഒന്നും വേണ്ട, സിനിമ വേണ്ട, ആക്ട് ചെയ്തുകൊള്ളാം. ഏറ്റവും നന്നായി ആക്ട് ചെയ്യുന്ന ആള്, ഒരു മിനിറ്റ്, ഏറ്റവും നന്നായിട്ട് ആക്ട് ചെയ്യുന്ന ആള് ശിവദാസേട്ടൻ ജഡ്ജാണ് കേട്ടോ. ശിവദാസേട്ടനാണ് നമ്മുടെ കൂട്ടത്തിലെ ജഡ്ജ്. ശിവദാസേട്ടൻ ഞങ്ങൾ 3 ആൾ നോക്കുക, ആരാണ് നന്നായി പെർഫോം ചെയ്ത് മാത്രം പറഞ്ഞാൽ മതി. ശിവദാസേട്ടന്റെ ഇത്രയും കാലത്ത് അനുഭവം വെച്ച് കൊടുക്കണം. അദ്ദേഹം ഒരു പ്രൈസ് കൊടുക്കാൻ 501 കുറഞ്ഞ പ്രൈസ് കൊടുക്കാൻ ചരിത്രം അദ്ദേഹം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഒരു സ്ക്രീൻ ഷെയറിങ് ഞാൻ ചെയ്യുന്നുണ്ടേ. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ സ്ക്രീൻ ഷെയറിങ് വന്നു വേണം. നിങ്ങൾ ഡിവൈസ് ഫോൺ ആണെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ ഫോണിൽ നോക്കിയാൽ മതി, ഡിവൈസിലേക്ക് നോക്കണ്ട. ഓക്കെ, റൈറ്റ്. അതിന് മുന്നേ ഞാൻ ഈ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ സൗണ്ട് ഉള്ളൊരു ഭാഗം വരുന്നുണ്ട്. അതിൽ സൗണ്ട് ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഷെയർ സൗണ്ട് ഓപ്ഷൻ പലർക്കും പറ്റുന്നൊരു അബദ്ധമാണ് അത്. സൗണ്ട് വന്നില്ല, പിന്നെ സൗണ്ട് ഇവിടെ പോയി നോക്കും. ഓക്കെ, ഞാനിപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ക്രീൻ അതിലൊന്നുമില്ല കേട്ടോ, അതൊരു ഓഡിയോ മാത്രമാണ്. ഇത് എൻ്റെയും ഒരു പരീക്ഷണമാണ്, നമ്മളെല്ലാവരും പരീക്ഷണം. ഓക്കെ, റൈറ്റ്. അപ്പൊ ഞാനും എൻ്റെ ഡിവൈസ് കെയർ ചെയ്തു. പക്ഷെ എനിക്ക് ഇപ്പോൾ 4 ആളെ, എനിക്ക് കുറച്ച് കൂടുതൽ ആളുകൾ കാണണം. അപ്പൊ ആ രീതിയിൽ ഞാൻ എന്ത് ചെയ്തു, ഒരുപാട് പേരെ സ്ക്രീനിലേക്ക് നിൽക്കുന്ന രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ എനിക്ക് ഒരുപാട് പേരെ കാണാം. റൈറ്റ്, റെഡിയാണല്ലോ? ലിജി മാം അൺമ്യൂട്ട് ചെയ്തോളൂ. ശ്രീജ മാം അൺമ്യൂട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. സംസാരിക്കേണ്ട ഇല്ലല്ലോ, നമ്മൾ ഇത് മാത്രമല്ലേ ഉള്ളൂ, നമ്മുടെ ബോഡി ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ. ഒരു പബ്ലിക് സ്പീക്കർക്ക് വേണ്ടി മെയിൻ ആയിട്ട് ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് സംഗതി കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് അത് നിറവേറ്റിയതല്ല. ഉസ്മാൻജി ഇതിന്റെ റെക്കോർഡിംഗ് പോകുന്നുണ്ടോ? ശിവദാസേട്ടൻ റെക്കോർഡിംഗ് കിട്ടുള്ളൂ. ശിവദാസേട്ടന് ഈ ഭാഗം മാത്രം മതി ശിവദാസേട്ടാ, അല്ലേ? അപ്പൊ ശിവദാസേട്ടൻ ഒരു കാര്യം ചെയ്യൂ, സ്ക്രീൻ റെക്കോർഡിംഗ് കിട്ടുള്ളൂ ശിവദാസേട്ടാ. ഓക്കെ, ശിവദാസേട്ടൻ എല്ലാ ഭാഗങ്ങളും നമ്മൾ പറയാത്ത എല്ലാ ഭാഗവും വളരെ വ്യക്തമായിട്ട് റെക്കോർഡിംഗ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, റൈറ്റ്, റൈറ്റ്. അപ്പോൾ ആദ്യം ലിജി മാഡത്തിന്റെ പാർട്ടാണ് വരിക, അതിനുശേഷം ശ്രീജ മാഡത്തിന്റെ പാർട്ടായിരിക്കും, എന്റെ പാർട്ടായിരിക്കും, അതിനുശേഷം ശ്രീജ മാഡം. ശ്രീജ അച്ഛമ്മയുടെ റോള് വരുമ്പോൾ ശ്രീജ മാഡം ആക്ട് ചെയ്താൽ മതി. റൈറ്റ്. കുറച്ച് പൈസ വേണം, അർജന്റാ. ജോലിക്കൊന്നും പോകാൻ വയ്യ, തുമ്മല. ഇല്ലേ കയ്യിൽ ഇല്ലെങ്കിൽ ഒതുന്നേലും നീങ്ങളും മോശം തന്നെ ഇങ്ങനെ പോയാൽ അച്ഛൻ്റെ നീങ്ങളുടെ കയ്യിലുണ്ടോ പെൻഷൻ കിട്ടിയ ചില്ലറ വല്ലം കാണൂലേ? അച്ഛൻ്റെ നീങ്ങളുടെ കയ്യിലുമില്ലേ പെൻഷൻ കിട്ടിയ ചില്ലറ വല്ലം താമേ? എന്താ ഇവിടെ സംഭവിച്ചത്? എന്താ ഇപ്പൊ സംഗതി പൊളിച്ച്? എന്താ സംഗതി ഇപ്പൊ എന്തൊക്കെയാ ഇവിടെ ഉണ്ടായത്? എന്തൊക്കെയാ ഇവിടെ സംഭവിച്ചത്? എക്സലന്റ് ശിവസേട്ടാ, ഒരു വിലയിരുത്തലാവാം. കൊള്ളാം. അത് തീർച്ചയായിട്ടും അതിനകത്ത് പ്രധാന ഭാഗം അവതരിപ്പിച്ച നമ്മുടെ ലിജി മോൾ മാഡം തന്നെയാണ് അതിൽ ഏറ്റവും നന്നായിട്ട് പ്രസന്റ് ചെയ്തത്, അത് സംശയമില്ല. ഞാൻ വിചാരിച്ചു ഇനി ബാക്കിയുള്ളവരൊക്കെ സെഷന് വേണ്ടിയിട്ട് വേറൊരു ടൈം ഉണ്ടാകുമോ എന്ന് വിചാരിച്ചു. അപ്പൊ ലിജി മാഡത്തിനെ മാത്രമാണ് ഫോക്കസ് ചെയ്തത്. ഈ പാട്ട് ഒരു വലിയ പാട്ടാണ്, ഒരു 2-3 മിനിറ്റ് ഉണ്ട്. അത് നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് പാടി തീർക്കാം. അത് നമ്മൾ ഗ്രൂപ്പ് സ്പീക്കിൽ ആ പാട്ട് നന്നായിട്ട് ഇടും. ഓരോരുത്തർ റോൾ എന്താ കൃത്യം പറഞ്ഞു അടുത്ത സെഷൻ നമ്മൾ പൊളിക്കണം. എല്ലാവർക്കും കൂടിയുള്ള റോൾ ഉണ്ട്. ഇതിപ്പോ ജസ്റ്റ് ഒരു ഇൻട്രോ മാത്രമേ ഉള്ളൂ. ഓക്കെ, ലിജി മാം എക്സലന്റ് ആയിരുന്നു, എക്സലന്റ്. ഓക്കെ, ഉസ്മാൻജി ഒന്ന് അൺപിൻ ചെയ്യാവോ രണ്ടുപേരെ? ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. റൈറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ വിളംബരത്തിന് രാത്രി ഹെൽമെറ്റ് ഇട്ടിരിക്കണം മനുഷ്യങ്ങൾക്ക്. അത് പുറത്തേക്ക് പോവാണോ നിങ്ങൾ? എങ്ങോട്ടെങ്കിലും യാത്രയിലാണോ? കുഴപ്പമില്ല. റൈറ്റ്, ഓക്കെ. അപ്പൊ നമ്മൾ നേരെ പോകുന്നത് ടൗണിലല്ലേ? ഓ, റൈറ്റ്. ഓക്കെ, താങ്ക് യു. ടൗണിൽ ഇരുന്നുപോലെ അദ്ദേഹം ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. താങ്ക് യു സോ മച്ച് ഡിയർ, താങ്ക് യു ഡിയർ. അപ്പോൾ നമ്മൾ ഇനി നേരെ പോകുന്നത് നമ്മുടെ വടകരയിൽ നിന്ന് മറ്റൊരു അതിഥി വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിഥിയിലേക്കാണ് പോകുന്നത്. നേമ മാഡത്തെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സെൽഫായിട്ട് പരിചയപ്പെടാം. അതോടൊപ്പം തന്നെ നേമ മാഡത്തിന്റെ ഒരു എക്സ്പീരിയൻസും കൂടി ഷെയർ ചെയ്തായിരിക്കും നമുക്ക് വേണ്ടിയിട്ട്. നേമ മാം പ്ലീസ്. താങ്ക് യു സർ. ആദ്യം ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചതിൽ സാറിനോട് നന്ദി പറയുന്നു.
ഇന്നത്തെ സെഷന് ഓരോ സ്ത്രീകൾക്കും ഉള്ളിൽ ഒരു സ്പാർക്ക് തന്നെ വരുത്തുന്ന ഒരു സെഷൻ ആയിരുന്നു. ശരിക്കും എനിക്കും കാരണം ഒരുപാട് കാര്യങ്ങൾ പണ്ടത്തെ കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ ഒന്ന് പോയി. കാരണം നമ്മള് മാറ്റങ്ങൾ നമ്മൾ തിരിഞ്ഞു നോക്കുമല്ലോ. ഇന്ന് ഒരു 3 വർഷം കൊണ്ടുള്ള എന്റെ മാറ്റം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് എനിക്ക് ഇന്നത്തെ ആ സെഷനിൽ കൂടി സാറ് ശരിക്കും അതൊന്ന് ഓർമ്മിപ്പിച്ചു. പിന്നെ ഇന്നത്തെ സെഷനിൽ ഞാൻ ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ ജസ്മി മാമിനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ കണ്ടിരുന്നു. പിന്നെ ഉസ്മാൻ സാറിനെ, പിന്നെ വേറൊരാളെ ഞാൻ കണ്ടിട്ട് എവിടെയോ കണ്ട പോലെ ഉണ്ടല്ലോ എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമാണ് സുമയ മാം പറഞ്ഞത് യൂട്യൂബിലുള്ള ലിജി മോൾ മാമാണ്. ഞാൻ ഇങ്ങനെ വിചാരിക്കാൻ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിന് വന്നപ്പം കോൺഫിഡൻസ് എന്താ പറയാ, ശരിക്കും നമുക്ക് എല്ലാവർക്കും കോൺഫിഡൻസ് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. കാരണം എല്ലാവരുടെ ഫേസ് കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയാ, സാർ എത്രത്തോളം ഈ ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോയി എന്നുള്ളത് ഈ സെഷനിൽ വരുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഭയങ്കര സപ്പോർട്ടീവ്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ വരുന്നതിന് മുന്നേ തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വന്നോ പോയോ എന്തായി, രശ്മി മാമും അതുപോലെ ഉസ്മാൻ സാറും ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതന്നെ ഒരു ഭയങ്കര നല്ലൊരു ടീം, നല്ലൊരു ഇത് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ആക്ടിവിറ്റി സൂപ്പർ ആയിട്ടുണ്ട്, നന്നായിട്ട് ലിജി മോൾ മാം നന്നായിട്ട് ആക്ട് ചെയ്തു. പിന്നെ സാറും അച്ഛനായിരുന്നു അല്ലേ സാർ, അച്ഛൻ മകനാണ്. അപ്പോ നല്ലൊരു സെഷൻ തന്നെ എനിക്ക് പറയാനുള്ളത്. കാരണം കോൺഫിഡൻസ് വളരണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ സാറിന്റെ ആ തൃശ്ശൂർ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരും വരണമെന്നില്ല. പക്ഷെ വരേണ്ട ഒരു ഇത് നോക്കിയിട്ട് കാര്യമില്ല, നമ്മൾ മാറണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് നമ്മൾ ഏത് അറ്റം വരെ നമ്മൾ പോകണം. അപ്പം സാർ പറഞ്ഞ ഓരോ കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യണം. പിന്നെ എന്താ പറയാ, നമ്മുടെ പ്രസന്റേഷൻ ഇംപ്രൂവ് ആക്കണം. പിന്നെ വോയിസ് ക്ലാരിറ്റി നന്നായിട്ട് സാർ പറയുന്നുണ്ട്. ഈ ഒരു സെഷനിൽ വന്നാൽ പോകുമ്പോഴത്തേക്കും നമ്മളെ സംസാരമൊക്കെ നല്ല ഇതുണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പം എനിക്ക് വരണമെന്നൊരാഗ്രഹം ഉണ്ട്, പക്ഷെ എനിക്ക് അറിയില്ല എത്രത്തോളം വരാൻ പറ്റും എന്നുള്ളത്. പിന്നെ ഭയങ്കര സന്തോഷം ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിച്ചത്. ഒരു വെറൈറ്റി ആയിട്ടാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് മനസ്സിലായി. താങ്ക് യു എല്ലാവരോടും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് മാം, താങ്ക് യു സോ മച്ച്. ഇന്നലെ പ്രോഗ്രാമിന്റെ എന്റെ പ്രോഗ്രാമിന് PD ആയിരുന്നു കേട്ടോ. എന്റെ PD ആയിരുന്നു. സമയത്ത് മേഡം ആയിരുന്നു. ഓൾമോസ്റ്റ് കുറെ പേര് ഉണ്ടായിരുന്നു. കുറച്ച് പേര് അവരെ ഗ്രൂപ്പിന്റെ ലിങ്ക് നമുക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടേ. ഞാൻ കോഫി ടോക്ക് അല്ല, നമ്മുടെ സ്പീക്കിൽ ഇട്ട് തരാം. അപ്പൊ എല്ലാ ബുധനാഴ്ചയല്ലേ പ്രോഗ്രാം നടത്തുന്ന വീക്കിലി. ഓക്കെ, അപ്പൊ ഇതൊക്കെ ശരിക്കും ഞാൻ കാണുന്ന ഒരു നിമിത്തമാണ്. ദൈവത്തിന് നിമിത്തം എന്ന് പറയൂലേ. നമ്മൾ ഈ സൂമിലുള്ള ഓൾമോസ്റ്റ് എല്ലാവരും ഞാനും ഡയറക്റ്റ് കണ്ടിട്ടൊന്നുമില്ല, വിരലെണ്ണാവുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം കുറെ കാലങ്ങളായിട്ട് നമ്മൾ സൂമിലൂടെയുള്ള ആ ഒരു പരിചയം തന്നെയാണ്. അതിന്റെ ഒരു പ്രതിഫലനം തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയ ഗ്രൂപ്പും അതിലൂടെയുള്ള കാര്യങ്ങളൊക്കെ കുറെ കാര്യം ഷെയർ ചെയ്യുന്നു. അപ്പൊ അമ്പിളി മാം ആ ഗ്രൂപ്പിന്റെ ലിങ്ക് ഒന്നും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാവും നമ്മുടെ സ്പീക്ക് വിത്ത് കോൺഫിഡൻസിലെ. അതൊരു വർക്ക്ഷോപ്പ് ആട്ടോ. അവിടെ വന്നിട്ട് പണിയെടുത്തില്ലെങ്കിൽ അമ്പിളി മാഡം എടുത്ത് പുറത്തേക്ക് ഇട്ടു. വർക്കൗട്ട് ചെയ്ത് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കണം എന്നുള്ളതാണ് ആ ഒരു ഉദ്ദേശത്തിൽ. പോസിറ്റീവ് എടുക്കുന്നവർ അതിൽ ജോയിൻ ചെയ്യാം. റൈറ്റ്. അതിനെല്ലാം ആഴ്ചയിൽ വീക്കിലി ഒരു ദിവസം നമ്മൾ അതിൻ്റെ ഒരു സെഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു അമ്പിളി മാം. താങ്ക് യു ഡിയർ. റൈറ്റ്. അപ്പോൾ ഏകദേശം നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനി നമ്മൾ ഉസ്മാൻജിയെ ഞാനതിന് ശേഷം ഒന്ന് വിളിക്കാം കേട്ടോ. റൈറ്റ്. നമ്മുടെ അടുത്താരെ പ്രസന്റ് ചെയ്യാനുള്ളത് ഇന്നത്തെ ഷെയർ ചെയ്ത് ജസ്മി മാം. Needu ma'am. Please, Needu ma'am. Needu ma'am, welcome. ജസ്മി മാം ആരായിരുന്നു? നീതുമ ഫ്ലോറിൽ ഇല്ല സാർ. ഇല്ല, നീതുമ ഇന്ന് പെട്ടെന്ന് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. ഞാൻ എപ്പോഴാണ് കണ്ടത്, എത്താൻ പറ്റില്ല. അടുത്ത ആഴ്ച കൊണ്ട് കൊടുക്കാം. അടുത്ത ആരാ? Nijia ma'am, please come. Nijia, welcome. താങ്ക് യു ജസ്മി മാം. കേൾക്കാമോ? യെസ് മാം. ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു സുഖപ്രസവ കഥയാണ്.
പക്ഷേ കേൾക്കുമ്പോൾ ഇപ്പം എല്ലാ അമ്മമാരും വിചാരിക്കും വലിയ സുഖമൊന്നും ഇല്ലെന്ന്, അല്ലേ? ലിജി മാം, ഇരട്ടക്കുട്ടികളുടെ അമ്മയോട് തന്നെ ചോദിക്കട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു? നജിയ മാം, സത്യം പറഞ്ഞാല് ഒരാളുടെ പ്രസവത്തിനാണ് ഞാൻ ബുദ്ധിമുട്ടിയത്. ട്വിൻസ് ആയാലും ഒരു ബുദ്ധിമുട്ടില്ലാതെ 3/4 മണിക്കൂർ കൊണ്ട് നോർമൽ ഡെലിവറി ആയിരുന്നു. ഓക്കെ, താങ്ക് യു ലിജി മാം. എന്നാ ഇന്ന് ഞാൻ അതിന്റെ വേദനിപ്പിക്കുന്ന കഥകളോ ഒന്നുമല്ല പറയുന്നത്. എനിക്ക് 4 മക്കളാണ്. 4ാമന്റെ ഒരു വരവ്, അതൊരു ഒന്നൊന്നര വരവ് തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയം, അവനെ പ്രഗ്നന്റ് ആയ സമയത്ത് എനിക്കൊരു 3 പ്രാവശ്യമെങ്കിലും കോവിഡ് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു പെയിൻ ഇടയ്ക്ക് ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിച്ചു എന്ന് എല്ലാവരുടെ അടുത്തും വിളിച്ചു പറഞ്ഞേക്ക്, കാരണം അതുപോലെ വേദനകളായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. ഒരു മോന് പ്രഗ്നന്റ് ആയി ഒരു 5 മാസം ആയപ്പോഴത്തേക്കും ആൾക്ക് പുറത്തേക്ക് വരണം. അങ്ങനെ ഒരു ലേബർ പെയിൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർ പറഞ്ഞു ഈ ടൈമിൽ നമുക്ക് 5 മാസമല്ല, വളർച്ച പൂർത്തിയായിട്ടില്ല. അങ്ങനെ സ്റ്റിച്ചൊക്കെ ഇട്ടു. വീണ്ടും ഒരേ ഇഞ്ചക്ഷനുകളും മരുന്നുകളും ഒക്കെ ആയിട്ട് ഒരു 9 മാസക്കാലം വളരെ മനോഹരമായ യാത്ര. അതിനുശേഷമാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. ജില്ലാ ആശുപത്രിയിലാണ് ഞാൻ പോയത്. അപ്പോ ഈ 9ാം മാസം ആവുമ്പം, അതായത് എനിക്കൊരു ഏപ്രിൽ 8-നാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. മാർച്ച് 14 ആയപ്പോഴത്തേക്കും എന്റെ അതിഥി അവിടെ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ സ്റ്റിച്ച് എടുക്കാനൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ ഞാനോർത്ത് ഈ സ്റ്റിച്ച് എടുക്കുന്ന ഉടനെ ഡെലിവറി ഒക്കെ നടക്കും, ഒരു 2-3 ദിവസത്തിനകം വീട്ടിൽ പോകാം എന്നൊക്കെയുള്ള വളരെ സന്തോഷകരമായ സ്വപ്നങ്ങളും കണ്ടിട്ടാണ് ഞാൻ ചെല്ലുന്നത്. പക്ഷേ കഥ അവിടെ തീർന്നില്ല. അവിടെ ചെന്നപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞു, കുറച്ച് ദിവസം ഇവിടെ അഡ്മിറ്റ് ആവണം. ഓക്കെ, ഒരാഴ്ചയല്ലേ, പ്രശ്നമല്ല. അങ്ങനെ ഞാന് വാർഡിൽ അഡ്മിറ്റ് ആവുകയാണ്. അപ്പോ അങ്ങനെ ഞാൻ അവിടെയുള്ള ഏകദേശം എല്ലാ ഗർഭിണികളെയും പരിചയപ്പെട്ടു. ഓരോരുത്തരായിട്ട് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ എന്റെ ഊഴം കാത്ത് ഞാൻ എങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ ഇത് ഈ ലേബർ റൂം താഴത്തെ നിലയിലാണ്, മുകളിലത്തെ നിലയിലാണ് നമ്മളുടെ വാർഡ് വരുന്നത്. അപ്പൊ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഇങ്ങനെ സ്റ്റെപ്പ് കയറുന്നു, ഇറങ്ങുന്നു, ചെക്കപ്പ് നടക്കുന്നു, ഇതൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. എന്റെ കൂടെ വന്ന എല്ലാരും തന്നെ പ്രസവമൊക്കെ കഴിഞ്ഞ് നല്ല ഹാപ്പി ആയിട്ട് വീട്ടിൽ പോയി. ഞാൻ മാത്രം എല്ലാ ദിവസവും ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ ഈ ജില്ലാശുപത്രിയിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ആ ഡെലിവറി റൂമിലേക്ക് കയറുമ്പം വെള്ളയൊക്കെ ഇട്ടിട്ട്, വെള്ള ഷർട്ടും വെള്ള മുണ്ടും ഒക്കെ ഉടുത്ത് 2 വശത്ത് മുടിയൊക്കെ പിന്നി കെട്ടി, എന്ത് രസമല്ല, നമ്മൾ സ്കൂളിൽ പോകുന്ന ലാഘവത്തോടെ വേണം ഇറങ്ങി പോവാനായിട്ട്. അങ്ങനെ 1 അല്ല 2 അല്ല 3 അല്ല, എനിക്ക് പരീക്ഷണങ്ങൾ അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ട്രിപ്പ് ഇടുന്നു, ഡെലിവറി നടക്കുന്നില്ല. ഞാൻ തിരിച്ച് ലേബർ റൂമിലേക്ക് ചിരിച്ചുകൊണ്ട് കയറി ചെല്ലുമ്പോൾ നേഴ്സുമാർ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നീ ഇവിടുന്ന് പോകാൻ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നും ഇല്ലേ? അങ്ങനെ ഞാൻ ആദ്യം തൊട്ട് പരിചയപ്പെട്ട എല്ലാവരും വീട്ടിൽ വന്ന് വേദുകുളിയൊക്കെ കഴിഞ്ഞ് ഏകദേശം 1 മാസമായി. അങ്ങനെ അങ്ങനെ കാത്തിരുന്ന ഏപ്രിൽ 6 എന്ന ദിവസം വന്നു. അതിന്റെ തലേ ദിവസവും ഞാൻ പരീക്ഷണത്തിന് വിധേയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രിയായപ്പോൾ 11 മണിയായപ്പോൾ ഡോക്ടറുടെ ഒരു കോള്, നിജിയ ഇനി ഫുഡ് കഴിക്കാൻ പാടില്ല, രാവിലെ നമുക്ക് ട്രിപ്പ് ഇടാനുള്ളതാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോക്ടറെ നാളത്തെ പരീക്ഷണത്തിനുള്ള ശക്തി എനിക്കില്ല, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. ഡോക്ടർ സമ്മതിച്ചില്ല. അപ്പൊ ഇതിനിടയ്ക്ക് വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഈ കിടന്ന ഏകദേശം 1 മാസക്കാലം ഒരു പകുതി മുക്കാല് ദിവസം ഞാൻ അവിടെ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. കാരണം ഡെലിവറിക്ക് പോകുമ്പോൾ ആരെങ്കിലും ഒക്കെ വിളിക്കും, ലേബർ റൂമിലേക്ക് കയറ്റുമ്പോൾ വിളിക്കും. അപ്പൊ ഇതൊരു ശീലമായി കഴിഞ്ഞപ്പോൾ വീട്ടുകാർക്ക് മനസ്സിലായത് നടപടിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ അന്ന് ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇക്ക നിങ്ങൾ വരണ്ട, കാരണം എന്തെങ്കിലും നടപടി ആയിട്ടുണ്ടെങ്കിൽ വന്നാൽ മതി, പതുക്കെ വന്നാൽ മതി, പെട്ടെന്ന് സ്പീഡിലൊന്നും വണ്ടി ഓടിച്ച് വരണ്ട എന്നൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഒരു അവിടുത്തെ ഗേറ്റ് തുറക്കുന്ന ഏകദേശം ഒരു 8 മണിയോടെ അടുത്ത സമയത്താ. അപ്പൊ ആ സമയമാകുമ്പോഴത്തേക്ക് അദ്ദേഹം വന്ന് പുറത്ത് നിൽക്കണം. അപ്പൊ ഞാൻ രാവിലെ കുളിച്ചൊരുങ്ങി വെള്ളയൊക്കെ ഇട്ടു, മുടിയൊക്കെ പിന്നി കെട്ടി, ബാഗൊക്കെ പുറത്തിട്ടു. അതായത് നമ്മളുടെ ബേബിക്ക് വേണ്ട ഡ്രസ്സ്, എനിക്ക് വേണ്ട ഡ്രസ്സ്, തുണി, ഇതൊക്കെ എടുത്തിട്ട് ഞാൻ പോവാണ്. അപ്പൊ എല്ലാവരുടെ അടുത്തും ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഞാൻ താഴേക്ക് ലേബർ റൂമിന്റെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അവിടെ ചെന്നപ്പോ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല. സാധാരണഗതിയിൽ അതായത് ഒരു പ്രസവത്തിന് വേണ്ടിയിട്ട് കേറുമ്പം അമ്മായിയമ്മ, പെങ്ങന്മാര്, നാത്തൂമാര്, സകല ആൾക്കാരുടെ ഒരു പട തന്നെ കാണും. പക്ഷെ എനിക്ക് അവിടെ പ്രത്യേകിച്ച് അന്നേരം ആരും ഉണ്ടായിരുന്നില്ല. അത് ചില സാഹചര്യങ്ങൾ കൊണ്ടാണ് കേട്ടോ. 2 മക്കള് ഉണ്ട്, 2 പേര് എന്റെ വീട്ടിലാണ്. കുഞ്ഞാള്, 3ാമത്തെ ആള് 1 വയസ്സായിട്ടേ ഉള്ളൂ. അത് ഹസ്ബൻഡിന്റെ ഒപ്പം അവരുടെ ഉമ്മയുടെ ഒക്കെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സാഹചര്യവശാൽ പലർക്കും എത്താൻ പറ്റില്ല. അപ്പൊ ഞാൻ ആദ്യം ലേബർ റൂമിൽ കയറിയിട്ട് പറഞ്ഞു, ഡെലിവറി എങ്ങനെ നടക്കുവാണെങ്കിൽ എന്റെ ബാഗൊക്കെ ഞാൻ വെളിയിൽ വെച്ചിട്ടുണ്ട്, എടുത്തോണം. ഹസ്ബൻഡ് വരുവാണെങ്കിൽ മാത്രമേ കുഞ്ഞിനെ പുറത്തേക്ക് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ എന്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരാൻ പറഞ്ഞു. ഓക്കെ, അങ്ങനെ ആ ഏപ്രിൽ 6 എന്ന മഹനീയ ദിവസം അതിസാഹസികമായ നടപടികൾക്കൊക്കെ ഒടുവിൽ എന്റെ കുഞ്ഞുമോൻ വന്നു. അങ്ങനെ ആ ഡെലിവറി കഴിഞ്ഞു, സന്തോഷം.
കാരണം നമ്മൾ അത്രയും കാത്തിരുന്ന് ആ ഒരു സന്തോഷ നിമിഷത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എത്രത്തോളം നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ആ സന്തോഷം. സിസ്റ്റർമാർ എന്നെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, 1 മാസമായിട്ട് അവളെ സ്റ്റെപ്പ് കയറി ഇറക്കുന്ന അതിഥി വന്നപ്പോൾ ഇവള് കെട്ടിപ്പിടിച്ച് സന്തോഷമായിട്ട് കിടക്കുന്ന കണ്ടില്ലേ. അതൊരു സന്തോഷത്തിന്റെ ഒരു സന്ദേശം തന്നെയായിരുന്നു. എന്നിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നും അല്ല, ആ ഒരു ഒറ്റപ്പെടലിലും ചില സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ അവിടെ ഒറ്റയ്ക്കായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ശരിക്കും എൻ്റെ ഉള്ളിൽ എന്തിനേയും നേരിടാനുള്ള ഒരു കരുത്ത് പകർന്നു തന്നത് ഈ ഒരു സംഭവത്തിന് ശേഷമാണ്. കാര്യം പറഞ്ഞാൽ അതിലും വലിയ ബുദ്ധിമുട്ടുകളൊക്കെ അതിന് മുമ്പുള്ള ഡെലിവറികളിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാൻ ഈ ഒരു അനുഭവം ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവമാണ്. കാരണം അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് സുഹൃത്തുക്കളെ എനിക്ക് കിട്ടി. പിന്നെ അതുപോലെ തന്നെ ഓരോ നിമിഷവും നമ്മളുടെ ആ ഒരു കാത്തിരിപ്പ് എനിക്ക് ശരിക്കും ആ ഒരു ഒറ്റപ്പെടലിന്റെ ചില സമയങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. പക്ഷെ അതിൽ നിന്നാണ് എനിക്കൊരു കരുത്താർജിച്ച ഇന്ന് കാണുന്ന ഞാനായിട്ട് എനിക്ക് മാറാൻ പറ്റിയത്. അതുപോലെ തന്നെ നമ്മളുടെ ഓരോ അനുഭവങ്ങളും നമുക്കൊരു പാഠമാണ്. അതുപോലെ തന്നെ ആ ഓർമ്മകളായിരിക്കും നമ്മളെ ശരിക്കും ഇന്ന് കാണുന്ന ഒരു വ്യക്തിയിലേക്ക് നമ്മളെ എത്തിച്ചത്. അപ്പോൾ ഇതായിരുന്നു എനിക്കുള്ള മറക്കാനാവാത്ത അനുഭവം. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു നജിയ മാം, താങ്ക് യു സോ മച്ച്. എന്തായാലും ലാബ് റൂമിൽ നിന്ന് പുറത്തോട്ട് വന്നൊരു ഫീലിംഗ് അല്ലേ അപ്പൊ നമുക്ക് കിട്ടുന്നത്. താങ്ക് യു. നജിയ മാം, സംശയം ചോദിച്ചോട്ടെ, ഇനി ഇത് ആവർത്തിക്കാൻ സാധ്യത വല്ലതും ഉണ്ടോ? ഞങ്ങളൊരു കൗതുകത്തിന് വേണ്ടി ചോദിച്ചാണ്. ഒരുപാട് പേര് ഇല്ല സർ, അവിടുന്ന് ഞാൻ തീരുമാനം എടുത്തു. അവിടുന്ന് 3-ാമത്തെ ദിവസം ഡെലിവറി നിർത്താനുള്ള സർജറിയും കഴിഞ്ഞ് ഒരാഴ്ചയും കൂടെ അവിടെ എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ വന്നത്. പടച്ചോനെ. ഓക്കെ, വെരി ഗുഡ്. എക്സലന്റ്. അടിപൊളി. വളരെ ഭംഗിയായിട്ട് അല്ലേ ആ ഒരു വിഷ്വലൈസേഷൻ ഇമ്പാക്റ്റ് ഒക്കെ കൊടുത്തിട്ട് ആ ലാബ് റൂമും ആ വെള്ള ഡ്രസ്സും ആ മുടി പിന്നിയിട്ടത് അതൊക്കെ നന്നായിട്ട് പ്രസന്റേഷൻ നന്നായിട്ട് ഇത്തരത്തിൽ പ്രസന്റ് ചെയ്യാൻ, അതായത് ഓഡിയൻസിന് മുന്നിലൊരു നമ്മൾ ചെയ്യുന്ന കാര്യം ഒന്ന് വിവരിച്ച് വർണ്ണിച്ചു കൊടുക്കുക, നന്നായി പൊലിപ്പിച്ച് പറയാം. അതായത് ഒരു കാണുന്ന ആളുകൾക്ക് കേൾക്കുന്ന ആളുകൾക്ക് ഒരു വിഷ്വലൈസേഷൻ ക്രിയേറ്റ് ചെയ്യും. ഒരു വിഷ്വലൈസേഷൻ അത് അവരുടെ ഹൃദയത്തിൽ കയറും. എന്ത് കേൾക്കുന്നതിനെക്കാട്ടി ഉപരി എന്ത് കണ്ടുകൊണ്ട് കാണുമ്പോൾ ഒരു തരത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. എക്സലന്റ് ആയിട്ടുള്ളൂ. ഈ ഒരു അവസരത്തിൽ ഞാൻ ഉൾപ്പെടെ എനിക്ക് 2 സിസ്റ്റേഴ്സ് ഉള്ളത്. ഞങ്ങൾ 3 പേരാണ്. 2 പേരും സിസ്റ്റേഴ്സാണ്, നേഴ്സാണ്. 2 പേരും അബ്രോഡുള്ളത്, ജോലി അവിടെ ഉള്ളത്, ഒരാൾ നാട്ടിലുള്ളൂ. അപ്പൊ ഞാൻ പണ്ടൊക്കെ ഞങ്ങൾ തന്നെ പ്രത്യേകിച്ച് ഇപ്പൊ എല്ലാവർക്കും പിള്ളേരായി, ഒരു ചുറ്റുപാടായി. പണ്ടുവരൊക്കെ പഠിച്ചു കഴിഞ്ഞ അവസരത്തിൽ ഇറങ്ങി വരുമ്പോൾ ഒരാൾ കോഴിക്കോടാണ് പഠിച്ചത്, ഒരാൾ മഞ്ചേരിയാണ് പഠിച്ചത്, അവിടെ മെഡിക്കൽ കോളേജിൽ. അപ്പൊ ഞാൻ മുന്നേ ഫാർമസിസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. അപ്പൊ ഞങ്ങളെല്ലാവരും 3 പേരും ഈ ഒരു സേവന മേഖലയിലായിരുന്നു. പിന്നീടാണ് ഞങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ഓരോ വഴിക്ക്. അവർ 2 പേരും ഇപ്പോൾ നേഴ്സ് തന്നെയാണ്. ഞാൻ പിന്നെ വേറെ ജോലിയിലേക്ക് പ്രവേശിച്ചത്. അപ്പൊ ഇപ്പോഴും ഇത് നജിയമേ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവിടെ എൻ്റെ അനിയത്തി നേഴ്സായിരുന്നു. അപ്പോൾ അവൾ ഇതുപോലെ ലാബ് റൂമിൽ ഡോക്ടേഴ്സ് ഒന്നും വരില്ല അത്ര, മിക്കവാറും ലാബ് റൂമിൽ ഡ്യൂട്ടി അവരെടുക്കുക. എന്തെങ്കിലും കോംപ്ലിക്കേഷൻ മാത്രമേ ഡോക്ടേഴ്സ് വരുള്ളൂ എന്നാണ് പറഞ്ഞു കേട്ടുള്ളത്. അപ്പം എന്ത് ചെയ്തു, ഒരു ലാബ് റൂം ഏറെ കൗതുകമുള്ളതാവും നമ്മൾ പറയാം. അപ്പോൾ ലാബ് റൂം ഡെലിവറി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ലാബ് റൂമിലേക്ക് ഒരു പേഷ്യന്റ് വന്നു. കുറെ പേര് ഡെലിവറി നടക്കുകയാണ് നജിയ മാം. അപ്പോൾ ഒരു പെൺകുട്ടിയാണ്, ഭയങ്കര കരച്ചിൽ. ആദ്യത്തെ പ്രസവത്ര. നമ്മൾ 4 കഴിഞ്ഞപ്പോൾ നമുക്ക് വിഷയമല്ലല്ലോ അല്ലേ. നമുക്കിതിപ്പോ ഈ പേഴ്സന്റെ ഉള്ളിൽ നിന്ന് മൊബൈൽ ഫോൺ പുറത്തേക്ക് എടുക്കുന്ന ആ ഒരു ലാഘവത്തോട് കൂടിയാണ് നമ്മൾ സിബ് തുറക്കുക എടുക്കുക, അതേപോലെയുള്ളൂ. നമുക്ക് വളരെ സിമ്പിൾ ആണല്ലേ. അപ്പോ ആദ്യത്തെ പ്രസവത്രേ. അപ്പൊ ഇവരാണെങ്കിൽ ഒടുക്കത്തെ കരച്ചിൽ. ശിവാസേട്ടാ, അയ്യോ കയ്യും കാലിട്ട് അടിച്ചിന്, തള്ളക്കി വിളിക്കുന്നു, ഭയങ്കര കരച്ചില്. ഭർത്താവിനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ സമയത്ത് കടിച്ചു കയറും അത്ര, അത്രയും ദേഷ്യമല്ല. ഭർത്താവിന് അയ്യപ്പൻ അത്രേ. അപ്പൊ അയ്യപ്പേട്ടോ അങ്ങനെ ആക്കി തരാം, ഇങ്ങനെ ആക്കി തരാം എന്നിട്ട് ഭയങ്കര ഒടുക്കത്തെ കരച്ചില്. അപ്പൊ ഒരു സിസ്റ്റർ വന്നുകൊണ്ട്, മോളെ ഇങ്ങനെ കരയാൻ പാടില്ല ലതാ മാം, ലേഖ മാം, ഇങ്ങനെ കരയാൻ പാടില്ല. എന്ത് ചെയ്യുന്ന, ദൈവത്തെ പ്രാർത്ഥിച്ചാൽ മതി, ഇന്ന് വേദന ഉണ്ടാവില്ല മാത്രമേ. ദൈവത്തെ പ്രാർത്ഥിച്ചാൽ മതി, ഇന്ന് വേദന ഒട്ടും ഉണ്ടാവില്ല അത്ര. അങ്ങനെ ഭയങ്കര കരച്ചില്, ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്യുന്ന കരച്ചില്, വൃത്തിയായിട്ട് കരച്ചില്, സോഫ്റ്റ് കരച്ചിലല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു നേഴ്സിനെ വിളിച്ചു. നേഴ്സ് പറഞ്ഞു, മോളെ എങ്ങനെ കരയണ്ട്, ദൈവത്തെ പ്രാർത്ഥിച്ചോളൂ, ഇന്ന് സുഖപ്രസവമായിരിക്കും, ഒന്നും പേടിക്കണ്ടാവും. അപ്പോ ഹസ്ബൻഡിന്റെ പേര് അയ്യപ്പൻ എന്നാണല്ലോ. അപ്പൊ ഒരു ഉണ്ണ പ്രാർത്ഥിച്ചു തരാം, ഡെലിവറിക്ക് വേണ്ടി കിടക്കാണ്. സ്വാമിയെ അയ്യപ്പോ, സ്വാമിയെ അയ്യപ്പോ, സ്വാമിയെ കാണാൻ, ആരെ കാണാൻ, സ്വാമിയെ കാണാൻ, സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും. വെറും അയ്യപ്പന്റെ പാട്ട് മാത്രമാണ്. അപ്പൊ റിസൾട്ട് പറഞ്ഞു, ഡെലിവറിക്ക് പറ്റിയ പാട്ടാണത്, അയ്യപ്പന്റെ പാട്ട്. പ്രാർത്ഥിക്കാനാ പറഞ്ഞത്, പക്ഷെ ഇവർക്ക് പെട്ടെന്ന് ആ സമയത്ത് ഇതാണ് വന്നത്. അപ്പൊ അത് പറഞ്ഞപ്പോ ഈ ഒരു ഓർമ്മ, എന്റെ വർഷങ്ങൾക്ക് മുന്നിലുള്ള ഓർമ്മ ഒന്ന് കണക്ട് ചെയ്തു എന്നുള്ളത് നജിയ മാം എക്സലന്റ് ആയി സംസാരിച്ചു. എക്സലന്റ്, വെരി ഗുഡ്. ഇതിനെക്കുറിച്ച് ആരാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു റിവ്യൂ പറയുന്നത്? ആർക്കും പറയാം. അല്ല, അതിരമ്പഴക്കാരി മാഡം ആണല്ലോ. അപ്പൊ ഞങ്ങള് നേരിട്ട് ഞാൻ ഫോൺ ചെയ്ത് സംസാരിക്കുക വെച്ചിട്ടുണ്ട്. നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തത്. നല്ല എന്താ പറയാ, ഇങ്ങനെ ഒരു നമ്മുടെ മനസ്സിൽ തട്ടുന്ന രീതിയിൽ. കാരണം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റി.
കാരണം കറക്റ്റ് ടൈമിൽ തന്നെയാണ് കേട്ടോ, 5 മിനിറ്റ് 41 സെക്കൻഡ്. ഞാനത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. നല്ലൊരു പ്രസന്റേഷൻ കേട്ടോ. യാതൊരുവിധ എന്താണെന്ന് വെച്ചാൽ സങ്കോചമോ യാതൊരുവിധ കാര്യങ്ങളും ഇല്ല. കാരണം നമ്മൾ ഒരു നല്ല ഒഴുക്കിൽ, കാരണം ചില ട്രെയിനേഴ്സ് ഒക്കെ പറയുന്ന പോലെ വളരെ ഫ്രീ ആയിട്ടിരുന്ന് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ പറ്റി. നല്ലൊരു അവതരണമായിരുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഞങ്ങൾ ഒരു ജില്ലക്കാരാണ്. ഇതില് എനിക്ക് കിട്ടിയത് എന്താ വെച്ചാൽ, ഒരു മനുഷ്യന് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും എങ്ങനെ തിരിച്ചു വരാം എന്നുള്ളതാണ് എനിക്ക് കിട്ടിയത്. അതായത് മനുഷ്യനാണ് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ പോകുന്നവനാണ്, തിരിച്ചുവരവ് എങ്ങനെ നടത്താന്നുള്ളൊരു സംഭവമാണ് നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലായത്. താങ്ക് യു. താങ്ക് യു ഉസ്മാൻ ജി. ഓക്കെ, താങ്ക് യു നജിയ മാം. ഹാപ്പി ആയോ? സന്തോഷമായോ? ഹാപ്പി. ഓക്കെ, വെരി ഗുഡ്. ആ പ്രസവവേദന എല്ലാ ഫീലിംഗും മാറിയില്ലേ? ഇനി വേണമെങ്കിൽ ഒന്നും കൂടിയൊക്കെ ഒരു അംഗത്തിന് ബാല്യവും കൗമാരവും യൗവനൊക്കെ ഉണ്ടെന്നാണ് ഇപ്പോൾ ആ വാക്കിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഏതായാലും എക്സലൻസ്. ഏതായാലും അത് വേണ്ട, ഇനി ആ ഭാഗത്തോട്ട് ഞാൻ ഇല്ല എന്നാ പറഞ്ഞിട്ടുള്ളത്. വൺസ് അഗൈൻ താങ്ക് യു. വളരെ ഭംഗിയായിട്ട് സംസാരിച്ച് എക്സലൻറ്റ്, വളരെ നന്നായിരുന്നു കേട്ടോ. ലോകത്ത് 2 കാര്യങ്ങൾ അത്ര ഏറ്റവും വലിയ പ്രയാസം ജസ്മി. ഒന്ന് പ്രസവം. ഇത് കഴിയുന്നവരെ പ്രശ്നം, അതൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി. കഴിഞ്ഞാലോ, ഇപ്പൊ ലിജിമൊക്കെ പറഞ്ഞ പോലെ ദാറ്റ് സിമ്പിൾ, ഇത്രയേ ഉള്ളൂ എന്നുള്ളതാണ്. ഇതൊക്കെ വളരെ നിസ്സാരം എന്നുള്ള രീതിയിലാണ് ലിജിമ പറഞ്ഞ പോലെ. വളരെ സിമ്പിൾ ആയിരുന്നു എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. അപ്പോ രണ്ടാമത്തെ പ്രസംഗം ഇതുപോലെ ഇത്ര കഴിഞ്ഞ് കിട്ടിയ സമാധാനം. ഇപ്പൊ നിജിമയൊക്കെ ആ പ്രസന്റേഷൻ ചെയ്ത് കഴിഞ്ഞ് കിട്ടിയപ്പോൾ ഒരു ഫീലിംഗ് ഉണ്ട്, ഒരു ഗുഡ് ഫീലിംഗ്. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഴിഞ്ഞ ആഴ്ച കൊടുത്ത ടോപ്പിക്കാണ്. ഒരാഴ്ചയായിട്ട് ഉറക്കമില്ല, സമാധാനം ഇല്ല, ഇന്ന് നന്നായിട്ട് കിടന്നുറങ്ങാം. ഞാൻ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നുള്ളത്. ലോകത്ത് 2 കാര്യങ്ങൾ ഏറ്റവും പ്രയാസം. ഒന്ന് പ്രസംഗം, ഒന്ന് പ്രസവം എന്നാണ് പറഞ്ഞു കേട്ടുള്ളത്. ആദ്യത്തെ പ്രസവത്തെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിവില്ലെങ്കിലും 2 ബില്ലടച്ച ആ ഒരു ഫീലിംഗ് എനിക്ക് അറിയാം. രണ്ടാമത്തെ പ്രസംഗം അത് എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, താങ്ക് യു, എക്സലന്റ്, താങ്ക് യു. അടുത്ത മൂന്നാമത് ആരാണ്? ഉസ്മാൻ ജി, വിളിക്കട്ടോ. ആരാ? സൂസൻ മാം ഉണ്ടാകാൻ സാധ്യത അവരുടെ അഭാവത്തിൽ നമ്മളെ നെജില മാമിനല്ലേ? സൂസൻ മാം പകരം വേറെ ആളുണ്ട്. 4 ആൾ കൊടുക്കാം. നാലാമതായിട്ട് ഉസ്മാൻ ജി കയറി കൊടുക്കുന്നു കേട്ടോ. പ്ലീസ് വെൽക്കം നിജില മാം. താങ്ക് യു ജസ്മി. ഞാൻ വലിയ ഒരുക്കങ്ങളൊന്നും നടത്തിയില്ലായിരുന്നു, പിന്നെ ഒരാളുടെ പകരമായിട്ട് ഞാൻ കയറിയേക്കുവാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നെജില. ഞാൻ വൈക്കത്ത് നിന്നാണ് വരുന്നത്. എൻ്റെ ഒരു അതിജീവനം അല്ലെങ്കിൽ ഒരു മറക്കാനാവാത്ത സംഭവം എന്ന് പറയുന്നത്, ഞാൻ വളരെ ആഗ്രഹിച്ചു, അതായത് എൻ്റെ മക്കളോടൊപ്പം ഒന്ന് മുതിർന്നപ്പോൾ നിർത്തിവെച്ച പഠനം തുടങ്ങിയ ഒരാളാണ് ഞാൻ. അപ്പോൾ അവരുടെ ഒപ്പം ഞാനിങ്ങനെ പഠിച്ച് ആ ഒരു സമയത്ത് ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ട് ഞാനൊരു കോഴ്സിന് ചേർന്നു. അപ്പൊ ആ സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. 1 ഇയർ ആയിരുന്നു. അപ്പൊ കുറെ നാളുകൾ കൂടി വീണ്ടും കൂട്ടുകാരായി അതിന് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എക്സാമിന് 1 മാസം മുന്നേ, അത് ഞാൻ തന്നെ ഒരു കുഴപ്പിച്ചു വെച്ചൊരു പ്രശ്നമാണ്, ഡയറ്റിംഗ് എന്നും പറഞ്ഞ് ഞാൻ പാലൊഴിവാക്കി, ചോറൊഴിവാക്കി, അതും ഇതും യൂട്യൂബ് പറഞ്ഞ സംഭവങ്ങളൊക്കെ എൻ്റെ ശരീരത്തിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അസിഡിറ്റി വന്ന് അത് ഫിസ്റ്റുല എന്നൊരു അസുഖത്തിലേക്ക് മാറി. അതായത് വൻകുടലിനൊരു വ്രണം പോലെയൊക്കെ വന്നിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. അപ്പം ഹസ്ബൻഡ് പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം, പഠിത്തമൊക്കെ ഇവിടെ നിൽക്കട്ടെ, നമുക്ക് ഇനിയും പഠിക്കാം, നമുക്ക് ഡോക്ടറെ പോയി കാണാമെന്ന് പറഞ്ഞു. ഏതായാലും ഞാൻ പറഞ്ഞു ഡോക്ടറെയൊക്കെ കാണാം, എന്തെങ്കിലും സർജറി മറ്റെന്തെങ്കിലും പറയുവാണെങ്കിൽ ഞാൻ നിൽക്കില്ല, ഞാൻ വേദന സഹിച്ചോളാം, ഈ എക്സാം ഒന്ന് കഴിഞ്ഞോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ആ സമയത്ത് എൻ്റെ അനിയത്തി പ്രസവിച്ച് കിടക്കുന്നതുകൊണ്ട് എൻ്റെ ഉമ്മാക്ക് വരാൻ പറ്റിയില്ല. പിന്നെ ഞാൻ അങ്ങനെ ആരോടും എൻ്റെ പ്രശ്നങ്ങളൊന്നും അങ്ങനെ പറയാറില്ല, എൻ്റെ വേദന അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും പറയില്ല. പക്ഷെ ഇത് ഫിസ്റ്റുല 4ാമത്തെ സ്റ്റേജ് ആയിപ്പോയി. വേദന അതികഠിനമായിരുന്നു അതിന്റെ. ഞാൻ 2 പ്രസവമൊക്കെ ഈ പണ്ടുള്ളവർ പറയുമ്പോൾ ഓടി രാവിലെ പോയി ഉച്ചക്ക് വൈകുന്നേരമൊക്കെ പ്രസവിച്ച ഒരാളാണ്. പക്ഷെ അത് പേടിച്ചിട്ടാണ്. ഹോസ്പിറ്റലിലും അവിടുത്തെ റൂമും ഒക്കെ എനിക്ക് ഭയങ്കര പേടിയായതുകൊണ്ട്, അല്ലാതെ വേദനയില്ലാഞ്ഞിട്ടല്ല, പേടിയായതുകൊണ്ട്. അപ്പൊ ഈ ഓപ്പറേഷൻ എന്നോട് പറയുന്ന സമയത്തും ഞാൻ പറഞ്ഞു ഞാനില്ല, എനിക്ക് ഹോസ്പിറ്റൽ പേടിയാണ്, സർജറി പേടിയാണെന്നുള്ള രീതി. അതിലുപരി എനിക്ക് ആ എക്സാം എനിക്ക് എഴുതണം. ഞാൻ അത്രയും 1 വർഷം ഞാൻ കഷ്ടപ്പെട്ടതാണ്. അപ്പൊ അതെനിക്ക് എഴുതാൻ പറ്റില്ല എന്നുള്ള എനിക്കൊരു ടെൻഷനും കൂടെ എനിക്ക് വന്നു.
ഏറ്റവും അവസാനം വേദന എന്ന് പറയുന്നത് ഞാൻ ആ സമയത്ത് എന്റെ ജീവിതത്തിൽ ഇത്രയും കഠിനമായതാണ് ഞാൻ എന്റെ ദൈവത്തിനോട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചത്, ഒന്നില്ലെങ്കിൽ എനിക്ക് മരണം എന്താ, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ജീവിതം എന്താ, ഇതിനപ്പുറത്തേക്ക് ഇനി എനിക്ക് പോവാൻ എനിക്ക് പറ്റില്ല. കാരണം ആരും ഇല്ലാത്ത സമയത്ത് വീട്ടിൽ കിടന്ന് അലറി ഞാൻ കൂവും. മക്കളെയൊന്നും ഞാൻ അടുപ്പിക്കല്ല ആ സമയത്ത്, എനിക്ക് ദേഷ്യമാണ് എന്റെ വേദന കൊണ്ട്. ഉമ്മി വിളിക്കും എന്നെ അവിടെ നിന്നുണ്ട്, എന്തുണ്ട് മോളുടെ വിശേഷം, ഞാൻ ഫോൺ അടിക്കല. കാരണം ആ സമയത്ത് എടുത്ത ഒന്നാമത് ആ സമയം തന്നെ എനിക്ക് വേദന കൂടുമ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. അപ്പൊ എന്തായാലും ഡോക്ടർ പറഞ്ഞത് ഇനി 3-4 ഡോക്ടറെ കൊണ്ട് കാണിച്ചു നോക്കി എന്തെങ്കിലും വേറെ വഴി ഉണ്ടോ എന്ന് അറിയാൻ. അപ്പൊ പറഞ്ഞില്ല, ഇത് ഓപ്പറേഷൻ തന്നെ ചെയ്യണമെന്ന്. ഏതായാലും ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു വേദന അന്ന് ഞാൻ എന്റെ 2 വീലറിലാണ് ഞാൻ സ്കൂളിലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എക്സാം സമയത്ത്. വേദനയായിട്ട് ഇവിടുന്ന് എക്സാം എഴുതാൻ പോയപ്പോ വഴി ചെന്ന് എന്റെ 2 വീലറും കംപ്ലൈന്റ് ആയി. ഞാൻ ഇങ്ങനെ ഒരു കടയുടെ വരാതെ മാറി ആ പുള്ളി എടുത്ത് പറഞ്ഞ, ചേട്ടാ എനിക്ക് തീർത്ത് പാടില്ല, എന്റെ വണ്ടി എനിക്കൊന്ന് ശരിയാക്കി തന്നെ എനിക്ക്, എന്നാലും എനിക്ക് എക്സാം എഴുതാൻ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം അവിടുന്ന് സ്കൂളിൽ നിന്നും പിള്ളേർ വിളിയാണ്, ഞങ്ങൾ എക്സാം ഹാളിലോട്ട് കയറുവാണ്, പെട്ടെന്ന് വാ പെട്ടെന്ന്. അപ്പൊ ഞാൻ എന്റെ കോർഡിനേറ്ററെ വിളിച്ച് പറഞ്ഞു, എനിക്ക് ഒരു ഇച്ചിരി താമസം വരും, എന്റെ വണ്ടിയുടെ ടയർ ഒന്ന് പഞ്ചറായി ഞാൻ ഇരിക്കണം. ഈ വേദന എനിക്കുണ്ട്, ആകപ്പാട് പ്രാന്ത് പിടിച്ച് പിന്നെ അതൊക്കെ ശരിയാക്കി പോയി എക്സാം ഒക്കെ എഴുതി വന്ന് അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഹോസ്പിറ്റലിൽ എന്നിട്ടും പോയില്ല, ഒരു ക്ലിനിക്കിൽ പോയി ഈ സർജറി പല ഘട്ടമായിട്ട് ഞാൻ ചെയ്ത്. പക്ഷെ അതിൽ നിന്ന് ഞാൻ പുറത്ത് വന്ന് ആ വേദനയൊക്കെ എനിക്ക് മാറി. പക്ഷെ അത് ഇപ്പൊ ഓർക്കുമ്പോഴും എനിക്ക് ആ സിറ്റുവേഷൻ എനിക്കത് മറക്കാൻ പറ്റില്ല. കാരണം ഞാനായിട്ട് ചെറുതായിട്ട് വരുത്തി വെച്ചൊരു അസുഖമാണ്. അത് ഇപ്പോഴും സത്യം പറഞ്ഞാൽ എന്റെ ഹസ്ബൻഡിന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഡയറ്റ്, വെയിറ്റിംഗ് അങ്ങനെയുള്ള ഫുഡൊന്നും എനിക്ക് ഇപ്പൊ പറ്റിയല്ല എനിക്ക്. കാരണം വീണ്ടും അതെനിക്ക് ആ പ്രശ്നം എനിക്ക് വരുമെന്ന് പേടിച്ചിട്ട്. എന്തായാലും എനിക്ക് എക്സാം എഴുതി ഞാൻ ഉദ്ദേശിച്ച നല്ലൊരു മാർക്ക് തന്നെ എനിക്ക് കിട്ടി. വീണ്ടും എനിക്ക് തുടർന്ന് പഠിക്കാൻ പറ്റി. അതുപോലെ തന്നെ എന്റെ അസുഖം എനിക്ക് മാറുകയും ചെയ്ത്. സർജറിയും കഴിഞ്ഞ് ഇപ്പൊ ഒരു കൊറോണ സമയത്തായിരുന്നു അത് കഴിഞ്ഞത്. പിന്നീട് ഇതുവരെ എനിക്കൊരു പ്രശ്നവും വന്നിട്ടില്ല. അതാണ് എന്റെ എനിക്ക് ഈ നിമിഷം എനിക്ക് ഓർക്കുമ്പോൾ മറക്കാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അജില മാം, ഇങ്ങനെയൊക്കെ ഉണ്ടായില്ലേ ലൈഫിൽ? ഓക്കെ. നമ്മൾ മുന്നേ പറഞ്ഞല്ലോ, ഒരാളെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഏറ്റവും നല്ലത് അവരുടെ അനുഭവങ്ങളാണ്. അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പറയുമ്പോൾ ഓഡിയൻസിനെ, നമ്മുടെ മുന്നിലെ ആളുകൾ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. ഇൻഫ്ലുവൻസിൽ മാത്രമല്ല, ആ പറഞ്ഞ വാക്കുകളും കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിൽ പതിക്കും എന്നുള്ളത്, ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ സാധിക്കും. ശരിക്കും ആക്ച്വലി ഇന്ന് നമ്മളെ ഈ ഒരു സെഷനിൽ 4 പേർക്കാണ് അവസരം കൊടുക്കാറ്. 4 പേർക്ക്. ഇന്ന് 2 പേര് വളരെ യാദൃശ്ചികമായിട്ടാണ് അവർ റിപ്പോർട്ട് ചെയ്ത് എത്താൻ പറയാൻ പറ്റാത്ത കണ്ടീഷനായിരുന്നു. മനുഷ്യ സഹജമായിട്ടൊരു കാര്യം വരും. പക്ഷെ ആ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്തു, നജില മാം ഏറ്റെടുത്തു. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ഇതിനെക്കുറിച്ച് റിവ്യൂ ആരാ പറയുന്നത്? എനിബഡി, ആർക്കും പറയാം പോസിറ്റീവ് ആയിട്ടുള്ള. ആരാ പറയുന്നത്? ജിഷ മേഡാണോ? ജിഷ പറയാം. ഓ, വെൽക്കം ജിഷ മാം. ജിഷ മാം നമ്മുടെ ഗ്രൂപ്പിൽ അതിഥിയായിട്ടാണ് ഈയിടെ അടുത്താണ് കയറിയത്. പക്ഷെ ഗ്രൂപ്പിൽ ആക്ടിവിറ്റീസ് ഒക്കെ കാണുന്നുണ്ട്, തകർക്കുന്നുണ്ട് വെച്ചിട്ട്. ഓക്കെ ജിഷ മാം, പ്ലീസ്. സാർ, അതൊന്നും ഞാൻ മാഡത്തിന്റെ ഒരു വിശദീകരണത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബിൽ പല വിവരങ്ങൾ നമുക്ക് ലഭിക്കും. അതനുസരിച്ചൊന്നും നമ്മളെ ലൈഫിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ പെട്ടെന്നല്ലേ മാഡത്തിനോട് ഒരു അനുഭവം പറയാൻ പറഞ്ഞത്. പക്ഷെ അതിന്റെ ഒരു ചമ്മലും ഇല്ലാതെ വളരെ വൃത്തിയായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. പക്ഷെ ആ പ്രതിസന്ധി ഘട്ടങ്ങളിലും അതിനെല്ലാം തരണം ചെയ്ത് ഒരു സന്തോഷത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിയല്ലോ. അപ്പോ ഉള്ളിലുള്ള ആ ഒരു സെൽഫ് കോൺഫിഡൻസ് തന്നെയാണ് അതിന് കാരണം. അപ്പൊ മാഡം ഇനിയും ഉയരങ്ങളിലേക്ക് പോകട്ടെ, ദൈവം അതിനെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു നജില മാം. താങ്ക് യു സോ മച്ച്. ജിഷ മാം, താങ്ക് യു. വളരെ കൃത്യമായിട്ട് അത് കേട്ടു, വളരെ ഭംഗിയായിട്ടുള്ള തന്നെ ഫീഡ്ബാക്ക് കൊടുത്തു. വൺസ് അഗൈൻ താങ്ക് യു. 2 പേർക്കും ഒരുപാട് താങ്ക് യു നജില മാം. താങ്ക് യു നജില മാം. സന്തോഷമായില്ലേ? ഹാപ്പി? ഓ, വെരി ഗുഡ്. നജില മാം പ്രോഗ്രാമിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ? ഞാൻ പേര് ഇവിടെ കണ്ടപ്പോൾ തോന്നുന്നു. ഓ, വെരി ഗുഡ്, എക്സലന്റ്. ഓക്കെ, നമ്മള് എന്ന് 2 പേര് പെട്ടെന്ന് യാദൃശ്യമായിട്ട് അവർ പ്രസന്റ് സാധിച്ചു. അവർ അടുത്ത സെഷൻ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു സാധ്യത നമ്മളെ ഉസ്മാൻജിക്ക് കൊടുക്കണം. അദ്ദേഹത്തിന്റെ അനുഭവത്തിലൂടെ അദ്ദേഹം ഇന്ന് ആറ് എന്തുമായിക്കോട്ടെ അദ്ദേഹം പറയാം. പ്ലീസ് ഉസ്മാൻജി. താങ്ക് യു സാർ. ശരിക്കും ഞാന് ഇന്നത്തെ ഒരു ടോപ്പിക് ഒന്നല്ല, എൻ്റെ ഒരു അനുഭവമാണ് പറയാനുള്ളത്.
ഇപ്പൊ ഇവിടെ പറഞ്ഞവരൊക്കെയും ഒരാൾ ഉരുക്കുവനിതയായിട്ടും ദൈവത്തിന്റെ എന്താണ് പറയാ മറ്റേത് തെറ്റിക്കാത്തതും അതുപോലെ തന്നെ എന്താണ് തിരിച്ചുവരവൊക്കെയാണ് നടത്തിയിട്ടുള്ളത്. വളരെ അടിപൊളിയായിട്ടാണ് നിങ്ങളൊക്കെയും പറഞ്ഞത്. പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് 2 ദിവസം മുമ്പ് കിട്ടിയ ഒരു റിവാർഡ്, അതന്നെയല്ലേ പറയാ പൈസ കിട്ടുന്നത്. നിങ്ങൾ ഇന്നിപ്പോ സാറിന്റെ ഒരു ക്ലാസ് അല്ലെ ഓൺലൈനിൽ നടക്കുന്നുണ്ട്. ഞാൻ ഈ സാറിന്റെ ക്ലാസ് ഓഫ്ലൈനിൽ പങ്കെടുത്തിട്ടില്ല. പക്ഷെ ഞങ്ങൾ തമ്മിൽ 2 3 പ്രാവശ്യമായിട്ട് വണ്ടിയിൽ യാത്ര ചെയ്തിട്ടുണ്ട് ഒരുമിച്ചിട്ട്. അപ്പൊ കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതാണ് എന്റെ സാറുമായിട്ടുള്ള ഒരു ബെനിഫിറ്റ്. അതായത് നേരിട്ട് കണ്ട് കാണുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നതും എങ്ങനെ മുന്നോട്ട് വരാം എന്നുള്ളതും സാറിന്റെ മുമ്പിൽ ഞാൻ പെർഫോമൻസ് ചെയ്യുന്ന കഥകളൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. ഞാനിവിടെ പ്രവാസി മലയാളി അസോസിയേഷൻസിന്റെ ഒരു പ്രസിഡന്റാണ് മലാക്ക സ്റ്റേറ്റിന്റെ. അതേപോലെ KMCCന്റെ ജനറൽ സെക്രട്ടറിയാണ്. ബിസിനസ്സും ഉണ്ട്. അപ്പോ കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ ഒരു ഏകദേശം ഒരു 1 1/2 മാസം മുന്നേ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിന്റെ മുഖാന്തരം നമ്മൾ സംസാരിച്ചു. ഓൺലൈനിലെ മീറ്റിംഗ് ഉണ്ടായിരുന്നത്. അപ്പൊ സാധാരണ നമ്മൾ സംസാരം കാരണം ഒരു 30 പേരൊക്കെ കയറി. സാധാരണ 9 10 ഉള്ള ആളുകളാണ് കയറിയുന്നത്. അതിനുശേഷം ഇവരൊരു ഓഫ്ലൈൻ വെച്ചു. ഈ സാറിന്റെ വാക്കുകൾ കടമെടുത്തിട്ട് തന്നെ അല്ലെങ്കിൽ അതിന്ന് കിട്ടിയ ആ ബെനിഫിറ്റ് ഞാൻ എന്ത് ചെയ്ത് ഞാൻ ഇവിടെ ഡെലിവറി ചെയ്തു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതായത് ബിസിനസ്സിലൂടെ ഞാൻ വന്നതും എന്റെ അനുഭവങ്ങളും എങ്ങനെ നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാമെന്നുള്ളൊരു സെഷനാണ് ഞാൻ എടുത്തു കൊടുത്തത്. കാര്യമായിട്ട് എന്റെ അനുഭവമാണ് അതിൽ പറഞ്ഞത്. അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് ജീവിതത്തിൽ നമ്മൾ എന്തൊരു ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മളൊരു ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു ക്യാപിറ്റലായിട്ട് നമ്മളെ ബാക്കിൽ ചെറിയൊരു മുതൽ വേണം. എന്തിനാണെന്നുണ്ടെങ്കിലും എന്തൊരു ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ സംഭവം വേണം. പക്ഷേ നമുക്ക് 1 രൂപ ചെലവില്ലാതെ നമുക്ക് ഇൻകം കിട്ടുന്ന ഒരു സംഭവമാണ് പബ്ലിക് സ്പീക്കിംഗ് അല്ലെങ്കിൽ ഒരു ട്രെയിനർ. നമ്മളെ തന്നെ ഉണ്ട് അതിന്റെ മുതല്. നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് എങ്ങനെ കൊടുക്കണം എന്നുള്ള ഒരു സംഭവം മാത്രം നമ്മൾ പഠിച്ചെടുത്താൽ മതി. അതിന് എന്താണ് അവരോഹണം ആരോഹണം അവരോഹണം ഒക്കെ കൊടുക്കുന്ന പോലെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നെ. എനിക്ക് കൂടുതലൊന്നും പറഞ്ഞു തന്നിട്ടൊന്നുമില്ല. എനിക്കിപ്പോ ഈ സാറിന്റെ 26-ാം തീയതി വരുന്ന ക്ലാസ്സിന് വരാൻ ഭയങ്കര നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ കോഫി ടോക്കിന്റെ ഗാദറിങ് വരുന്നത് കൊണ്ട് അതിനും ഇതിനും പാടെ അടുപ്പിച്ചടുപ്പിച്ച് വരുമ്പോഴേക്കും ഇവിടുത്തെ പണിക്കാർ മറ്റുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് വരാൻ പറ്റും. അപ്പൊ സാർ എനിക്ക് അന്ന് ഈ ക്ലാസ്സുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഞാൻ അതിനനുസരിച്ചിട്ട് അത് ക്യാച്ച് ചെയ്തു. ഇവിടെ ഞാനത് ഡെലിവറി ചെയ്യുകയും ചെയ്തു. 2 ദിവസം മുന്നേ ഏകദേശം നാട്ടിലത്തെ 43,000 രൂപ 2,000 രൂപ എനിക്ക് ബാങ്കിൽ തന്നിട്ടുണ്ട്. ഉസ്മാൻ സാറേ, ഞങ്ങള് അന്നത്തെ ആ പ്രോഗ്രാമിന് നിങ്ങൾക്ക് ഈ പൈസ അയച്ചു തന്നിട്ടുണ്ട് പറഞ്ഞു. ഞാൻ വേണ്ടാന്നൊന്നും പറഞ്ഞില്ല. പൈസ കിട്ടുമ്പോ എല്ലാരും പറയലുണ്ട് എന്തിനാ സാറേ അത് നോക്കി. പക്ഷെ എന്താന്ന് വെച്ചാല് അതിൽ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ അന്ന് പറഞ്ഞു പോയി പൈസക്ക് വേണ്ടിയിട്ട് പറഞ്ഞു പോയതൊന്നുമല്ല. ജസ്റ്റ് നമ്മൾ പറഞ്ഞു പോയി മലേഷ്യന്റെ ഏകദേശം 2,000 റിങ്കിറ്റ് അവർ എനിക്ക് ബാങ്കിൽ തന്നു. 46,000-ന്റെ മേലെ പൈസ ഉണ്ടാവും ഇന്ത്യൻ മണി. അപ്പോ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് ആ സംഭവം കിട്ടുന്നത്. ഇതിപ്പോ ഇങ്ങനെയുള്ള സമയത്ത് ഞാൻ സാറിനോട് ഞാൻ പറയായിരുന്നു എനിക്ക് ഒരു അനുഭവം പറയാണ്ട് പറഞ്ഞിട്ട് ഞാനിപ്പോ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തതാണ്. ഇത് ഞാൻ സസ്പെൻസ് ആയിട്ട് വെച്ച് തരുന്നു, എന്തെങ്കിലും ഒരു ദിവസത്തെ സാറുമായിട്ട് ഇങ്ങനെ പറയണമെന്നുള്ളത്. അപ്പോ ഇപ്പൊ ഇന്ന് ഈ സാറിന്റെ ക്ലാസ്സിൽ ഞാൻ പരസ്യം ചെയ്യൊന്നുമല്ല. ഞാന് എങ്ങനെ പറയാം, ഓരോ യാത്രകളില്, അതായത് ഒരു തൃശ്ശൂർ പോക്ക്, ഒരു എയർപോർട്ട്, 2 എയർപോർട്ട് ഇവിടേക്ക് വരുന്ന വരവിലാണ്. അതിലെ ഞങ്ങൾ കുറച്ച് സമയങ്ങളിലാണ് ഒന്നിച്ചിട്ട് യാത്ര ചെയ്തിട്ടുള്ളത്. മറ്റേതൊക്കെയും ചെക്കന്മാരൊക്കെ ഉണ്ടാകാൻ കാരണം മനോജേട്ടനൊക്കെ ഉണ്ടോ ചെക്കൻ എന്ന് പറയണത്. ഇവരെല്ലാരും ഉണ്ടാകാൻ കാരണം പാട്ടും പാട്ടൊക്കെ ആയിട്ട് അങ്ങനെ രസത്തിലാണ് പോയിരുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് സാറിന്റെ പബ്ലിക് എന്താ സ്പീക്ക് വിത്ത് കോൺഫിഡൻസിലൊക്കെ ചേരാന്. പക്ഷെ എന്തായാലും അടുത്തതിൽ നമ്മൾ എന്തായാലും ചേരും. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാല് നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്ന ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അതായത് ഒന്നല്ലെങ്കിൽ ഒരു പ്രവാസി അല്ലെങ്കിൽ ഒരാളെ കീഴിൽ ജോലി ചെയ്യുന്നവരൊക്കെയും എന്തെങ്കിലും ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ഒക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അതിന് എന്തെങ്കിലും ഒരു 10 രൂപ കണ്ടുവെക്കണം. എന്നിട്ട് കണ്ടെത്തിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് വിചാരിക്കും. പക്ഷെ അത് ചെയ്യുന്നത് നമുക്ക് ചിലപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്ത മേഖലയായിരിക്കും. ഒരു ഇതുണ്ടാവില്ല. മറ്റുള്ളവരൊക്കെയും സക്സസ് ആകുന്ന കണ്ടിട്ട് നമ്മൾ അതിന്റെ പിന്നാലെ സൈക്കിൾ എടുത്തിട്ട് പോകും. ലാസ്റ്റ് കടിച്ചിനേക്കാലം മേലെ പിടിച്ചത് പറഞ്ഞിട്ട് ചിലപ്പോ ഇതാകും, ചിലപ്പോ അടിച്ച് കുത്തിയോണ്ട് കയറിപ്പോകും. കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് താഴ്ത്തി കൊണ്ട് വീഴും ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും. ഈ പബ്ലിക് സ്പീക്ക് വിത്ത് കോൺഫിഡൻസ് എന്നുള്ള ഗ്രൂപ്പിലൂടെ സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നല്ലൊരു പൈസ സമ്പാദിക്കാൻ പറ്റും. മറ്റേത് ഇതൊക്കെയും ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ സംഭവങ്ങളൊക്കെ നമ്മളെ കരുത്തരാക്കുക ചെയ്യണത്. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഞാൻ അങ്ങനെ സംസാരിക്കുന്നത് എന്താന്ന് വെച്ചാല്
എന്നെ ഞാൻ തന്നെ കരുത്തനാക്കാണ്. അത് എനിക്ക് ഈ കൈ ഇങ്ങനെ ചൂണ്ടി കാണിച്ചു തരാണ് സാറ് ചെയ്യണത് ഓൺലൈനിലൂടെ. നേരിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ സാറ് കൈ തരുക ചെയ്യണത്. അപ്പൊ ഞാൻ ചാടി കൊണ്ടിരിക്കുകയാണ് നമുക്കൊന്ന് എത്താൻ വേണ്ടിയിട്ട്. നേരിട്ട് പോകുമ്പോൾ സാറ് കൈ പിടിച്ച് ഉയർത്തിയിട്ട് അതിന്റെ വേണ്ട കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു മോട്ടിവേഷൻ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരണം. എന്നെക്കാട്ടിലും വലിയ മോട്ടിവേഷൻ സ്പീക്കർമാരാണ് ഇതിലുള്ളവരെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ളവരാണെന്ന് അറിയാം. സാറിന്റെ ക്ലാസ് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ്. പ്രതീക്ഷയോട് തന്നെ നിങ്ങൾക്ക് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മൾ എന്താ വെച്ചാൽ എവിടെയെങ്കിലും ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പൊ സാറിനെ ഇപ്പോ ഓരോരുത്തരെ ഞാൻ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്, അവർക്ക് എന്തെങ്കിലും കൊടുക്കണല്ലോ, അല്ലാതെ ഇപ്പൊ അവരിപ്പോ അത്രയും പൈസ ചെലവാക്കിയിട്ട് വരുന്നില്ല എന്ന് സാറ് പറഞ്ഞു കൊടുത്തിട്ട് സാറിനെ കുറെ പേർക്ക് അങ്ങനെ വാങ്ങിക്കൊടുക്കാറെന്ന് ഞാൻ നമ്മള് ഡെയിലി കോണ്ടാക്ട് ഉള്ളതല്ലേ, കാണാറുണ്ട്. അപ്പോ നമുക്കുള്ളത് നമ്മള് ഞാൻ പറഞ്ഞു വന്നത് വെച്ചാല് നമ്മള് ഒരു ഇൻവെസ്റ്റർ ആവാതെ നമ്മളെ വാക്ക് മാത്രം ഇൻവെസ്റ്റർ ആയിക്കൊണ്ട് നമുക്ക് വലിയൊരു ബെനിഫിറ്റ് നമുക്ക് എന്താ പറയാ തിരിച്ചെടുക്കാൻ പറ്റും, ഒരു ലാഭം കിട്ടും. അപ്പോ അതിനുള്ള ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ സ്പീക്ക് വിത്ത് കോൺഫിഡൻസ് എന്ന ഈ ഗ്രൂപ്പും സാറ് 26-ാം തീയതി നടക്കുന്ന ഓഫ്ലൈനിലെ ക്ലാസ്സും. അതായത് രജിസ്റ്റർ ചെയ്ത ആരാണെന്നുണ്ടെങ്കിലും അവര് ലക്കിമാനുമാണ്. പിന്നെ ഇതിലെല്ലാവരും ലക്കിയുള്ള ആളുകൾ തന്നെയാണ്, ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 100% ഗ്യാരണ്ടിയാണ്. അതായത് ജസ്റ്റ് ഒരു യാത്രയിൽ കേട്ട ഞാനാണ് പറയുന്നത്, എനിക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ്. പ്രതീക്ഷയോടെ പോകുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയായിരുന്നു 5000 റിങ്കിറ്റ് വേണമെന്ന് പറയായിരുന്നു. 5000 റിങ്കിറ്റ് പറഞ്ഞാൽ ഏകദേശം 1.25 ലക്ഷം രൂപ എനിക്ക് കിട്ടും. എനിക്കിപ്പോ മനസ്സിലായി. അതായത് എനിക്കിപ്പോ കോൺഫിഡൻസ് ആയി. എന്റെ വാക്കുകൾക്ക് അവർ വില കൽപ്പിച്ചു. ഇനി ഞാനും ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങും. കാരണം എന്താ വെച്ചാല് പൈസ കിട്ടിയ ആർക്കും പൊളിക്കൊന്നുമില്ല. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു തന്നത് എന്താ വെച്ചാൽ, നിർത്തുകയാണ്, കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടാവും അറിയാം. തീർച്ചയായിട്ടും നിങ്ങൾ ഈ എന്താ സ്പീക്ക് വിത്ത് കോൺഫിഡൻസ് എന്ന ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് 100% അറിയാം. താങ്ക് യു. ഓവർ ടു ചെയർ. ഓക്കെ, താങ്ക് യു സാർ. ഉസ്മാൻജി, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. വളരെ ഭംഗിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ പ്രോഗ്രാമിന്റെ പ്രൊമോഷൻ ആയിട്ട് അങ്ങനെ കാണണ്ട കേട്ടോ, അങ്ങനൊന്നുമല്ല. ഇത് ആക്ച്വലി ഈ ഒരിക്കലല്ല, പ്രോഗ്രാമിൽ ഞാൻ ഇതിന്റെ കോർഡിനേറ്റർ മറ്റുള്ളതൊക്കെ തന്നെയാണ്. എന്താ വെച്ചാല് പക്ഷെ ഇതില് നിങ്ങളാരും വിളിച്ചു വരുത്താനൊന്നും എനിക്ക് യാതൊരു ഇതൊന്നുമില്ല. എനിക്ക് ഇതിന്റെ ഡീറ്റെയിൽസുകൾ കൂടെ പോസ്റ്റ് ഉണ്ടാക്കുക മറ്റുള്ളതൊക്കെയാണ്. പക്ഷേ നമ്മള് സാറ് ജസ്റ്റ് മിനിറ്റ്, നമ്മൾ എല്ലാവരും ചിന്തിക്കണം. ട്രെയിനർമാർ ഇപ്പൊ അഭിഷേക് ഗുരുവായൂർ എന്ന് പറയും, അയാൾ എത്ര രൂപ ഉണ്ടാക്കുന്നുണ്ട്? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയത്. അതുപോലെ ഒട്ടുമിക്ക ആളുകളും എന്താണ് ബാലചന്ദ്രനോ ബാലഭാസ്കറിനോ ലക്ഷങ്ങളാണ് അവർ വാങ്ങുന്നത്. പക്ഷെ നമ്മൾ നമ്മളെ വാക്കിന്റെ മൂല്യം കാണാതെ പോവുക ചെയ്യുന്നത്. നമ്മൾ എന്താണ് രാവിലെ നീക്കണം, കുറച്ച് പേര് ക്ലാസ് കൊടുക്കും, അതല്ല. യെസ്, മധുഭാസ്കർ. അങ്ങനെ പല ആളുകളുണ്ട്. ലക്ഷങ്ങളാണ്, 1 ലക്ഷം 2 ലക്ഷം 5 ലക്ഷമൊക്കെയാണ്. അവരെ വാക്കാണ്, ഇൻവെസ്റ്റർ ഒന്നല്ല. ആദ്യം അവര് വാക്ക് കൊടുത്തിട്ടാണ് പിന്നെ അവര് ഡെവലപ്പ് ആക്കിയിട്ടുള്ളത്. അതിലൂടെ അവര് യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സാപ്പിലൊക്കെ കയറുമ്പോൾ അതിന്നൊക്കെ ഇൻകം വരികയാണ്. നമുക്കൊക്കെയും കഴിവുള്ള ആളുകളാണ്. പക്ഷെ നമ്മളൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയൊരു ചായക്കടയും കൊണ്ട് അങ്ങനെ കഴിഞ്ഞു പോകണം എന്നുള്ള ചിന്താഗതിയുള്ള ആളുകളാണ്. അതല്ല നമ്മള് വേറെ ലെവലുള്ള ആളുകളാണ്. അപ്പൊ നിങ്ങൾ എന്താ വെച്ചാല് സാറിന്റെ ക്ലാസ് ആകാൻ കാരണമാണ്. ഞാൻ പറഞ്ഞുതരാം, ഞാൻ ഇതേപോലെ വേറെ ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഇംഗ്ലീഷ് മിത്ര, ഞാൻ പേരൊന്നും പറയില്ല, 3 താളത്തിൽ കയറിയിട്ട് പരാജയപ്പെട്ടവനാണ്. പിന്നെ അത് സാറിന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കോഫി ടോക്കിന്റെ പേരിൽ ഒരു ഇംഗ്ലീഷിന്റെ ഇത് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ ഓപ്പർച്യൂണിറ്റി എനിക്ക് ഉണ്ടാകുകയാണ്. രണ്ടാമത് ഞാൻ പബ്ലിക് സ്പീക്കിന്റെ കോഴ്സ്, എന്റെ അമ്മാവിന്റെ മോൻ തന്നെ, ഇതിപ്പോ റെക്കോർഡിംഗ് ആകാൻ ഞാൻ പറയുന്നതില്ല, അവന്റെ ഇതിൽ പോയിട്ടുണ്ട്. പക്ഷെ അവന് പറഞ്ഞു തരാത്ത കുറെ കാര്യങ്ങളാണ് സാറ് പറഞ്ഞു തരുന്നത്. സാർ ഞാൻ പറഞ്ഞില്ലേ, ഓൺലൈനിലൂടെ നമുക്ക് കൈ കാണിച്ചു തരുന്നുള്ളൂ, നമ്മൾ ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഓഫ്ലൈൻ നമുക്ക് കൈ തരാണ്, കയറി വന്നിട്ടാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക് യു. ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പ്രൊമോഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊമോഷൻ ഒന്നല്ല, നിങ്ങൾക്ക് ഇതിന്റെ ലാഭം ഉണ്ടാവുന്ന ഞാൻ പറഞ്ഞത്. നിങ്ങൾ കുറെ ട്രെയിനർമാരെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. ഈ സില്ലിയായ ആളുകൾ ഒഴിവാക്കിയിട്ട് അവരെ വാക്കുകളാണ് അവരെ പ്രഭുക്കളാക്കുന്നത്. ഒന്ന് ബിസിനസ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് വലിയ കുഴപ്പമില്ല, അൽഹംദുലില്ലാ റാഹത്തായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇത് പ്രതീക്ഷിക്കാതെ കേട്ടപ്പോ എന്റെ മൂല്യത്തിന് ഒരു കോൺഫിഡൻസ് എന്നത് സ്പീക്ക് വിത്ത് കോൺഫിഡൻസ് ആണ്. താങ്ക് യു ഓൾ ടു ഹോട്ട് ചെയർ. അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഉസ്മാൻജി, താങ്ക് യു. വളരെ മനോഹരമായ വാക്കുകൾക്ക് ഒരുപാട് നന്ദി. ഉസ്മാൻജി പറഞ്ഞ ഒരു വാക്ക് കടമെടുത്തുകൊണ്ട് ഒരൊറ്റ പോയിന്റും കൂടി പറഞ്ഞതിന് ശേഷം ഞാൻ നേരെ ജിസ്മിക്ക്, ഇന്നത്തെ നമ്മുടെ ചെയർ ചെയ്യുന്ന ജിസ്മിക്ക് ഞാൻ ഫ്ലോർ ഹാൻഡ് ഓവർ ചെയ്യും. അതിനുശേഷം സാധാരണ പോലെ നമ്മൾ ഫീഡ്ബാക്ക് പറഞ്ഞുകൊണ്ട് ക്ലോസിംഗ് സെർമണിലേക്ക് പോകും. നമ്മൾ ഈ വൈകുന്നേരത്തെ സമയം തിരഞ്ഞെടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി 1.5 മണിക്കൂർ നമ്മൾ എടുക്കാറുണ്ട്. കാരണം ഇവിടെ ഒരു സമയത്തിന് കൊണ്ടല്ല ജസിമെ നമ്മൾ നിർത്തുന്നത്. ഇന്ന സമയം കൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതല്ല, മറിച്ച് എല്ലാവരും സംസാരിച്ചതിന് ശേഷം നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നുള്ളൂ. രാവിലത്തെ സെഷനിൽ നമുക്ക് 1/2 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ അത് എല്ലാവർക്കും ജോലിക്ക് പോകേണ്ട കാരണം നമ്മൾ കോഫി ടോക്ക് പിന്നെ ലൈവായിട്ട് വർഷങ്ങളായിട്ട് 3-ാമത്തെ വർഷത്തിലേക്കാണ് കോഫി ടോക്ക് കടക്കുന്നത്. അപ്പോൾ അത് ഓൾറെഡി ലൈവായി പോകുന്നുണ്ട്.
വൺസ് അഗൈൻ താങ്ക് യു. അപ്പോൾ ഉസ്മാൻജി പറഞ്ഞതിൽ ഒരു വാക്ക് കടമ എടുക്കുകയാണ് അദ്ദേഹത്തിന്റെ. ഫസ്റ്റ് ഓഫ് ഓൾ യു ലേണിംഗ്, പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യും, ഏണിങ്സ് വരും. ഏൺ ആഫ്റ്റർ എൻജോയ്, ഏൺ ആൻഡ് എൻജോയ്. ലേണിംഗ് വേണം, പഠിക്കണം. എന്ത് കാര്യമായിട്ട് പബ്ലിക് സ്പീക്കിംഗ് വിട്ടേക്ക്, നിങ്ങൾ ചെയ്യുന്ന ജോലി എന്താണോ നന്നായി പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേണിംഗ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏണിംഗ് വരും. ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആ ബിസിനസ് നന്നായി പഠിച്ച് ആ ബിസിനസ് വളരെ സക്സസ് ആയി കൊണ്ടുപോയാൽ ഏണിങ്സ് വരും. ഏൺ ഇത് രണ്ടുണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത്യാവശ്യം കാശൊക്കെ ആയി കഴിഞ്ഞാൽ ജസീമ എൻജോയ്. നമ്മൾ ആകെ ദൈവം സഹായിച്ച് എൻജോയ്മെന്റ് മാത്രമേ ഉള്ളൂ. ലേണിങ്സ് ആണോ തീരില്ല, ഏണിങ് ഒട്ടുമില്ല. മറ്റൊടത്ത് കാശ് കടം മേടിച്ച് വേണേ പോവാൻ. അതുപോരാ, ഏൺ ആഫ്റ്റർ എൻജോയ് എന്നാണ് പറയുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു കാര്യം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം നമ്മളും പിന്നെ ഒരു കേസൻ ഗ്രൂപ്പുമായിട്ട് സഹകരിച്ച് അവിടെയാണ് ഫുള്ള് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. നമുക്ക് ആക്ച്വലി ഈ ഒരു പ്രോഗ്രാമിന് 20 പേരെ ആവശ്യമുള്ളൂ. 20 പേരെ നമ്മൾ എടുക്കുന്നുള്ളൂ. 20 പേര് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇതൊരു വർക്ക്ഷോപ്പാണ്. ഒരാൾ മിനിമം 4-5 വട്ടം സ്റ്റേജിൽ കയറേണ്ടി വരും. പ്രത്യേകിച്ചും പറയാം, നമ്മളെ പബ്ലിക് ഇതൊക്കെ ഒരുപാട് പേര് അതിൽ ചേർന്നിട്ടുണ്ട്. ചേർന്നവരോടും പറയുന്നതും കേട്ടിരിക്കാൻ ഒരാളും വരണ്ട, കേൾവിക്കാരല്ല. അവിടെ വന്ന് വർക്കൗട്ട് ചെയ്യണം, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യേണ്ടത്. അത് സൈക്കോ ലിംഗ്വിസ്റ്റിക് മോഡല്, വീഡിയോ പ്രസന്റേഷനോ വീഡിയോ നമ്മളെ സ്പീക്ക് ചെയ്യുന്ന വീഡിയോ എടുക്കും, ലൈവായിട്ട് അവിടെ കാണിച്ചു തരും. നമുക്ക് ഇന്ന നമ്മളെ പോരായ്മകളോ കൃത്യമായിട്ട് പോരായ്മ ചൂണ്ടിക്കാണിക്കും. എന്നിട്ട് അത് ഓവർകം ചെയ്ത് നമ്മൾ അവസാനം എൻജോയ് ചെയ്യും. ലേൺ ആൻഡ് എൻജോയ് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ ആ തരത്തിൽ ചെയ്യാം. അതോടൊപ്പം തന്നെ ഒരു കൈസൻ ഗ്രൂപ്പുമായിട്ട് സഹകരിച്ച് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പൊ അതിനെ ആക്ച്വലി കോസ്റ്റ് ഒക്കെ നമുക്ക് ഏകദേശം അറിയാം. ആ കോസ്റ്റ് വരാൻ കാരണം എന്ന് വെച്ചാൽ ഒന്ന് പേൾ റിജൻസിയാണ്, അത്യാവശ്യം നല്ല സ്റ്റാർ ഹോട്ടലാണ്. പിന്നെ തൃശ്ശൂർ സെലക്ട് ചെയ്യാൻ കാരണം റെയിൽവേ സ്റ്റേഷൻ വാക്കബിൾ ഡിസ്റ്റൻസ് നോക്കിയാൽ കാണാം. ഇനി KSRTC ബസ്സിന് വരികയാണെങ്കിൽ തൊട്ട് നോക്കിയാൽ കാണാം. നമുക്ക് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തു നിന്നും ആളുകളുണ്ട്. നമ്മൾ ഒരിക്കലും അയ്യോ അത്ര ദൂരെയാണോ എന്നുള്ളത്. ഞാനൊക്കെ ഇതൊരു ഒരു കാലത്ത് പഠിക്കാൻ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് അറിയോ, ഒറ്റയ്ക്ക്, വേറെ ആരും ഉണ്ടാവില്ല, ഒറ്റയ്ക്ക് യാത്ര ചെയ്യും. അങ്ങനെയാണ് നമ്മൾ അതിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു എത്തുന്ന യാത്ര ഒരുപാട് നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അത് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവും. ഒരു കാര്യം കൂടി പറയാം, നമ്മളെ കൂട്ടത്തിലോ നമ്മുടെ ഈ കൂടിയിരിക്കുന്ന ആളുകൾക്ക് ആരെങ്കിലും അല്ലെങ്കിൽ അവരുടെ കണക്ഷനിലോ ഫിനാൻഷ്യലി ആരെങ്കിലും സ്ട്രഗിൾ നമ്മൾ കാണുന്ന പോലെ ആയിരിക്കില്ല, ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടായിരിക്കാം. സ്ട്രഗിൾ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവർ നമുക്ക് ചൂണ്ടിക്കാണിച്ച് അവർക്ക് നമുക്കറിയാം ഇന്ന വ്യക്തിക്ക് എന്ത് ചെയ്തു ഈ പ്രോഗ്രാം വരാൻ വേണ്ടിയിട്ട് അതേ ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ ഫിനാൻഷ്യലി അവർക്ക് സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ ഓൾറെഡി എല്ലാവരും ഫിനാൻഷ്യലി സൗണ്ട് നന്നായിട്ട് അറിയാം. ഇൻ കേസ് അല്ലെങ്കിൽ നമുക്ക് പറയും, നമ്മൾ പിക്ചറിൽ കാണുന്ന ശബ്ദം കേൾക്കുന്ന വീഡിയോ കാണുന്ന മാത്രമേ ഉള്ളൂ. ഫിനാൻഷ്യലി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ സൗജന്യ നിരക്കിൽ അവർക്ക് എന്ത് ചെയ്യാം, സൗജന്യ നിരക്കാണ് ഉദ്ദേശിച്ചത് കേട്ടോ. കാരണം അവിടെ അത്യാവശ്യം എക്സ്പെൻസീവ് വരുന്നുണ്ട്. ഒരാൾക്ക് ഫുഡും മറ്റുള്ള കാര്യം AC സ്റ്റാർ റേറ്റിംഗ് ഹോട്ടലാണ്. അപ്പൊ അത്യാവശ്യം സ്റ്റാർ റേറ്റിംഗ് ഹോട്ടൽ ഫെസിലിറ്റി ഫുഡായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 1000-1500 രൂപ 800 രൂപയ്ക്ക് ശിവദാസേട്ടനൊക്കെ അറിയാം. EPS ഉൾപ്പെടെ നമ്മൾ ഒരുപാട് ട്യൂഷൻ സെന്ററുകളും മറ്റൊരു സ്ഥലത്തൊക്കെ നടത്താറുണ്ട്. പക്ഷെ ഇത് ഹോട്ടലായ കാരണമാണ് അവിടുത്തെ എക്സ്പെൻസ് ആണ് അത് വരുന്നത്. അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടും. പിന്നെ ഒരു സ്റ്റഡി മെറ്റീരിയൽ മറ്റുള്ള കാര്യങ്ങൾ കൊടുക്കുന്നതിന്റെ എക്സ്പെൻസ് ഒക്കെ പക്ക പ്രൊഫഷണലിസം കീപ്പ് ചെയ്തുകൊണ്ട് ചെയ്യുന്നത്. കൂടാതെ അന്ന് എഡിസൺ സാർ വരുന്നുണ്ട്, എന്റെ ഗുരുവാണ് എഡിസൺ. നമുക്കറിയാം യൂട്യൂബിലൊക്കെ ഉണ്ട് എഡിസൺ ഫ്രാൻസിസ്. അന്ന് പുള്ളി വരുന്നുണ്ട്. അപ്പൊ പുള്ളിക്ക് ഒരു കുഞ്ഞ് ഗിഫ്റ്റ് തന്നെ കൊടുക്കണം. അങ്ങനെ അത്യാവശ്യം എക്സ്പെൻസോട് കൂടി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പ്രോഗ്രാം ഒരു എക്സ്പെൻസ് ഫ്രീ ചെയ്യുന്നത്. ആർക്കെങ്കിലും നമ്മളെ പരിചയത്തിൽ ആർക്കെങ്കിലും ഈ പ്രോഗ്രാം ആദ്യം വരാൻ ആഗ്രഹമുണ്ട്, പക്ഷെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോർഡിനേറ്റേഴ്സിനെ കോൺടാക്ട് ചെയ്യാം. അത് സൗജന്യ നിരക്കിലാക്കി തരും. അത് ഗ്യാരണ്ടീഡ് ആണ്. വൺസ് അഗൈൻ താങ്ക് യു. ഏകദേശം നമുക്ക് സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പതിപോലെ നമ്മൾ ഈ പ്രോഗ്രാമിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ ചൂണ്ടിക്കാണിക്കാനുള്ള, ആരാണോ കയറുന്ന അത്രയും ആളുകൾ അവിടെ ഇരിക്കാറുണ്ടെന്നുള്ള. പൊതുവെ നമ്മൾ 19-20 നമ്മളെ പൊതുവെ ഇരിക്കുന്നത്. ഇന്ന് 22 ആളുകൾ ഇപ്പോഴും. വളരെ സന്തോഷം. ഏതാണ് നമുക്ക് വൈൻഡപ്പിലേക്ക് പോവാം. സ്പീക്ക് വിത്ത് കോൺഫിഡൻസ് എന്നുള്ളത് നമ്മളെ സംസാരിപ്പിക്കാൻ പഠിപ്പിക്കുന്ന ഒരു പരിശീലന പരിപാടി മാത്രമല്ല, മറിച്ച് ലിജിമേ നമ്മളെ ചിന്തിപ്പിക്കാൻ, നമ്മളെ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ, മറ്റുള്ളവരെ സ്വാധീനിക്കാൻ, അവർക്ക് ലീഡർഷിപ്പ് നേതൃത്വം നൽകാൻ പഠിക്കുന്ന ഒരു ജീവിതത്തിന്റെ യാത്രയാണ്. ഇന്ന് നിങ്ങൾ ഇവിടെ ഒരു പങ്കാളിയായിട്ട് ഇരിക്കുന്നതെങ്കിൽ നാളെയുടെ യാത്രയിൽ അവസരങ്ങളുടെ ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കുന്ന ഒരുപാട് അവസരം കിട്ടുന്നുണ്ട്. ഈ കിട്ടുന്ന അവസരങ്ങളിൽ ആത്മവിശ്വാസത്തോടുകൂടി സംസാരിപ്പിക്കുന്ന, മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്ന ഒരു മികച്ച സ്പീക്കറായി പ്രാസംഗികർക്ക് ആയിക്കൊണ്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. വൺസ് അഗെയിൻ ഇത്രയും നേരം സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇന്നത്തെ നിറഞ്ഞ സ്നേഹത്തോടു കൂടി തന്നെ ഇന്നത്തെ പ്രിയപ്പെട്ട
നമ്മുടെ തലശ്ശേരി ബിരിയാണിയൊക്കെ നമ്മൾ കഴിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ എല്ലാവരും കൂടി യാത്രയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം. ഏതായാലും തലശ്ശേരിയിൽ നിന്ന് മികച്ച രീതിയിൽ ഈ ഒരു പ്രോഗ്രാം ഇന്ന് ഷെയർ ചെയ്ത ജസ്മി മേഡത്തിനോടുള്ള എല്ലാവിധ സ്നേഹവും പ്രകാശിപ്പിച്ചുകൊണ്ട് തന്നെ ഫ്ലോർ ഹാൻഡ് ഓവർ ചെയ്യുന്നു. താങ്ക് യു സർ സോ മച്ച്. ജസ്മി മാം പ്ലീസ്. താങ്ക് യു സർ. ഇന്നത്തെ സെക്ഷൻ എടുത്ത എല്ലാവരും വളരെ ഭംഗിയായിട്ടാണ് അവരവരുടെ ടോപ്പിക്കുകൾ സംസാരിച്ചത്. എന്റെ ഹൃദയത്തിൽ നിന്നും അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. അതോടൊപ്പം ഇന്നത്തെ വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ വേണ്ടി സ്നേഹപൂർവ്വം ജെസ്സി മാമിനെ ക്ഷണിക്കുന്നു. വെൽക്കം ജെസ്സി മാം. ഫീഡ്ബാക്ക് പറയണോ സാറേ? ജെസ്സി മാം ആണോ ലിജി മാം? ഫീഡ്ബാക്ക് ഉണ്ടായിക്കോട്ടെ. അതിനു മുന്നേ നമ്മുടെ അടുത്ത സെഷൻ ഇപ്പൊ 2 പേര് അടുത്ത സെഷൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത സെഷൻ നമ്മൾ 4 പേർക്കാണ് അവസരം കൊടുക്കുന്നത്. അവരവരെ ജീവിതത്തിൽ ഏറ്റവും മറക്കാനാവാത്ത ഒരു അനുഭവം വെച്ച് നമ്മൾ തുടങ്ങാം. പിന്നെ നമുക്ക് യാത്ര മുന്നോട്ട് പോകാം. ഇൻസ്റ്റന്റ് ആയിട്ട് സബ്ജക്ട് തരും. അത് നിങ്ങൾ ഭംഗിയായിട്ട് 5 മിനിറ്റ് സംസാരിക്കും. ആ തരത്തിൽ നിങ്ങൾ എത്തും. അപ്പൊ 2 പേര് ഓൾറെഡി പെൻഡിങ്ങിലുണ്ട്. ഇനി 2 പേര് നമുക്ക് ഇപ്പൊ ഈ ഫ്ലോറിൽ നിന്ന് നമുക്ക് കുറച്ച് പേര് അതിൽ ഇന്ന് ജോയിൻ ചെയ്യാൻ പറ്റാത്തൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ജോയിൻ കയറാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള 2 പേര് നമുക്ക് ഗ്രൂപ്പിൽ ഇടാം. അവർക്ക് ഉണ്ട്. പക്ഷെ ഷെയർ ചെയ്യുന്ന ആൾ ആരായിരിക്കണം? നമുക്കിപ്പോ ചേർന്നെടുക്കണം. അടുത്ത സെഷൻ ആരാണ് ഷെയർ ചെയ്യുന്നത്? എല്ലാവർക്കും ഒരു അവസരം കൊടുത്തുകൊണ്ടാണ്. അടുത്ത സെഷൻ ആര് ഷെയർ ചെയ്യും? ലിജി മാം ഷെയർ ചെയ്തിട്ടുണ്ടോ? ഞാനാണോ? ഷെയർ ചെയ്തിരുന്നോ? അടുത്ത ബുധനാഴ്ച പക്ഷെ ഇവിടെ ഉണ്ടാവില്ല. ബുധനാഴ്ച വേണ്ട. നമുക്ക് ബുധനും വ്യാഴവും ഒരു സംശയമാണ്. ആണോ? ഇന്നിപ്പോ വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വോട്ട് ഓഫ് താങ്ക്സ്. അങ്ങനെയാണെങ്കിൽ അടുത്ത സെഷൻ ആരാണ് ഷെയർ ചെയ്യുന്നത്? ആരാണ്? ലിനി മേഡാണോ? ലിനി മേഡം ലൈനിലുണ്ടോ? ലിനി മേം ഓക്കെ ആണോ? ലിനി മേം പറയൂ. ലിനി മേം ഓക്കെ ആണോ? നെജില സാറേ ബുധനാഴ്ചയാണോ വ്യാഴാഴ്ചയാണോ? നമുക്ക് എല്ലാവർക്കും സൗകര്യ ദിവസം വ്യാഴാഴ്ചക്ക് മാറ്റാൻ കുഴപ്പമില്ല. നോ പ്രോബ്ലം. എല്ലാവരും സൗകര്യത്തിന് ഒരു ദിവസം. ആ ഒരു ദിവസം നമുക്ക് കൃത്യമായിട്ട് പോകാം. ആരാ ഷെയർ ചെയ്യുന്നത് പറയൂ. ഷെയർ ചെയ്യുന്ന മാത്രം പറഞ്ഞാൽ മതി. ഷെയർ ചെയ്യുന്നത് ചെയ്യാം സാറേ. ലിനിമ ഓക്കെ. അപ്പൊ ലിനിമ നോക്കേണ്ടത് അടുത്ത സെഷനിലെ ആളുകളെ മുൻകൂട്ടിയിട്ട് നമുക്ക് വെൽക്കം സ്പീച്ച് 4 പേര് പ്രസന്റേഷൻ. ഓൾറെഡി 2 പേര് നമുക്ക് ഓൾറെഡി ഉണ്ട്. ബാക്കി 2 പേര് നമുക്ക് ഗ്രൂപ്പിൽ കണ്ടെത്താം, മെസ്സേജ് ഇടാം. പിന്നെ വോട്ട് താങ്ക്സ്. ഇത്രയും കാര്യം വോട്ട് താങ്ക്സ് നമുക്ക് അപ്പൊ എടുത്താലും മതി, കുഴപ്പമില്ല. ഓക്കെ റൈറ്റ്. യെസ്, ഓവർ ടു ചെയർ. ഫീഡ്ബാക്ക് കഴിഞ്ഞ് നമുക്ക് ക്ലോസിംഗ് സെറമണി ചെയ്യാം, ക്ലോസ് ചെയ്യാം. ഫീഡ്ബാക്ക് ആണോ സാർ? പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് പറയാം. ഫീഡ്ബാക്കില് ഒരു മിനിറ്റ് അല്ലേ? എന്തായാലും ഉസ്മാൻ തന്നെ പറയാ. വളരെ സന്തോഷം. എല്ലാരും എന്താ പറയാ കട്ടക്ക് നിന്നുകൊണ്ടിരിക്കുകയാണ്. ആരാണ് മുന്നിലേക്ക് വരിക എന്നുള്ളൊരു ഇതാണ് കാണുന്നത്. ഇപ്പൊ ജസ്മിക്കും വേറെ ലെവൽ, ജസ്മി മാമൊക്കെ വേറെ ലെവലാണ്. ഇന്നത്തെ ചെയറൊക്കെയും സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളി. ഇതുവരെയൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോരുത്തരും ഇന്നത്തെ നിജില മാമാണെന്നും ശരി, മറ്റുള്ള എല്ലാവരും ആണെന്നുണ്ടെങ്കിലും ശരി, അടിപൊളിയായിട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും വിവരിച്ചു തന്നത്. അത് 5 മിനിറ്റിനുള്ളിൽ തീർത്തല്ലോ. എനിക്ക് കിട്ടിയ ചാൻസ് മാത്രമേ ഉള്ളൂ ഞാൻ 7-8 മിനിറ്റ് ഒക്കെ ആയിട്ട് കയറി പോയത്. സോറി. എന്തായാലും വളരെ സന്തോഷം. ചെയർ. താങ്ക് യു. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. ട്രെയിനിങ് സാറിന്റെ ഇന്നത്തെ 7ാമത്തെ സെഷൻ കൂടെ കേൾക്കുമ്പോൾ ഓരോ സെഷൻ നമ്മൾ കേൾക്കുമ്പോഴും അതിൽ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴും നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ശ്രമം നടത്തുന്നു. സാർ അത്രയും നമ്മളെ ഫോഴ്സ് ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങൾ നമ്മളെ ചെയ്യിപ്പിക്കുന്ന ആക്ടിവിറ്റീസ് ആയാലും മറ്റു കാര്യങ്ങളായാലും ഇനി നമ്മൾ അടുത്ത ഒരു ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ആ ഒരു ദിവസം കൂടി വന്നു ചേരാൻ പോകണമെങ്കിൽ 10 ദിവസം 9-10 ദിവസമാണ് ഇനി ബാക്കിയുള്ളത്. അപ്പൊ നമുക്കറിയാം ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ ഇത് നമ്മൾ നിരന്തരമായി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കുകയും, സാർ എപ്പോഴും പറയാനുള്ള കാര്യം, അത് നമ്മൾ കേട്ടുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, പലപ്പോഴും വീഡിയോ പോലും ഓൺ ചെയ്യാൻ മടിക്കുന്ന നമ്മളെ അതിലേക്ക് കൊണ്ടുവരുന്നു. ഓരോ തട്ടായിട്ട് നമ്മളെ ആ ഒരു പടിപടിയായിട്ട് നമ്മൾ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പൊ സാറിന്റെ ആ മിടുക്ക്, അല്ലെങ്കിൽ സാറ് കാണിക്കുന്ന ആ വലിയ ആത്മാർത്ഥത, അതിന് ഞാൻ ആദ്യം അഭിനന്ദനം പറയുന്നു. പിന്നെ ചെയർ ചെയ്ത
ജെസ്സി മാഡത്തിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. അതുപോലെ നമ്മുടെ ഇന്നത്തെ 5 മിനിറ്റ് പ്രസന്റേഷനിൽ ഞാൻ പേരെടുത്ത് പറയുന്നതല്ല, എല്ലാവരും വളരെ ഭംഗിയായി തന്നെ അത് കൈകാര്യം ചെയ്തു. വളരെ സന്തോഷം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സമയം 10 മണിയായി. ഒരാൾക്ക് കൂടി ചാൻസ് കൊടുക്കണം സാറേ. ഞാൻ പറയാം, കാരണം നിങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുറത്തുനിന്ന് ആൾക്കാർ പറയുമ്പോഴാണല്ലോ കുറച്ചും കൂടെ നല്ലത്. ആദ്യം തന്നെ ഞാൻ പറയും, നിങ്ങൾക്ക് ഭയങ്കര ഭാഗ്യമാണ് കിട്ടിയത്. ആഴ്ചക്കാഴ്ചക്ക് ആരതാ ഇങ്ങനെ ലീഡർഷിപ്പിൽ കൊണ്ടുപോകുന്നത്. നിങ്ങൾ ഓരോരുത്തരും പറയുന്നു ഞങ്ങൾ മാറി മാറി, നിങ്ങൾ മാറാതെ എവിടെയും പോകില്ല. അത്രയും ഒറ്റൊരു ദിവസത്തെ ഒരു വോയിസ് മെസ്സേജിലൂടെ ഞാനിത്ര മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം മാറും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ജസ്മി മാം ഫസ്റ്റ് തുടങ്ങിയ മുതൽ ഈ നേരം വരെ ചിരിച്ചും കൊണ്ടുള്ള മുഖമാണ്. പ്രസന്റേഷനിൽ നമുക്ക് ചിരി എന്ന് പറയുന്നത് ഭയങ്കര ഒരിതാണ്. അത് ചിരിച്ചും കൊണ്ട് സംസാരിക്കാൻ കഴിയാന്ന് പറയുന്നതിന് വലിയൊരു നല്ലൊരു പോയിന്റാണ്. അതുപോലെ തന്നെ ലിജി മാമിനെ കുറിച്ച് പറയേണ്ടതില്ല, എന്നാലും പറയാന്ന് എത്ര ഭംഗിയായിട്ടാ കളിക്കുന്നത്. ഇരുന്നിട്ട് ഓക്കെ റെഡി, നിന്നിട്ട് ഞാൻ റെഡി, അങ്ങനെ പറഞ്ഞിട്ട് മുന്നോട്ട് വരുമ്പോ ഞങ്ങൾക്കും ആകാന്ന് തോന്നും. മാം അങ്ങനെ ചെയ്യുന്നതാണ്. മാം ഉയരങ്ങളിലേക്ക് പോകുന്നതിൽ നമുക്കും കൂടി ഇൻസ്പിറേഷൻ ആകാന്ന്. പിന്നെ ഇവിടെ ഒരു സാറ് ടോപ്പിക്ക് കൊടുത്തിട്ട് ഇവർ സംസാരിക്കുന്നു പറഞ്ഞത് എനിക്ക് ക്ലിയർ ആയിട്ടില്ല എങ്ങനെയാന്നുള്ളത്. പക്ഷേങ്കിൽ ഇവിടെ പറഞ്ഞ ഓരോരുത്തരും നമ്മളെ ജീവിതം വെച്ചിട്ടാന്ന് പറയുന്നത്, നമ്മളെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ അതങ്ങനെ ഉണ്ടാക്കി പറയുന്നതാണോ അല്ലെങ്കിൽ സ്വന്തം ലൈഫിൽ നിന്ന് എടുത്ത് പറയുന്നതാണെന്ന് എനിക്ക് അറിയില്ല. ഒരു മാം പറഞ്ഞിട്ടുണ്ട്, റെജില മാം എന്ന് തോന്നുന്നു, പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വലിയ കുഴപ്പമില്ല. അതാണ് നമുക്ക് നേടണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതറ്റം വരെ പോകും. അതായത് എനിക്ക് അത് പഠിച്ച് പാസ്സായാലേ അടുത്ത ഭാഗം പഠിക്കാൻ പറ്റൂ. അതിപ്പോ ഇവിടെ നിന്ന് പോയാൽ ഞാൻ നിന്ന് പോയി എന്ന ഒരു തോന്നൽ കൊണ്ടാണ് ആ മാം എന്ത് ചെയ്തത്, ബാക്കി എല്ലാ കാര്യവും മാറ്റി വെച്ചത്. അപ്പൊ ഓരോരുത്തരും വളർന്നുകൊണ്ടിരിക്കുകയെന്ന് എനിക്ക് ഈ ഒരു പ്രോഗ്രാമിൽ മനസ്സിലായി. കാരണം ഇത്രയും നേരം എല്ലാവരും ഒരു കുടുംബക്കാരെ പോലെ ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഇതിൽ ടോപ്പിക്കായിട്ട് നടക്കുന്നുണ്ട്, ഫീഡ്ബാക്ക് പറയുന്നുണ്ട്. 8 മണിക്ക് കയറി വന്ന് എനിക്ക് ഒരുപാട് ജോലി അടുക്കളയുണ്ട്, പക്ഷെ എനിക്കിത് ഇട്ടിട്ട് പോകാനും തോന്നില്ല. ഇവിടെ എന്തായിരിക്കും അടുത്തത് നടക്കാൻ പോവാന്നുള്ളതിൽ ഞാനിൽ തന്നെ നിന്നത്. അപ്പോൾ എന്തായിട്ടും ഒരു ഫീഡ്ബാക്ക് പറയണമെന്നുണ്ടായിരുന്നു. അത്ര നല്ലൊരു അടിപൊളി പരിപാടിയാണ്. ഞങ്ങൾ പേസി വടകര ലേഡീസ് ഫോറത്തിന്റെ കീഴിൽ സൺഡേ മോർണിംഗ് ഫ്രഷപ്പ് നടത്തുന്നുണ്ട് 7 മണിക്കാണ്. അതുപോലെ തന്നെ ബുധനാഴ്ച ഇന്നലെ സാർ വന്ന ആ ഒരു പ്രോഗ്രാം ഷീസ്പെയർ എന്ന് പറയുന്ന പ്രോഗ്രാം നടത്തുന്നുണ്ട്. എല്ലാവരും വരണം. നമ്മളെ വടകര ചാപ്റ്ററിന്റെ പ്രോഗ്രാമിലേക്ക് എല്ലാവരും ഈ ഒരു അവസരത്തിൽ ക്ഷണിക്കാന്ന് ഞാൻ ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. അടിപൊളിയായിരുന്നു ഇതുവരെയുള്ളത്. ഇനിയും അങ്ങോട്ട് അടിപൊളിയാട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിവിലേജ് ജസ്മി വൺ പ്രിവിലേജ്. ശ്രീ സാർ, ഇവർക്ക് നമ്മുടെ കോഫി ടോക്കിന്റെ ലിങ്ക് ഒന്ന് വിട്ടുകൊടുക്കണ്ടോ? 7 മണിക്കുള്ള സെഷന്റെ. ഓക്കെ, ഓവർ ടു ചെയർ. താങ്ക് യു. ഫീഡ്ബാക്ക് തീർന്നോ? നിങ്ങൾ കൂടി പറഞ്ഞേക്ക്. താങ്ക് യു ജസ്മി. ഇന്നത്തെ നമ്മുടെ ചെയർമാൻ ജസ്മി മാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണ് ജസ്മി മാമിന്റെ തീപ്പൊരി പ്രസന്റേഷൻ. ഏതായാലും മാം ഓരോ പ്രാവശ്യവും ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ ശ്രീസാറിനെ കുറിച്ച് പിന്നെ പറയേണ്ട കാര്യമില്ല. എല്ലാവർക്കും നല്ലൊരു ചേഞ്ചസ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് ഓരോ സെഷനിലൂടെയും നമ്മുടെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വലിയ മാറ്റങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതായാലും സാറിന്റെ സെഷനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പറയേണ്ട, നമുക്കത് അടുത്ത ഇനിയിപ്പോ 26-ാം തീയതി ഇൻഷാല്ലാ നമുക്കത് കാണാം. അതുപോലെ തന്നെ ഇന്നിവിടെ വെൽക്കം പറഞ്ഞ ശ്രീജാമ്മ, നമ്മുടെ എല്ലാവരെയും നമുക്ക് ഞാൻ ഫീഡ്ബാക്ക് ആണ് പറയാൻ വന്നതെന്ന് പോലും മറന്നു, എന്നാൽ ഓട്ടോ താങ്ക്സിലേക്കൊക്കെ പോകുന്ന പോലെ. അതായത് ഇന്നത്തെ നല്ല സൂപ്പർ സെഷൻ ആയിരുന്നു. എല്ലാവരും അതിമനോഹരമായി കൊണ്ടുപോയി. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു. വോട്ട് ഓഫ് താങ്ക്സ്. ഇന്നത്തെ വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ലിജിമോൾ മാമിനെ ക്ഷണിക്കുന്നു. വെൽക്കം ലിജിമോൾ മാം. ഓക്കെ, താങ്ക് യു ജസ്മി മാം. ജൂലൈ 16
ഇന്ന് തുടങ്ങിയ സ്പീക്ക് വിത്ത് കോൺഫിഡൻസിന്റെ 9ാമത്തെ എപ്പിസോഡില് നമുക്കറിയാം വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം നമ്മൾ ഓരോരുത്തരും ഇവിടെ ചെലവഴിച്ചു. നമ്മൾ ഓരോരുത്തരും വളരാനും അതേസമയം നമ്മുടെ കൂടെയുള്ളവരെ വളർത്താനും വേണ്ടിയിട്ടായിരുന്നു ഈ 2 മണിക്കൂറോളം നമ്മളിവിടെ ഇരുന്നത്. ഏറെ വളരെ സന്തോഷം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ സെഷനിൽ 9ാമത്തെ എപ്പിസോഡില് ചെയർമാൻ സ്ഥാനം വളരെ ഭംഗിയായി കൈവരിച്ച, വളരെ പുഞ്ചിരിയോടുകൂടി സന്തോഷത്തോടുകൂടി മറ്റുള്ളവരെയും കോൺഫിഡൻസ് ലെവൽ ഉയർത്തിക്കൊണ്ട് ഇന്നത്തെ സെഷൻ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്ത ജിസ്മി മാമിനെ ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഓരോ ദിനവും നമ്മുടെ ആത്മവിശ്വാസം വളർത്തുന്നതിന് വേണ്ടി സമയവും ആരോഗ്യവും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് സ്പീക്ക് വിത്ത് കോൺഫിഡൻസിന്റെ ട്രെയിനേഴ്സ് ഗുരു എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ശ്രീജിത്ത് സാർ ഈ 9ാമത്തെ എപ്പിസോഡിലും നമ്മളെ ഓരോരുത്തരെയും കരം പിടിച്ച് ഒരു ലെവൽ കൂടി ഉയർത്തി. കൂടാതെ ഇന്നത്തെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി ഓരോരുത്തരെയും ക്ഷണിക്കുകയും പോസിറ്റീവായും അതേപോലെ ഇംപ്രൂവ് ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി നമുക്ക് പറഞ്ഞു തരികയും ചെയ്തു. ഓരോ ദിനവും അർപ്പണ മനോഭാവത്തോടുകൂടെ, സേവന മനോഭാവത്തോടുകൂടെ നമ്മളെ ഓരോരുത്തരെയും കൈപിടിച്ച് നടത്തുന്ന ശ്രീജിത്ത് സാറിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. എന്നും പുതുമയുള്ളതാക്കണം എന്ന രീതിയിൽ ഇന്നും പുതുമയാർന്ന കാര്യങ്ങൾ കൊണ്ടുവന്ന ശ്രീജിത്ത് സാറിന് ഏറെ സ്നേഹത്തോടുകൂടെ നന്ദി പറയുന്നു. ഇന്നത്തെ സെഷനിലേക്ക് നമ്മളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്ത് തന്റെ കർത്തവ്യം വളരെ ഭംഗിയായി നിറവേറ്റിയ ശ്രീജ മാമിനെ ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ യാത്രയില് നമ്മളോടൊപ്പം പുതുമുഖമായി എത്തിയ സുമയ്യത്തുമ്മ സ്വയം പരിചയപ്പെടുത്തുകയും അതോടൊപ്പം പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയും ചെയ്ത് സുമയ്യ മാമിന്റെ വാക്കുകൾ ഈ പ്ലാറ്റ്ഫോമിലെ എല്ലാവർക്കും ഏറെ സന്തോഷം പകർന്നു തന്നു. നമ്മളോടൊപ്പം ഈ യാത്രയിൽ ഇന്നു മുതൽ നമ്മളോടൊപ്പം കൂടാമെന്ന് പറഞ്ഞ സുമയ്യ മാമിന് ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. ലിനി മാം, നമുക്കറിയാം ഏറ്റവും ആദ്യം തേങ്ങ ഉടയ്ക്കണം എന്ന് പറഞ്ഞു വന്ന ഈ ഫ്ലോറിലേക്ക് വന്ന സ്പീക്ക് വിത്ത് കോൺഫിഡൻസിന്റെ ഇന്നത്തെ മറക്കാനാവാത്ത അനുഭവം ഏറ്റവും ആദ്യം നമ്മളോടൊപ്പം ഷെയർ ചെയ്ത ലിനി മാം നമ്മളെയൊക്കെ ഹൃദയം കവർന്നു. ലിനി മാമിനെ ഏറെ സ്നേഹത്തോടുകൂടെ നന്ദി പറയുന്നു. പുതുമുഖമായി എത്തിയ നീമാമ്മ നമ്മുടെ മുന്നിൽ അതിഥിയായി എത്തി കോൺഫിഡൻസ് ലെവല് ചോർന്നു പോകാതെ ഇന്നത്തെ സെഷനില് ഏറ്റവും നന്നായി പരിചയപ്പെടുത്തി. നീമ മാമിനെ ഏറെ സ്നേഹത്തോടുകൂടെ നന്ദി പറയുന്നു. ഓരോ ലേഡീസും അനുഭവിക്കുന്ന പ്രസവ വേദനയുടെ വേദന നിറഞ്ഞ ആ കാലഘട്ടത്തേക്ക് നമ്മളെ ഓരോരുത്തരെയും കൊണ്ടുപോയി അനുഭവങ്ങൾ ഷെയർ ചെയ്ത നമ്മളുടെ നജിയമ്മ ഗർഭിണികളുടെ കാലഘട്ടത്തിലേക്ക് നമ്മളെ ഒന്നുകൂടെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. എല്ലാവരും കണ്ണും കാതും കൂർപ്പിച്ചിരുന്നു ആ അനുഭവങ്ങൾ അറിയാൻ. വളരെ നർമ്മത്തോടും അതേപോലെ വേദനയും സന്തോഷവും ഒറ്റപ്പെടലും നിറഞ്ഞ അനുഭവങ്ങളിലൂടെ ജീവിതത്തിന്റെ കരുത്താർജിച്ച നജിയ മാമിന്, നമ്മളിലേക്ക് കരുത്ത് പകർന്നു തന്ന നജിയ മാമിന് ഏറെ സ്നേഹത്തോടുകൂടെ നന്ദി പറയുന്നു. രോഗത്തിൽ നിന്നും, ഫിസ്റ്റുല എന്ന രോഗത്തിന്റെ കഠിനമായ വേദനയിൽ നിന്നും ആ പ്രതിസന്ധിയെ തരണം ചെയ്ത് എങ്ങനെയെങ്കിലും എക്സാം എഴുതണമെന്നും അതിന്റെ പടി കടന്ന് ഇത്രത്തോളം ഉയർച്ചയിലേക്ക് എത്തി നമ്മളെയും ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത നമ്മുടെ നജില മാം നമുക്ക് ശക്തി പകർന്നു തന്നു. നജില മാമിനും ഏറെ സ്നേഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ നന്ദി പറയുന്നു. നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ കോർഡിനേറ്റർമാരായ നമുക്കറിയാം നമ്മുടെ ഉസ്മാൻ ഖാൻ നമ്മളോടൊപ്പം മറക്കാനാവാത്ത അനുഭവം ഷെയർ ചെയ്യുന്നതോടൊപ്പം ഈ ഗ്രൂപ്പ് വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുന്നു. മലേഷ്യയിൽ നിന്നുമാണ് കൈകാര്യം ചെയ്യുന്നത്. ജോലിക്കാരനായ ഉസ്മാൻ സാറിനെ ഈ ഗ്രൂപ്പിൽ നിന്ന് എല്ലാവരും സ്നേഹത്തോടു കൂടിയാണ് കാണുന്നത്. ഈ ഗ്രൂപ്പിന്റെ ടെക്നിക്കൽ പരമായ എല്ലാ കാര്യങ്ങളും വളരെ ഊർജ്ജസ്വലതയോടെ ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ ചെയ്യുന്ന ഉസ്മാൻ സാറ് ഈ ഗ്രൂപ്പിന്റെ കണ്ണിലുണ്ണിയാണ്. അതോടൊപ്പം തന്നെ
തന്റെ പേഴ്സണൽ അനുഭവങ്ങളെ പകർന്നു തന്നുകൊണ്ട് നമ്മളെയും ഒരു ബിസിനസ് ലെവലിലേക്ക് ഉയർത്താൻ വേണ്ടി പ്രചോദിപ്പിച്ച ഉസ്മാൻ സാറിന് ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഓരോ ദിവസവും ഓരോരുത്തരെ ഹാപ്പി മൊമെന്റ് കെട്ടി നൂറുകണക്കിലധികം മെസ്സേജുകൾക്കിടയിൽ നിന്നും നമ്മുടെ ഹാപ്പി മൊമെന്റ് ഷെയർ ചെയ്യുന്നവരെ കണ്ടെത്തുക എന്ന തികച്ചും പ്രയാസകരമായ ഒരു ടാസ്ക് ഓരോ ദിനവും പൂർത്തിയാക്കിക്കൊണ്ട് കൃത്യമായി അത് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്ന അമ്പിളി മാമിനെ നമുക്ക് ഏറെ സ്നേഹത്തോടെ ഓർക്കാതിരിക്കാൻ വയ്യ. നമുക്കറിയാം ഇന്നും വൈകുന്നേരം ആകുമ്പോൾ രാത്രി 11 മണിയാകുമ്പോഴത്തേക്കാണ് ഈ ടാസ്ക് പൂർത്തിയാക്കുന്നത്. അമ്പിളി മാമിനെ ഏറെ സ്നേഹത്തോടുകൂടെ ഈ സെഷന്റെ നന്ദി അറിയിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമുക്ക് ഫീഡ്ബാക്ക് തന്ന് ഒന്നും കൂടെ നമ്മളെ മുന്നോട്ട് ഇന്നത്തെ സെഷനെ കുറിച്ച് കൃത്യമായി ഫീഡ്ബാക്ക് തന്ന ഉസ്മാൻ സാറ്, അതേപോലെ അതിഥിയായി വന്ന സുമയ്യത്ത് മാം, ശിവദാസൻ സാറ്, നജില മാം. നമുക്കറിയാം ഓരോ സെഷന്റെയും ഫീഡ്ബാക്ക് നമ്മളെ ഓരോ ദിനവും ഒന്നും കൂടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുകയും നമുക്ക് ഈ സെഷനിലേക്ക് ഒന്നും കൂടെ ഊർജം പകരുകയും ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നീട് ഈ ഫ്ലോറ് ഇത്രയേറെ മനോഹരമാക്കി തീർക്കുന്നത് നമ്മൾ ഓരോരുത്തരും. കുറെ പേര് വീഡിയോ ഓണാക്കിയും വീഡിയോ ഓണാക്കാതെയും തിരക്കുകളെല്ലാം മാറ്റിവെച്ചും തിരക്കുകൾ ഉണ്ടായിട്ടും ആ തിരക്കുകളിന്റെ ഇടയിൽ കൂടിയും ഓടി വന്ന് ഇത് പങ്കെടുത്ത് ഇത്രയും സമയം 10:15 പോകുന്നു. ഈ സമയം വരെ ഏറ്റവും ഭംഗിയായി ഈ ഒരു ഫ്ലോറിൽ ഇരുന്നു കൊണ്ട് ഈ സെഷൻ ഏറ്റവും അധികം മനോഹരമാക്കി തീർക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നറിയില്ല. ഈ ചെറിയൊരു ട്രെയിനിങ് ഇതിന്റെ പ്രോഗ്രാമിലേക്ക് ഒരു സെഷൻ ഒരു കളിയായിട്ട് തമാശയിൽ കൊണ്ടുവന്ന അതിനകത്ത് ശ്രീജാമാം അമ്മയായിട്ടും അതേപോലെ നമ്മുടെ ശ്രീജിത്ത് സാറ് അച്ഛനായിട്ടും നിന്ന് ഞാനും അതിനകത്ത് പങ്കെടുത്തു. ആ ഒരു പരിപാടിയും ഇതിനെ വേറിട്ടതാക്കി തീർക്കാൻ പറ്റി. അതും ഏറെ സ്നേഹത്തോടുകൂടെ ആ ഒരു കാര്യത്തിനും കൂടെ നന്ദി പറയുന്നു. ഏറെ സ്നേഹവും സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അതോടൊപ്പം നന്ദിയല്ല ഒരു കാര്യം കൂടെ സാറ് പറഞ്ഞു, നമ്മൾ 25-ആം തീയതി നമ്മുടെ ഗെറ്റ് ടുഗദർ സ്പീക്ക് വിത്ത് കോൺഫിഡൻസിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഈ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ആ ഒരു അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പരിപാടി നടത്തുന്നവർക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്കന്ന് വരാൻ പറ്റാത്തത് കൊണ്ടാണ്. നമുക്ക് ഓരോ ദിവസവും നമുക്ക് ഒരു ലെവൽ കൂടെ ഉയർത്താൻ പറ്റിയാൽ നമുക്ക് ഏറെ സന്തോഷം. വീട്ടമ്മമാരായാലും ശരി, അല്ലാത്തവരായാലും. സാർ എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് പറഞ്ഞതാ. ശരിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ പങ്കെടുക്കാൻ പറ്റുകയാണെങ്കിൽ, കാരണം നമ്മൾ ഓരോ കൂട്ടായ്മയും നമുക്ക് കൂടുതൽ ശക്തി പകരും. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ വന്നിരിക്കുന്നവർക്ക് ആ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ പോയാല് എത്ര അനുഭവങ്ങൾ ഉള്ളവരും ഇല്ലാത്തവരും നമുക്കൊരു ഒരു കൂട്ടായ്മയാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ എല്ലാവരുമായിട്ടുള്ള ഒരു കണക്ഷൻ വർദ്ധിക്കും, നെറ്റ്വർക്ക് കൂടും. നിങ്ങൾക്ക് പറ്റുന്നവരൊക്കെ അതിലൊന്ന് പോയി പങ്കെടുത്താൽ വളരെ നല്ലതാണ്. സാറിന് ഒന്നും പറഞ്ഞിട്ടല്ല, ഞാൻ എൻ്റെ ഒരു അനുഭവം ഇതിനകത്ത് പറഞ്ഞതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. വെൽക്കം ഓവർ ടു നമ്മുടെ ചെയർമാൻ ജസ്മി മാം. താങ്ക് യു മാം. വളരെ ഭംഗിയായി തന്നെ കോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞു. എല്ലാവരെയും വളരെ ഭംഗിയായി തന്നെ പറഞ്ഞു. താങ്ക് യു. അതുപോലെ തന്നെ സ്പീക്ക് വിത്ത് കോൺഫിഡൻസ് എന്ന ഗ്രൂപ്പിലൂടെ മറക്കാൻ പറ്റാത്ത സാഹോദര്യ ബന്ധം കെട്ടിപ്പടുത്തിയിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും. അതിന് സാഹചര്യം ഒരുക്കി തന്ന ശ്രീജിത്ത് സാറിനും അതുപോലെ തന്നെ ഒരുപാട് റിസ്ക് എടുത്ത് തന്നെയാണ് ഇതിന്റെ കോർഡിനേറ്റർമാർ ഇത് നടത്തിക്കൊണ്ടു പോകുന്നത്. കോർഡിനേറ്റർമാരായ പ്രിയപ്പെട്ട അമ്പിളി മാമിനും ഉസ്മാൻ സാറിനും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഏതായാലും നമ്മുടെ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കാൻ സമയമായി. വീണ്ടും അടുത്ത ആഴ്ച പുതിയ ആളുകളുമായി തുടരുന്നതാണ്. ശ്രീ സാറിന് എന്തെങ്കിലും പറയാം? പ്രിയപ്പെട്ടവരെ, ഇന്ന് ശ്രീ സാറിനെ എല്ലാവരും ശ്രമിച്ചിട്ടുണ്ടാവും. കഴിവിന്റെ പരമാവധി ഓഫ്ലൈൻ പരിപാടിയിലെത്താൻ എല്ലാവരും ശ്രമിക്കുക. ഓറിയന്റൽ പ്രോഗ്രാം എടുത്ത ശ്രീ സാറിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം the program is connection with Speak with Confidence is hereby adjects. Thank you all. Good night.
മനുഷ്യന്മാരുടെ മാറ്റങ്ങളെ എന്താ ചെയ്യാ. മാഷാ അല്ലാ. ഇതൊന്ന് ഓഫാക്കട്ടെ ആദ്യം റെക്കോർഡിങ്.